السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. ബഹുമാന്യനായ അധ്യക്ഷൻ ഹംസക്കുട്ടി സലഫി, ഇതിൻ്റെ സംഘാടകരായ റഷീദ് സാഹിബ്, അതുപോലെ ഇവിടെ ഈ വിഷയകമായി നമുക്ക് ക്ലാസ് എടുത്തു തരാനുള്ള എൻ്റെ സഹപ്രവർത്തകന്മാരായ ഷബീബ് സലാഹി, ഡോക്ടർ അബ്ദുൽ മാലിക് സാഹിബ്, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ആദരണീയരായ ഹാജിമാരെ, അജ്ജുമ്മമാരെ, കൂടുതലൊന്നും മുഖവുരയില്ലാതെ ഹജ്ജിൻ്റെ കർമ്മത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഹജ്ജിൻ്റെ മസ്അലകളും അതിൻ്റെ ഫറളും ഷർത്തും പറഞ്ഞ് പഠിക്കാൻ മാത്രം ഒന്നുമില്ല. നേരത്തെ ഹംസക്കുട്ടി സലഫി അത് പറഞ്ഞു. ഹജ്ജിനു വേണ്ടി പ്രത്യേകമായി ചെല്ലേണ്ട കർമ്മങ്ങളില്ല, പ്രത്യേകമായി ഫറളായിട്ടുള്ള ഒന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ഒരു അരവരിയിൽ കാവരിയിൽ ചുരുങ്ങുന്ന വാക്കുകൾ മാത്രമേ ഹജ്ജ് കർമ്മത്തിൽ നമ്മൾ ചൊല്ലിപ്പഠിക്കേണ്ടതുള്ളൂ. പിന്നെ ചെയ്യുന്നതാണെങ്കിലോ അത് നമ്മൾ ഒരു സ്ഥലത്ത് മിനയിൽ പോയി അവിടെ ഇരിക്കുന്നു, നമ്മളെ ഭക്ഷണവും നമ്മുടെ നമസ്കാരവും നമ്മുടെ വിശ്രമവും അതിനിടയിൽ പ്രാർത്ഥനകളും ദിക്റുകളും, അങ്ങനെ ഇവിടെ വന്നിരുന്ന് നമ്മളിത് ശ്രദ്ധിക്കുന്ന പോലെ മിനയിൽ ചെന്നിരുന്ന് കുറേ പ്രാർത്ഥനയും ദിക്റും തസ്ബീഹും ഒക്കെ ആയിട്ടിരിക്കുന്നു. അറഫയിൽ ചെന്നിട്ടും കുറേ ദ്വാരക്കുന്നു, ഇരിക്കുന്നു, കുറേ നിൽക്കുന്നു. പിന്നെ ഭക്ഷണ നേരത്ത് ഭക്ഷണം കഴിക്കുന്നു, ബാത്റൂമിൽ പോകുമ്പോൾ അതിന് പോകുന്നു. അവിടെ ഒരു പ്രത്യേകമായിട്ട് ചെയ്യാൻ എന്ന ഒന്നുമില്ല. നമ്മുടെ മനസ്സ് പടച്ചവനിൽ മാത്രം നിൽക്കുന്ന ഒരു മനസ്സും കൊണ്ടുപോയാൽ മതി. അതുകൊണ്ടാണ് ഒരു വിവരമില്ലാത്തവർക്കും ഹജ്ജ് ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹജ്ജാണ് ചെയ്തത് എന്ന് നിങ്ങൾ കേട്ടല്ലോ. നബി ആ കഅബത്തിൻ്റെ മുറ്റത്താണ്, നമ്മുടെ ഈ ഇവിടെയുള്ള റോഡും മെയിൻ റോഡും നമ്മളും തമ്മിലുള്ള ദൂരെ നബിയുടെ വീടും കഅബയും തമ്മിലുള്ളൂ. നിങ്ങൾക്ക് അവിടുന്ന് കാണാം. സഫാ മർവൻ്റെ ബാക്കിൽ ഉംറ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നേരെ കാണുന്ന സ്ഥലത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് വളർന്നത്. പക്ഷെ നബി ഹജ്ജ് എന്ന നിലക്ക് ഒറ്റ പ്രാവശ്യമാണ് മദീനത്ത് ചെന്ന് അവിടുന്ന് കൊണ്ട് ഹജ്ജിന് വന്നത്. ഹജ്ജിന് വന്നപ്പോൾ ലക്ഷത്തിൽ പരം അനുയായികൾ നബിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവരൊന്നും നബി ക്ലാസ് എടുത്ത് കൊടുത്തിട്ടില്ല. എല്ലാ ദിവസവും മദീനത്തെ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞാൽ നബി അവിടെ ഇരിക്കുമ്പോൾ റൗള ഷരീഫ് എന്ന് പറയുന്ന നിങ്ങളാ കാണുന്ന സ്ഥലത്ത് കാണാൻ പോകുന്ന സ്ഥലമാണ്. റസൂലുള്ളാഹി അവിടെ ഇരിക്കും, ജനങ്ങളും കണ്ടും തിരിഞ്ഞിരിക്കും, നബി അങ്ങോട്ടും തിരിഞ്ഞിരിക്കും. എന്നും നിസ്കാരവും നോൽമ്പും സക്കാത്തും മസ്അലകളും ദീനി കാര്യങ്ങളൊക്കെ റസൂൽ അവരെ വിശദമായി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും. എന്നാൽ ഹജ്ജിന് പോകുന്നുണ്ട്, ഞാനൊരു 2 ദിവസം ക്ലാസ് എടുത്തരാം ഹജ്ജിന് എന്ന് നബി പറഞ്ഞിട്ടില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്?
ഞാൻ ഹജ്ജിന് പോവുകയാണ്, എൻ്റെ കൂടെ ആരെങ്കിലും പോരണ്ടോലുണ്ടെങ്കിൽ പോരെയെന്ന്. അപ്പം എല്ലാവരും ഒരുങ്ങി, ഉറപ്പാണല്ലോ റസൂലുള്ളാഹിൻ്റെ കൂടെ ഹജ്ജ്. എല്ലാവരും തുടങ്ങി, ഞാനുണ്ട്. ആണും പെണ്ണും കുട്ടികളൊക്കെ പോന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ നിങ്ങളൊപ്പമുണ്ട്, ഖുദൂ അന്നീ മനാസികക്കും. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ഞാൻ ചെയ്യുന്നത് കണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ഒരു ക്ലാസ് കൊടുത്തിട്ടില്ല, കാരണം അത്രയേ ഉള്ളൂ. നബി ചെയ്യേണ്ട കണ്ട് നബിൻ്റെ ഒപ്പം അങ്ങനെയാണ് പോയാൽ മതിയെന്ന്. അപ്പോൾ നബിൻ്റെ ഒപ്പം അവരങ്ങനെ പോയി. ഹജ്ജ് കഴിഞ്ഞു, മിനായിൽ ചെന്നു, അറഫയിൽ ചെന്നു, മുസ്ദലിഫ കഴിഞ്ഞു. പിറ്റേന്ന് ദുൽഹജ്ജ് 10-ൻ്റെ അന്ന് കല്യാറൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി നബി അവിടെ മിനായിൽ ഒരുമിച്ച് കൂടി. ആയില്ലേ, റെഡി ആയില്ലേ? നബി സഹാബിമാർ പറഞ്ഞു, ആയിട്ടില്ല നബി, ഞാൻ ഇങ്ങനെ ചെയ്തത്. ഞാൻ അറഫയിൽ നിങ്ങൾ നിന്നോടത്തല്ല നിന്നത്, മുസ്ദലിഫയിൽ ഉറങ്ങിയപ്പോൾ കുറച്ച് വൈകി, പിന്നെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചത്. അങ്ങനെ ഒരുപാട് ഇഷ്കാലുകൾ, സംശയങ്ങൾ, ഞാൻ അങ്ങനെ ചെയ്തു. നബി ഞാൻ എറിഞ്ഞു, ഞാൻ കല്ലെറിഞ്ഞു, മുടിയെടുത്തിട്ടില്ല. വേറെ സഹാബി പറഞ്ഞു, ഞാൻ മുടിയെടുത്തു. ആദ്യം എല്ലാവരും മുടിയെടുക്കാണ്ടപ്പോൾ ഞാൻ മുടിയെടുത്തു. പിന്നെ ഞാൻ അറവിന് പോയിട്ടില്ല, ഇനി അറക്കാൻ പോകണേ. ഒരാൾ വന്നിട്ട് പറഞ്ഞു, റസൂലെ, ഞാൻ അറഫയിൽ, നിങ്ങളൊക്കെ ഉച്ച മുതൽ അറഫയിലുണ്ടായിരുന്നു, ഞാനവിടെ എത്തിയില്ല പല കാരണങ്ങളാലും. അവസാനം കൂട്ടപ്പെട്ട് പോയി. അവസാനം എത്തിയപ്പോൾ കുറച്ച് നേരേ ഉള്ളൂ, അസ്തമിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ അറഫയിൽ കൂടി ഇങ്ങനെ പോന്നിട്ടേ ഉള്ളൂ, അവിടെ നിന്നിട്ടില്ല. പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പോന്നു. എല്ലാവരോടും നബി പറഞ്ഞു, ലാ ഹർജ. അതിനർത്ഥം എന്താ? കുഴപ്പമില്ല, ഞങ്ങളെല്ലാം ചെയ്തത് ശരിയാണ്. അപ്പോൾ നബി ഒരു സന്ദേശം അവരെ പഠിപ്പിക്കുകയാണ്, ഹജ്ജിൽ തെറ്റാനുള്ള വകയില്ല. പിന്നെ തെറ്റലെവിടെയാണ്? നമ്മുടെ മനസ്സ് തെറ്റുമ്പോൾ ഹജ്ജ് തെറ്റും. വേറെ കർമ്മത്തിൽ തെറ്റാനൊരു വകയില്ല. നിങ്ങൾക്ക് ഞാൻ ഇവിടെ ചെല്ലുമ്പോൾ കാണാം, ചന്തിട്ട് നിരങ്ങി ഹജ്ജ് ചെയ്യാമെന്ന ആളുകൾ, നല്ല മുടുക്കുള്ള ആളുകളുണ്ട്, ഒരു കാലം ചെയ്യാത്തവരുണ്ട്, വീൽ ചെയറിൽ ചെയ്യേണ്ടവരുണ്ട്. അവർക്കൊന്നും തെറ്റൂല ഹജ്ജ്. അപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഹജ്ജോ ഉംറ ചെയ്തവർക്ക് പ്രശ്നമല്ല. അല്ലാത്ത എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും പറയാനുള്ളത്, ഒരു തെറ്റിൽ നമ്മുടെ മനസ്സ് ശുദ്ധമാണോ, ഞങ്ങളെ ഹജ്ജ് തെറ്റൂല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, ഉമർ ഖത്താബിൻ്റെ മകനും നബിയുടെ സഹാബിമാരിൽ ഏറ്റവും കൂടുതൽ നബിയുടെ സുന്നത്ത് പിൻപറ്റി ജീവിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ പറയാണ്, റസൂലുള്ളാഹിൻ്റെ ഒക്കെ മരണശേഷം, നബിയുടെ കാലത്തൊക്കെ ഉള്ളതിനേക്കാളൊക്കെ എത്ര ഹാജിമാരാണുള്ളത്. അറക്കുബു കസീർന്ന കൊല്ല ഹജ്ജിന് വരുന്ന ആളുകൾ വളരെ കൂടുതലാണ്, കൂട്ടം കൂടിയ ആളുകൾ ഹജ്ജിന് വരുന്നുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അറക്കുബു കസീർ, ആളൊരുപാടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ അൽ ഹജ്ജു ഖലീൽ, ഹജ്ജ് ചെയ്യേണ്ടതിൽ കുറച്ചേ ഉള്ളൂ. മനസ്സിലായില്ല നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം? ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട്, ഹജ്ജ് ചെയ്യേണ്ടതിൽ കുറവേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ വന്നതല്ല, മനസ്സോടുകൂടി നല്ല ആ പടച്ചവനെ എന്നുള്ള ചിന്തയോടുകൂടി ഈ ആൾക്കൂട്ടം മുഴുവനും ചെയ്യുന്നില്ല. അങ്ങോട്ട് വന്നിട്ട് എന്തൊക്കെയോ ചെയ്യും, ആളുകൾ ചെയ്യുന്നതും കണ്ട് അമ്പരന്ന്, ആൾക്കൂട്ടം കാണുമ്പോൾ അമ്പരന്ന് എന്തൊക്കെയോ ചെയ്യുകയാണ്. ഹാജിമാർ, യഥാർത്ഥത്തിൽ ഹജ്ജ് ചെയ്യുന്നവര് കുറച്ചുള്ളൂ. എന്ന് പറഞ്ഞാൽ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ, മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. ചെറിയ കാര്യമൊന്നുമല്ല അത്. നമ്മളിപ്പോൾ 40, 50, 60, 70 വയസ്സായ ആളുകളാണ് ഹജ്ജിന് വരേണ്ടത്. പല നാട്ടിൽ നിന്നും നമുക്ക് കാണാം 100 വയസ്സായ ആളുകളൊക്കെ ഹജ്ജിന് കാണാം. അത്രയും കാലം മനുഷ്യൻ ചെയ്ത എല്ലാ തിന്മകളും അല്ലാഹു തആല പുറത്തിട്ട് ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ മനസ്സും ശരീരവും ശുദ്ധമായി കൊണ്ട് ഹജ്ജ് ചെയ്ത് മടങ്ങുന്ന ആളുകൾ അൽ ഹാജു ഖലീൽ. അങ്ങനെയുള്ള ഹാജിമാർ കുറച്ചേ ഉള്ളൂ, ആൾക്കാർ ഒരുപാടുണ്ട്. നിങ്ങൾക്കും കാണാം 25-30 ലക്ഷം ആളുകൾ അവിടെ ഉണ്ടോ? 25-30 ലക്ഷം ആളുകൾ. ഒരു ബസ്സിൽ എത്ര ആളുണ്ടാവും? ഒരു ബസ്സിൽ ഒരു 50 ആളുണ്ട് വിചാരിക്കാം. എന്നാൽ തന്നെ വിങ്ങി തെങ്ങി നിൽക്കാനും ഇല്ല, ഇരിക്കാനും വയ്യ, ഭയങ്കര തിരക്കാര്. 50 ആളുള്ള ഒരു ബസ്സിൽ. എന്നാൽ അവിടെ 25-30 ലക്ഷം ആളുകൾ കൂടും. അതാണ് അറക്കുബു കസീർ, ആളൊരുപാടുണ്ടാവും. പക്ഷെ ആ കൂട്ടത്തിൽ നമ്മൾ അൽ ഹാജ് ഖലീൽ, കുറഞ്ഞ ഹാജിമാരുണ്ടല്ലോ, ആ കൂട്ടത്തിൽ നമ്മൾ പെടണം. അതിനാണ് ഞങ്ങൾ ഈ
ക്യാമ്പ് ഇവിടെ വെക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് ആളുകൾ ഹജ്ജിന് വന്ന് തുടങ്ങുകയും എന്നാൽ പലപ്പോഴും അവിടെ കിടന്ന് അന്തം വിട്ട് പ്രശ്നമാക്കി തിരിച്ചു പോരുന്ന ആളുകളുണ്ട്. തമാശയിൽ ഞാൻ പറയാറുണ്ട്, നമ്മളെ ഈ നാടിൻ്റെ അടുത്തുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. വളരെ മുമ്പ് എനിക്കൊണ്ട് 94-ലോ 95-ലോ എൻ്റെ കൂടെ ഹജ്ജിന് വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊരു 8-9 ആൾ കൂടത്തിലായിരുന്നു. ഒരു എല്ലാ ഹിദ്മത്തും ചെയ്ത് ഒരു നല്ല മനുഷ്യൻ. ഇപ്പോഴെന്താന്ന് വെച്ചാൽ അതിന് കൃത്യമായൊരു പാഠമൊന്നും കിട്ടിയിട്ടില്ല. നാട്ടിലെ പള്ളിയുടെ മുത്തവല്യ എന്നൊക്കെയാണ്, പക്ഷേ കൃത്യമായൊരു ക്ലാസ്സും ഒരു ബോധവും ഒന്നും കിട്ടാത്ത ഒരു മനുഷ്യൻ. അങ്ങനെ ഞങ്ങളെ കൂടെ പോരുമ്പോൾ ഞാൻ അവിടെ ഒന്ന് തൊടട്ടെ മൗലവിയെ, നിങ്ങളവിടെ തൊടാൻ വേണ്ട, അവിടെ തൊടാ കരിങ്കല്ലാണ്, അതിമ തൊടണ്ട, ഞാൻ അതിലൊന്നാണ് പോയോട്ടെ, അത് വേണ്ട, നിങ്ങൾ എൻ്റെ ഒപ്പം പോരി. അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നു. എല്ലാം കഴിഞ്ഞ് ജിദ്ദ എയർപോർട്ടിൽ ഞങ്ങൾ ഒരു 40 മണിക്കൂറോളം അവിടെ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ ബാഗുമ്മൽ എൻ്റെ പേരിൻ്റെ ശേഷം അതേ ലെറ്ററിൽ ഹാജി എന്നും കൂടി എഴുതി തരണം. അപ്പോൾ അവരെന്തിനാണ് നാട്ടിൽ ചെല്ലുമ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പഴയ ആ ചെയ്തൽവി തരേണ്ടത് ശരിയല്ലല്ലോ, അപ്പോൾ ഒരു ഹാജിയും കൂടി എഴുതി തരണം. ആക്ച്വലി മനുഷ്യന്മാരുടെ മനസ്സ് അത്രേ ഉള്ളൂ. ഒരു ഹജ്ജ് ചെയ്യണം, അതിങ്ങനെ ഇപ്പം നീ ഹജ്ജിന് പോകാതിരിക്കാൻ സഹോദരന്മാർ അങ്ങനെ ആവരുത്. നമ്മുടെ ഈ ഹജ്ജ് കൊല്ലം കണ്ടീലകൾ കണ്ണുനീരൊലിച്ചുകൊണ്ട് പലരും പറയാണ്, എല്ലാം തയ്യാറായി ആവശ്യമുള്ള ചെരുപ്പ് അടക്കം ബാഗിലിട്ട് പൂട്ടി ഒരുങ്ങിയിരിക്കുന്ന ആളുകളോടാണ് പറയുന്നത് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. കാരണം അള്ളാഹുവിൻ്റെ വിളി ഉണ്ടെങ്കിലേ നമുക്ക് പോകാൻ പറ്റും. അള്ളാഹു തആല മനുഷ്യനെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ അള്ളാഹിൻ്റെ വീട്ടിക്ക് വിരുന്ന് വിളിച്ചിട്ടുള്ളൂ, ഒറ്റ പ്രാവശ്യം. പിന്നെ 2, 3, 10 വട്ടം ഹജ്ജിന് പോകേണ്ടവർ അത് അവൻ്റെ ഭാഗ്യം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പ്രാവശ്യം അള്ളാഹിൻ്റെ വീട്ടിക്ക് അള്ളാഹു തആല കഴിവുള്ള ആളുകളെ വിരുന്ന് വിളിക്കും. എല്ലാവരും വിളിക്കൂല, ഒരു പ്രാവശ്യം മാത്രം. ആ വിരുന്ന് നമ്മൾ നല്ലൊരു വിരുന്ന് കൂടി വന്നാൽ പിന്നെ അള്ളാഹ് ഒന്നും കൂടി എനിക്ക് വിരുന്ന് വരണം എന്നറിയും. 2ാം വട്ടം വിരുന്ന് അത് സ്വർഗത്തിൽ കാണും. അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ തന്നെ. നിങ്ങളെ വീട്ടിലേക്ക് വിരുന്ന് വിളിച്ചു, ഞാൻ വളരെ മര്യാദയ്ക്ക് വീട്ടിൽ വന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു, ഞാൻ വളരെ മര്യാദയ്ക്ക് മാന്യമായി ഭക്ഷണം കഴിച്ചു, നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞു കൊടുത്തിരുന്നു, നിങ്ങൾ ഒരു റൂം തുറന്നു തന്നു, അവിടെ ഞാൻ കിടന്നുറങ്ങി വൃത്തിയായിട്ട് ആ റൂമൊക്കെ സംരക്ഷിച്ചു. നിങ്ങളെ പോലെ തന്നെ ഞാൻ പിറ്റേന്ന് രാവിലെ എല്ലാ കുട്ടികളെയും ഉമ്മനെയും ഉപ്പനോടൊക്കെ യാത്ര പറഞ്ഞ് പോന്നാൽ അവർ റോഡിൻ്റെ ഗേറ്റുകൾക്ക് വരും, നിങ്ങളെ നീ ഈ വൈക്ക് മണ്ണാർക്കാട് വരുമ്പോൾ ഒന്നുകൂടി വരണം കേട്ടോ, ഒരു ചായ കുടിച്ച് പോവാം. നേരെ മറിച്ച് ആ വീട്ടിൽ അങ്ങനെയാണല്ലോ, ഒരു വിരുന്ന് വിളിച്ചാൽ പിന്നെയും വിരുന്ന് വരണം, എന്തോ ഒരു നല്ല മനുഷ്യൻ എന്ന് പറയാം. നേരെ മറിച്ച് ഒരിക്കൽ വിരുന്ന് വിളിച്ചിട്ട് പിന്നെ അന്ന് അവിടെ ഞാൻ ആ റൂമൊക്കെ വൃത്തികേടാക്കി, അവിടെ നിന്ന് ശരിക്ക് ആയില്ല, ശരിയില്ല, കുട്ടികളോടൊന്നും മിണ്ടിയില്ല, വീട്ടുകാരോടൊന്നും മിണ്ടിയില്ല, നമ്മളൊരു മര്യാദ കാണിക്കാതെ ഞാനുണ്ട് ഇറങ്ങിപ്പോയി കിട്ടിയാൽ രാവിലെ നിങ്ങളൊക്കെ പറയും അയാൾ പോയി കിട്ടിയാൽ മതിയെന്ന്. ഇനി ഒന്ന് കുടുങ്ങിപ്പോയതാണ്, അയാളെ വിളിച്ചു കുടുങ്ങിയതാണ്. നമ്മളെ പിന്നെ വിരുന്ന് വിളിക്കൂല. ഇതുപോലെയാണ് പടച്ചോൻ്റെ വിരുന്ന് നമുക്ക് ഭാഗ്യത്തിന് കിട്ടിയതാണ്. അള്ളാഹു ഈ വിരുന്ന് പൂർണ്ണമായിട്ടും അള്ളാഹ് നമ്മളിൽ നിന്ന് സ്വീകരിച്ച് നമ്മളെ കഴുകി കുളിപ്പിച്ച് ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ ശുദ്ധമാക്കിക്കൊണ്ടാണ് കഅബത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇടത്തെ കാലും വെച്ച് വിദാഇൻ്റെ തവാഫ് കഴിഞ്ഞ് അവസാനമായി കഅബയോട് വേർപിരിയുന്നതെങ്കിൽ കരയുന്ന കണ്ണ്, പടക്കുന്ന ഹൃദയത്തോടുകൂടി പഠിച്ചവനെ നിൻ്റെ വീട്ടിൽ നിന്ന് ഞാനിതാ തിരിച്ചു പോകുകയാണ് എന്ന നല്ല മനസ്സോടുകൂടി നമ്മൾ തിരിച്ചു പോരുന്നതെങ്കിൽ തീർച്ചയായും അല്ലാഹു തആല രണ്ടാമതൊരു വിരുന്നുകൂടി പരലോകത്ത് നമ്മളെ വിളിക്കും. ഉദ്ഖുലുഹാ ബിസലാമിൻ ആമീൻ, സമാധാനത്തോടുകൂടി സ്വർഗത്തിലേക്ക് കയറി വാ. നേരെ മറിച്ച് ഹജ്ജ് ചെയ്തു, ഹാജി എന്നുള്ള പേരും കിട്ടി, നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല, നമ്മുടെ മനസ്സിൽ കൃത്യമായ തഖ്വ ഉണ്ടായില്ല. ആൾക്കാർ ചെയ്യുന്ന മാതിരിയൊക്കെ നമ്മൾ ചെയ്തു. ഹിറാ ഗുഹ കണ്ടു, സൗർ ഗുഹ കണ്ടു, ജബൽ ഉഹുദ് കണ്ടു, അവിടെ കണ്ടു, ഇവിടെ കണ്ടു, കുറേ ടൂറിസ്റ്റുകളായി ചെയ്ത് അങ്ങനെ കണ്ട് തിരിച്ചു പോന്നാൽ രണ്ടാമതൊരു വിരുന്ന് നമ്മളന്ന് വിളിക്കൂല. അതുകൊണ്ട് ഇത് അവസാനത്തെ ആദ്യത്തെ വിരുന്നായിക്കൊണ്ട് കൃത്യമായി ഹജ്ജ് ചെയ്യാൻ നിങ്ങളൊന്നും പഠിക്കണ്ട, നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി, ശ്രദ്ധിച്ചാൽ മാത്രം മതി. മാത്രം നമ്മൾക്ക് ഒന്ന് കൂടെ ഹജ്ജിന്, നമ്മളൊരു ഹജ്ജ് ചെയ്ത കൂടെ നിങ്ങളാണ് കൊണ്ടുപോകാൻ. നിങ്ങൾ എൻ്റെ ഒപ്പം പോന്നാൽ മതി കുറച്ചു നേരം.
നമ്മളിവിടുന്ന് യാത്രക്കുള്ള ഒരുക്കങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയൊക്കെ ഒക്കെ ഒരുങ്ങിക്കൊള്ളി, ഒരു പ്രശ്നമില്ല. പക്ഷെ വലിയൊരു പാണ്ടും കെട്ടൊന്നും ആവശ്യമില്ല. അത് മാത്രമേ പറയുന്നുള്ളൂ. ഒരുപാട് കെട്ടും പാണ്ടുമായിട്ട് ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള മരുന്ന് ഒരു 40 50 എത്രയോ 35 40 ദിവസത്തേക്കുള്ള മരുന്ന് എടുക്കണം. കാരണം അവിടുന്ന് നമുക്ക് ഈ ഇംഗ്ലീഷ് മരുന്നൊക്കെ വാങ്ങിയ ഒരു ഡോക്ടറെ കാണാനൊന്നും പറ്റൂല. പറ്റിയാൽ തന്നെ അതൊരു സൗകര്യമാവില്ല. നമ്മളെ ശരീരത്തിന് പരിചയമില്ലാത്തവരാണല്ലോ. അപ്പോൾ നിങ്ങളുടെ മരുന്നുകളും നിങ്ങളുടെ മരുന്ന് ഷീട്ടുകളും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. വല്ല പനിയോ മറ്റോ പിടിച്ചൊരു ആശുപത്രി പോകേണ്ടി വന്നാൽ ഇത് ഏത് ശരീരമാണ്, ഈ ശരീരത്തിന് എന്ത് മരുന്നാണ് പറ്റാത്തത് പറ്റുന്നത് എന്നൊക്കെ ആ ഷീട്ടിലുണ്ടാവും. അതവർ നോക്കി മനസ്സിലാവും. അപ്പോൾ മരുന്ന് ഷീട്ടും മരുന്നൊക്കെ നമ്മളെ കയ്യിലുണ്ടാവുക. പിന്നെ ഈ തുണിക്കുപ്പായും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് കുറച്ചെന്തെങ്കിലുമൊക്കെ മതി. കാരണം അവിടെ അങ്ങനെ ഒരു പവറും പത്രാസും എല്ലാ ദിവസവും ഇസ്തിരിട്ട് വളങ്ങി നടക്കാനൊന്നുള്ള സൗകര്യമില്ല, അതിനോട്ട് പറ്റൂല. നമുക്ക് ഇബാദത്താണ്. ആ വൃത്തിയുള്ള വസ്ത്രം 1 2 3 കൂട്ട്, അത് മാത്രമേ. ഇഹ്റാമിൻ്റെ വസ്ത്രം ഒരു തുണിയും ഒരു മുണ്ടുമാണല്ലോ ഇഹ്റാമിൻ്റെ വസ്ത്രം. അത് 2 ഉണ്ടായിക്കഴിഞ്ഞാൽ, അഥവാ അവൾ ബാത്റൂമിൽ പോയി, അത്രയൊന്നും നമ്മളെ ബാത്റൂമിൽ അമ്മാതിരൊന്നും വൃത്തിയൊന്നും ഉണ്ടായിക്കോളണമെന്നില്ല. മിനയിലും അറഫയിലൊക്കെ പല ആളുകളും വരുന്നതല്ല. അപ്പോൾ ഒന്ന് തെറിച്ചു പോയി അല്ലെങ്കിൽ ഒരു വസ്വാസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് മാറ്റിയിട്ട് വേറെ ബാഗിന്നൊരു ഇഹ്റാമിൻ്റെ വസ്ത്രം എടുക്കാമല്ലോ. അവിടുന്ന് വാങ്ങാൻ പറ്റുമല്ലോ. അപ്പോൾ 1 2 കൂട്ടുകളെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്നത് നല്ലതാണ്. ഈ പാൻറ്റും കുപ്പായും ഒക്കെ എപ്പോഴും വളരെ ശുഷ്കമായ തോതിൽ ഭാരം അത്ര മതി. അങ്ങോട്ട് പോരുമ്പോൾ നിങ്ങൾ എത്രയും ഭാരം കൊടുന്നോളൂ നിങ്ങൾക്ക് അനുവദിച്ച്. കാരണം നമ്മൾ പെരയ്ക്ക് കിടന്നുറങ്ങാൻ വരികയാണ്, വിശ്രമിക്കാൻ. അങ്ങോട്ട് പോകുമ്പോൾ അതല്ല, അവിടെ ചെന്ന നിമിഷം മുതൽ ഈ ഭാരത്തിലാണ്. അപ്പോൾ ഞാനത് പറയുന്നത്. അതുപോലെ നിങ്ങൾ യാത്ര പറച്ചിലൊക്കെ യാത്ര പുറപ്പെടുന്നതിൻ്റെ 10-ാം തീയതി ആണെങ്കിൽ 5-ാം തീയതി മുതൽ യാത്ര പറച്ചിൽ നിന്ന്, ഇന്നത്തെ സൗകര്യത്തിൽ ഫോണും കാര്യമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പറഞ്ഞാൽ മതി. ഈ നടന്ന് കുഴങ്ങി എല്ലാ സ്ഥലത്തും ചെന്ന് വെള്ളം കുടിച്ച് മധുരം തിന്ന് ഇറച്ചും മീനൊക്കെ നല്ലോണം തിന്ന് നമ്മൾ ആകെ കൂടി ശരീരത്തിൻ്റെ ആ ഘടനയാണ് മാറി വിമാനത്തിൽ പോയി കയറുമ്പോൾ നമ്മളെല്ലാ രോഗവും അപ്പാണ് തുടങ്ങും. യാത്ര മുതൽ ഒരു 5 ദിവസമെങ്കിലും നിങ്ങൾ വിശ്രമിച്ച് നല്ല റാഹത്തോടു കൂടി ഇരുന്നു കൊണ്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കണം. അത്രേ എനിക്ക് അതിൽ പറയാനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കരുതി വെക്കുക. കയ്യിൽ ഒരു കത്തിരിയൊക്കെ നമ്മൾ കയ്യിൽ ഒരു ചെറിയ ഒരു 10 റുപ്യേൻ്റെ 20 റുപ്യേൻ്റെ ഒരു കത്തിരി ഉണ്ടായാൽ മുടി പെണ്ണുങ്ങൾക്ക് വെട്ടേണ്ട സമയത്ത് കത്തിരി തിരഞ്ഞെടുക്കണ്ട. അത് നമ്മളെ ബാഗിൽ അവിടെ ഉണ്ടായാൽ മതി. ഒരു 20 റുപ്യേൻ്റെ 10 റുപ്യേൻ്റെ കത്തിരി, വേറെ ഒന്നും വേണം. വേറെ നിങ്ങൾക്ക് കൊണ്ടുപോകാനില്ല. നിങ്ങൾ ചോദിച്ചോളുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു ചോദ്യോത്തര സെഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിച്ചാലും മതി. ആജാതി കാര്യങ്ങൾ. പിന്നെ രോഗങ്ങളുടെ കാര്യത്തിലൊന്നും അവിടെ ഒന്നും രോഗം ഉണ്ടാവില്ല. ഞാൻ ഒരുപാട് അനുഭവം ഉള്ളത് ഈ കല്ലുകൊണ്ട് കല്ലുകൊണ്ട് എനിക്ക് വെയിലുണ്ടാ, തലവേദനയാണ്, കയ്യാണ്, നെഞ്ഞരിച്ചിലാണ്, എല്ലാം കൂടിയും പറഞ്ഞ് അവിടെ കണ്ട് വന്നിട്ട് ഇവിടെ എടത്തനാട്ടുകാരക്കാരൻ ഒരു കാക്കണ്ടേ, മരിച്ചുപോയി, അല്ലാഹുമ്മർഹം. ആ പേരൊന്നും പറയണില്ല. അതിൻ്റെ മക്കളോ മക്കളൊക്കെ ഇവിടെ ഉണ്ടാവും ചിലപ്പോൾ. എന്നിട്ട് അയാൾ എന്നും വിമാനത്തുനിന്നും മൗലവി വയ്യ, അതാണ് ഇതാണെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ അവിടെ ചെന്ന് തവാഫ് കഴിഞ്ഞിട്ട് ഒരു മുറുക്ക് വെള്ളം 2 ഗ്ലാസ് വെള്ളങ്ങളും കുടിക്കണം. എൻ്റെ വക ഒരു ഗ്ലാസും കൂടി ഞാനും എടുത്തു തരും. അതുകൂടി ഞാൻ കുടിച്ചാൽ ഞങ്ങളുടെ സോപ്പടക്കം മാറും. പറഞ്ഞ മാതിരി തന്നെ ആ സംസമൊക്കെ അതാണ് കുടിച്ചോടുകൂടി കാലിനൊട്ടുമില്ല, കയ്യിനൊട്ടുമില്ല. എനിക്കിപ്പോൾ ഒന്നുമില്ല, ഞാൻ ഒരു ഊക്കിലൊന്ന് നടക്കും എന്ന് പറഞ്ഞൊരു മനുഷ്യനെ എനിക്ക് ഓർക്കണ്ടേ. ഞാൻ പറഞ്ഞത് അതാണ്. അള്ളാഹ് തവക്കുലാക്കിയാൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കി. ഇവിടെ ഉള്ളൊരു പ്രശ്നം നമുക്ക് പടച്ചോനിൽ തവക്കുലാക്കൂല. അവിടെ അള്ളാഹിനോട് നേരം വെളുത്ത് വൈകുന്നേരമോളം പ്രാർത്ഥിച്ചിട്ട് പിന്നെ അവിടെ പോയി കണ്ട് ആ കല്ലിൻ്റെ അവിടെ പോയി കണ്ട് അവിടെ ഒരു നേർച്ചക്കുപ്പിയിലും ഇടും. പടച്ചോനോട് പ്രാർത്ഥിച്ച് പോരാ, ആ കുറ്റിയിലും കൂടി ഇട്ടാലേ എൻ്റെ കാര്യം നേടുള്ളൂ. അത് ചെയ്യരുത്. പടച്ചവൻ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസം. പടച്ചവനെ മാത്രം വിളിക്കുക എന്നുള്ളതാണ്. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അള്ളാഹ് നീ തന്നത് തടയാൻ വേറെ ആർക്കും സാധ്യമല്ല. എല്ലാവരും വിചാരിച്ചാലും നീ തന്നത് ആർക്കും തടയാൻ കഴിയില്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ തരാത്തത് തരാനും ആർക്കും കഴിയൂല. പടച്ചവൻ മാത്രമാണ് ഈ സൃഷ്ടിച്ച് സംരക്ഷിച്ച് നമ്മൾ വലുതാക്കി ഹജ്ജിനുള്ള കാശും പണവും നിയമത്തും ആരോഗ്യം തന്നത്. ആ പടച്ചവന് മാത്രമേ ഇനിയും നമുക്ക് ആരോഗ്യവും നിയമത്തും സൗകര്യങ്ങളും തരാൻ കഴിയുള്ളൂ. വേറെ ആർക്ക് നേർച്ച വഴിപാട് അർപ്പിച്ചാലും ആരോക്ക് വേണ്ടി നിങ്ങൾ ആരോട് പോയി കണ്ട് പറഞ്ഞാലും നമുക്ക് രക്ഷയില്ല പടച്ചവനല്ലാതെ.
അപ്പൊ ആ ഒരു തവക്കുൽ നമുക്കുണ്ടാവണം. നമുക്കറിയാം ഹജ്ജിന്റെ ഒരു അത് ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, ഇത് നിങ്ങളെ കയ്യിൽ വേണം. നിങ്ങൾക്കൊന്നും ചെയ്യാനും പഠിച്ചാനും ഇല്ല എന്ന് പറഞ്ഞല്ലോ, ഉള്ളത് ഞാൻ പറയാം. ഇത് ഈ വക്കീൽ പഠിച്ചവൻ എന്റെ വക്കീൽ. നിങ്ങൾ യാത്ര പോകുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുമ്മ അൻത സാഹിബു ഫി സഫർ വൽ ഖലീഫത്തു ഫിൽ മാൽ. ഞാൻ ചെയ്തുതരാം, കാണിച്ചു തരാം. ഇപ്പൊ വേണ്ട, അപ്പൊ എടുക്കണ്ട. പഠിച്ചവനെ, നീയാണ് എൻ്റെ യാത്രയിൽ എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ യാത്രയിൽ എൻ്റെ സഹായം നീയാണ്, നിന്നിൽ ഞാൻ അർപ്പിക്കുന്നു. ആ ഒരു വക്കാലത്ത് പഠിച്ചവന് വക്കാലത്ത് കൊടുത്താൻ പോയാൽ മതി. പഠിച്ചവൻ നമ്മളെ കുട്ടികളെയും മക്കളെയും കുടുംബത്തിനും നമ്മളെ കച്ചവടവും കാര്യമൊക്കെ ഇവിടുന്ന് പഠിച്ചവന് വക്കാലത്ത് കൊടുത്തിട്ട് നമ്മൾ വിമാനത്താവളത്തിൽ നിന്നാണ് പൊന്തുക. വേറെ ആരും നോക്കണ്ട, അള്ളാഹ് ചെയ്തോളും. അതാണ്. പക്ഷെ നമ്മൾ ഏൽപ്പിക്കേണ്ടവരെ നമ്മൾ ഏൽപ്പിക്കണം. അപ്പൊ ആ തവക്കുൽ, അതാണ് ഹജ്ജിന്റെ ചരിത്രം എന്ന് പറയുന്നത്. അതാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഹാജറ റളിയല്ലാഹു അൻഹ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഭാര്യയാണ്, രണ്ടാമത്തെ ഭാര്യയാണ്. ഹാജറ റളിയല്ലാഹു അൻഹക്ക് ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടിയാണ് ഇസ്മായിൽ, നബിയുടെ വല്യപ്പ ഇസ്മായിൽ അലൈഹി സ്വലാം. ഈ കുട്ടി ഉണ്ടായപ്പോൾ ഹാജറ ബീവിക്ക് വളരെ സന്തോഷമായി. ഹാജറ ബീവിയും കുട്ടിയും ഇസ്മായിൽ നബിയുടെ ആദ്യത്തെ ഭാര്യ സാറയും അവർ ഫലസ്തീനിൽ സുഖമായി താമസിക്കുകയാണ്. ഹജ്ജ് തുടങ്ങുന്നതിന് മുമ്പുള്ള 4000 കൊല്ലം മുമ്പുള്ള ഒരു സംഭവമാണ്. അവർ താമസിക്കുമ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ ജിബ്രീൽ വന്നിട്ട് പറഞ്ഞത്, സാറയും നിങ്ങളെ ഒന്നാം ഭാര്യയും കുടുംബമൊക്കെ ഇവിടെ ഇരുന്നോട്ടെ, ഹാജറനെയും ഇസ്മായിൽ എന്ന മുല കൊടുക്കുന്ന കുട്ടി ആ കൈക്കുഞ്ഞിനെ എടുത്തിട്ട് നിങ്ങൾ ഇവിടുന്ന് യാത്ര പുറപ്പെടണം ഫലസ്തീനിൽ. എങ്ങോട്ട്? മക്കയിലേക്ക്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്ക കണ്ടിട്ടില്ല. എവിടെയാ മക്ക? എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്റർ മരുഭൂമിയിൽ കൂടി മലകൾ കയറിയിറങ്ങി താണ്ടി എത്തണം. നിങ്ങൾ അവിടേക്കാണ് പോയിക്കോളി, മക്കയിലേക്ക് പോകണം. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിന്നെ നോക്കിയില്ല. ഇബ്രാഹിം നബിന്റെ പ്രത്യേകത അതാണല്ലോ, ഇത് കാല ലഹു റബ്ബുഹു അസ്ലിം കാല അസ്ലംതു. ഇബ്രാഹിം പറഞ്ഞത് കേട്ടോ, ഞാൻ കേട്ടു, പറഞ്ഞത് കേൾക്കാം. അതാണ് ഇബ്രാഹിം നബിയുടെ മുസ്ലിം എന്ന് പറഞ്ഞത്. അതാണ് മുസ്ലിം എന്ന് പറഞ്ഞത് നമുക്ക് പഠിപ്പിച്ചത് ഇബ്രാഹിം നബിയാണ്. അള്ളാഹ് പറഞ്ഞത് കേട്ടോ, ഞാൻ കേട്ടു, നീ പറഞ്ഞതേ കേൾക്കുള്ളൂ. ഇത് കാല ലഹു റബ്ബുഹു അസ്ലിം, അസ്ലിം എന്ന് പറഞ്ഞു, നീ മുസ്ലിമായി പറഞ്ഞത് കേൾക്കണം. കാല അസ്ലംതു റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീന് ഞാൻ കീഴ്പ്പെട്ടുകൊണ്ട് കേൾക്കാം. അപ്പോഴാണ് കുട്ടീനെ ഇറക്കണം. ആയിക്കോട്ടെ, അർത്ഥോളാം. കുട്ടീനെ ഏറ്റവും അങ്ങോട്ട് മക്കത്തേക്ക് പോകണം. ആയിക്കോട്ടെ, പോയിക്കോളാം. രണ്ടാളും കൂടി പോയി. എത്രയോ മാസങ്ങൾ ഒരുപക്ഷെ യാത്ര ചെയ്തിട്ടാണ് ഇബ്രാഹിം നബി ഇസ്മായിൽ എന്ന കുഞ്ഞിനേറ്റ് ഹാജറ ആ പെണ്ണുമായി ആ മക്കത്ത് എത്തുന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യനില്ല. ഒരു ഈച്ച പോലും പാറാത്ത ഒരു മലയുടെ ഇടുക്കിൽ ഒരു മണൽ കുന്ന്, ആ കുന്നിന്റെ മുകളിൽ ഒരു ചെറിയ കല്ല്, വെളുത്ത കല്ല്. അതാ ഇബ്രാഹിം നബി കാണുന്നത്. ഒരു ചെറിയ കുന്ന്, അതിൻ്റെ മുകളിൽ ഒരു വെളുത്ത കല്ല്. അവിടെ 3 ഭാഗത്തും മല. ആ മലയുടെ ഇടുക്കിലുള്ള ഈ കുന്നിന്റെ ചുവട്ടില് ഈ കുട്ടീനെ അവിടെ വെച്ചാളാം. ഹാജറിനോട് അവിടെ ഇരിക്കാൻ പറയും. ഒരു വിരിച്ച അവിടെ ചെയ്തോ. ആ കുട്ടിക്ക് വെയിലുള്ളാതിരിക്കാൻ ഒരു ചെറിയ ഒരു മരം ഉണ്ടായിരുന്നു, അതും അവിടെ ഉണ്ട്. അതിൻ്റെ തൊട്ട് അവിടെ ഇരുന്നോളി. ഇബ്രാഹിം നബി തൻ്റെ വാണ്ടത്തിൽ നിന്ന് വെള്ളവും കുറച്ച് ഭക്ഷണവും ഒക്കെ എന്തൊക്കെയുള്ളതൊക്കെ അവിടെ വെച്ചിട്ട്, നിങ്ങൾ ഇവിടെ ഇരുന്നോളിട്ടോ, ഞാൻ പോവാണ്. എവിടേക്ക്? അസറാബീശി എവിടേക്ക് പോവാണ്? ഞങ്ങൾക്കാരാണ് ഇവിടെ? ഇബ്രാഹിം നബി ഒന്നും ഉണ്ടാകാതെ നടന്നു പോവുകയാണ്, നടക്കുകയാണ്. നടന്ന് കുറച്ച് നടന്നാൽ പിന്നെ മലയാണ്, സാമിയ മല. ഒക്കെ പൊട്ടിപ്പോയി. പണ്ടൊക്കെ ഇപ്പം ഈ 90-ന്റെ ശേഷം 2000-ന് ശേഷമാണ് സാമിയ മലക്ക ഇടിച്ചു നിരത്തി മരുഭൂമിയാക്കിയത്. ആ മല കയറുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഹാജറ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഇലാ ഐന അൻത യാ ഇബ്രാഹിം. രണ്ടാമത്തെ ചോദ്യമാണ്, ഇലാ ഐന അൻത യാ ഇബ്രാഹിം, നിങ്ങൾ എങ്ങോട്ടാണ് ഇബ്രാഹിമായി പോകുന്നത്? ഞങ്ങൾക്ക് ആരാണ് ഇവിടെ? ഞങ്ങൾക്ക് എന്താണ് ഇവിടെ? ഈ വെള്ളം കുറച്ചുണ്ട് ഇവിടെ, അത് കഴിഞ്ഞാൽ, ഈ ഭക്ഷണം കഴിഞ്ഞാൽ, ഈ വെയിലത്ത് ഞങ്ങൾ എന്ത് ചെയ്യും ഈ മലക്കടയിൽ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിഞ്ഞു നോക്കാതെ ഓടിക്കയറുകയാണ് മലയുടെ മുകളിൽ. മലയുടെ മുകളിൽ എത്തുമ്പോൾ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അല്ലാഹു അമറക ബിഹാദ, ഈ മിണ്ടാതെ ഞങ്ങളെയും ഇവിടെ വെച്ച് പോകുന്നത് അള്ളാഹ് കൽപ്പിച്ചിട്ടാണോ നിങ്ങൾ ഈ പോകുന്നത്? അല്ലാതെ നിങ്ങൾ പോകാൻ വഴിയില്ല. കാരണം ഞങ്ങൾ എങ്ങനെ ഇവിടെ ഒറ്റപ്പെടുത്തിയിട്ട് പോകുന്ന ആളല്ല നിങ്ങൾ. പക്ഷെ ഇതെന്തോ ഒരു കൽപ്പന അള്ളാഹിന്റെ ഉണ്ടല്ലോ, അല്ലാഹു അമറക ബിഹാദ, അള്ളാഹ് കൽപ്പിച്ചിട്ടാണോ നിങ്ങൾ ഈ പോകുന്നത്? അപ്പൊ ഇബ്രാഹിം നബി തിരിഞ്ഞു നിന്ന്, ഇപ്പൊ ഹാജർക്ക് പിടികിട്ടിയിട്ടുണ്ട് എന്ന് ബോധ്യമായി. ഇബ്രാഹിം നബി തിരിഞ്ഞു നിന്ന് പറഞ്ഞു, നാം അല്ലാഹു അമറനി, അള്ളാഹ് കൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്.
അപ്പൊ ഹാജറക്കും മനസ്സിലായി ഇത് സാധാ പോക്കല്ല. ഹാജറാണ് അവനെ പറഞ്ഞു പൊയ്ക്കോളി പൊയ്ക്കോളി പൊയ്ക്കോളി, ഇതല്ല യുളയ്യൗനല്ലാ, അല്ല ഞങ്ങളെ കൈവിടൂല, ഞങ്ങൾക്ക് അല്ല മതി. ഹസ്ബി അല്ലാ, ഹസ്ബി അല്ലാന്ന് വേണ്ടി ഞങ്ങൾക്ക് അല്ല മതി, നിങ്ങൾ പൊയ്ക്കോ. എവിടേക്കാ പോകുന്നത്? ഷാമിലേക്ക് മാസത്തെ വഴിദൂരം, വീണ്ടും അങ്ങോട്ട് തിരിച്ചു പോവാണ്. ഞങ്ങൾ അല്ല നോക്കിക്കോളൂ. അതാ തവക്കുൽ. ആ തവക്കുലിന്റെ ഫലം കണ്ടീ ഞങ്ങള്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ആ വെള്ളം കഴിഞ്ഞു, ബാക്കിയുള്ള ജീവിതത്തിന് ജീവിക്കാൻ ആവശ്യമായ മാർഗമില്ല. ആരാണ് വെള്ളം തരിക? ഹാജറ ബീവി തിരിഞ്ഞു നോക്കി, ആരും കാണാഞ്ഞല്ലോ. പഠിച്ചോനെ അള്ളാഹിലാണല്ലോ തവക്കുലാക്കിയത്. അള്ളാന്ന് വിളിച്ച ഹാജറ ബീവി ഒന്ന് കയറി നോക്കി ആ മലയുടെ മുകളിൽ, തൊട്ടടുത്തുള്ള സഫാ മർവ, നിങ്ങൾ അവിടേക്ക് സഫാ മലയുടെ മുകളിൽ കയറി നോക്കി, ആരെങ്കിലും വരുന്നുണ്ടോ? അള്ളാഹ് ആരെങ്കിലും യാത്രക്കാരെ പറഞ്ഞയച്ചിട്ടുണ്ടോ? അല്ല ഇബ്രാഹിം നബി തന്നെ വരുന്നുണ്ടോ? തിരിഞ്ഞു നോക്കി, ഒന്നും കാണുന്നില്ല. അവർക്ക് പേടിയായി. കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വെള്ളമില്ലാതെ, ഒലപ്പാല് പറ്റി. അപ്പൊ വീണ്ടും അങ്ങോട്ട് ഓടി, മർവാമലയുടെ മുകളിലേക്ക് ഓടി, ആരും കാണുന്നില്ല. 7 വട്ടം തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും, പഠിച്ചോനെ എൻ്റെ കുട്ടി മരിക്കാൻ പോകുന്നു, വെള്ളം കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞ് 7ാമത്തെ വട്ടം മർവയിലെത്തിയിട്ടും കാണുന്നില്ല. പക്ഷെ ഒരു ഒച്ച കേട്ടു. അപ്പോഴാണ് ഹാജറ ബീവിക്ക് സമാധാനം. എന്തോ ഒരു ശബ്ദം, കുട്ടിന്റെ കരച്ചിൽ നിന്നിട്ടുണ്ട്. തിരിഞ്ഞു നോക്കിയപ്പോ കുട്ടിന്റെ കാലടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറവ് വരുന്നു. ഹസ്ബി അല്ലാ, അല്ല മതി എന്ന് പറഞ്ഞ അല്ല കൊടുത്തു വെള്ളം. അങ്ങനെയാണ് സംസം ഉണ്ടാകുന്നത്. ആ സംസമാണ് ലക്ഷക്കണക്കിന് മനുഷ്യന്മാര് കുടിച്ചും കനാലുകൾ കാനുകളായിട്ട് ലോകത്തിന്റെ നാനാഭാഗത്തും എത്തിച്ചിട്ടും തീരാത്ത സംസം ഇന്നും ആ മരുഭൂമിയിൽ നിന്ന് ഉറവ പൊട്ടിയിരിക്കുകയാണ്. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ, അല്ല മതി. ആ തവക്കുല്, അതാ നിങ്ങളോട് ആദ്യമായി നമുക്ക് വേണ്ടത് ആ തവക്കുലാണ് സഹോദരങ്ങൾ. ആ തവക്കുല് നമുക്കുണ്ടാവും. കാരണം പടച്ചോൻ മതി നമുക്ക് ദുആ ചെയ്യാനും നമുക്ക് വഴിപാടുകൾ ചെയ്യാനും നമ്മളെ രക്ഷിക്കാനും. വേറെ ആരുമില്ല. ആ ഈമാനിന്റെ തൗഹീദിന്റെ അഖീദ ഉറക്കണം നമുക്ക്. ഇവിടുന്ന് പോകുമ്പോഴും വന്നാലും നമ്മൾ സ്വർഗത്തിൽ കാല് വെക്കുവോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ തൗഹീദിന്റെ അല്ലാഹു മതി, അല്ലാഹു മാത്രം, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അല്ല പോരെ അവന്റെ അടിമക്ക് എന്ന ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ തെറ്റിപ്പോകാൻ. അവിടെയാണ് ജനങ്ങൾ മൊത്തം വഴി പഴച്ചിട്ട് അങ്ങോട്ട് പോകുന്നു, അവിടെ പ്രാർത്ഥിക്കുന്നു, ഇവിടെ പ്രാർത്ഥിക്കുന്നു, അവിടെ മറ്റേ ആളോട് വിളിച്ചു ചോദിക്കുന്നു. ഹജ്ജിന് പോകാൻ വേണ്ടി ഒന്ന് ചാർത്തങ്ങല് വന്നിട്ട് ഞങ്ങൾക്ക് സുഖമായി ഹജ്ജ് ചെയ്യാൻ തങ്ങളെ നിങ്ങൾ രക്ഷപ്പെടുത്തിയല്ലോ എന്നും പറഞ്ഞ് വേറൊരു നേർച്ച കണ്ട് അതിന് കുറെ പുരോഹിതന്മാര് പിന്നാലെ കൂടി നമ്മളെ കൊണ്ട് ഒരുപാട് വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ട്, ഇവിടെയുണ്ട്. അത് നമ്മൾ രക്ഷപ്പെടാം അള്ളാഹുവിലേക്ക് മാത്രം. 2, നമ്മുടെ മനസ്സിൽ തൗഹീദാന്നുള്ളത് നമ്മൾ തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. ആ തെൽബിയത്തിൽ എത്തുമ്പോൾ നമുക്ക് കാണാം. എന്തറിയോ, ഹാജറ ബീവി പോകാൻ പറഞ്ഞു. അവിടെ വെള്ളം തുടങ്ങി, അവരവിടെ സുഖമായി ജീവിച്ചു, സംസവും കുടിച്ച് സുഖമായി ജീവിച്ചു. ഭക്ഷണത്തിനും സംസം തന്നെയാണ്, വെള്ളത്തിനും സംസമാണ്. അത് നമുക്കും അങ്ങനെ തന്നെ. രോഗത്തിനുള്ള ശിഫയും അതാണ്. ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടുള്ള അതിന് പകരമായും സംസം മതി എന്ന് നബി പറഞ്ഞത് അതുകൊണ്ടാണ്. ആ സംസവും കുടിച്ചവരവിടെ ജീവിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇസ്മായിൽ കുട്ടിയായി വളർന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്നു, മോനെ നമുക്ക് കഅബ ഉണ്ടാക്കാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്, പോകട്ടോ, ഉണ്ടാക്കണം. അതിനെന്താ ഉപ്പ വേണ്ടത്? അവിടെ ഉണ്ട് തൊട്ടടുത്തൊരു മല, ജബൽ കഅബ. ആ കഅബ മല എന്നാ, അതായത് കഅബക്ക് കല്ലെടുത്ത് കൊടുന്ന മല. ഉപ്പ മലയിൽ നിന്ന് കല്ല് പൊട്ടിച്ചേരാം, മോൻ ഈ കുന്നിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കണം. അങ്ങനെ വാപ്പ കല്ല് പൊട്ടിച്ചു, ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. 2 ആളും കൂടി കല്ല് പടുത്തുണ്ടാക്കി കഅബയുണ്ടാക്കി. അള്ളാഹിന്റെ കൽപ്പന പ്രകാരം 1ാമത്തെ വീട് ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത്ത മുബാറക, മക്കയിലാണ് 1ാമത്തെ വീട്, അള്ളാഹിന്റെ വീട് ഉണ്ടാക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും വിശുദ്ധമായ 1ാമത്തെ അള്ളാഹുവിന്റെ ഭവനം മക്ക. ആ മക്കയിൽ ചെന്ന് ഹജ്ജ് ചെയ്ത് വരുന്നവർക്ക് 2ാമത്തെ ഭവനം സ്വർഗം, കാലാകാലത്തേക്കുമുള്ള. അങ്ങനെയാണ് അള്ളാഹ് ക്രമീകരിച്ചത്. ആ മക്കയിൽ മരണം വരെ ആ മക്കയിൽ ചെന്ന് ഇബാദത്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞ് ഇബാദത്ത് ചെയ്യാണ്. നമ്മളൊക്കെ ഇപ്പോൾ സുബഹിസ്കരിച്ച് മക്കയിൽ എത്തിയിട്ടില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് ഇബാദത്ത് ചെയ്യാണ് മരണം വരെ. നമ്മൾ മരിച്ചാൽ കിടത്തുന്നതും അങ്ങോട്ട് തന്നെയാണ്, കഅബയിലേക്ക്. ആദ്യത്തെ വീട് അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസ് അല്ലേ. നമ്മൾ ഖബറിൽ തിരിച്ചു കിടത്തുന്നതും ആ കഅബന്റെ നേരെ തന്നെയാണ്.
ഇനി പരലോകത്തെത്തിയാൽ രണ്ടാമത്തെ വീട്, അതാണ് ശാശ്വതമായിട്ടുള്ള സ്ഥിരം വീട്. അപ്പൊ ആ കഅബ ഉണ്ടാക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഇബ്രാഹിം നബി മകനും കൂടി കഅബ ഉണ്ടാക്കി. ഒരു ഇന്നത്തെ രൂപമൊന്നും ആയിരിക്കൂല, പഴയ ഒരു കഅബ ഉണ്ടാക്കിയ രൂപത്തിൽ, അന്നത്തെ രൂപത്തിൽ ഒരു കഅബ ഉണ്ടാക്കി. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടുന്ന് പ്രാർത്ഥിച്ചു. മകനും റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. എന്ത് നമ്മൾ ദുആ ചെയ്താലും ഇബ്രാഹിം നബി നമുക്ക് പഠിപ്പിച്ചു തന്നൊരു കാര്യമാണ്, പടച്ചവനെ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണം. അങ്ങനെ അല്ലാഹു തആല സ്വീകരിച്ചു. ഇബ്രാഹിം നബിയോട് അല്ലാഹു തആല പറഞ്ഞു, എന്ത്? വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്. ഇബ്രാഹിം ഹജ്ജ് ചെയ്യാൻ വേണ്ടി, കഅബയിലേക്ക് വരാൻ വേണ്ടി ആളുകളെ വിളിച്ചോ. പണി തീർന്നല്ലോ, നീ കുടിയിരിക്കണ്ടേ, കുടിയിരിക്കലിന് ക്ഷണിക്കണ്ടേ ആളുകളാ. വഅദ്ദിൻ, നീ വിളംബരം ചെയ്യേ, ഫിന്നാസി ജനങ്ങളെ, ബിൽ ഹജ്ജ്, ഈ ഹജ്ജിന് വരാൻ വേണ്ടി, ഈ വീട്ടിലേക്ക് വരാൻ വേണ്ടി നീ വിളംബരം ചെയ്യേ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം സംശയിക്കുന്നു, പഠിച്ചോനെ ആരെ വിളിക്കേണ്ടത്? ഭാര്യ തവണ, ഇപ്പൊ അവളെ വേറെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ, മകനെ തന്നെ കൂടെ, പിന്നെ ഞാൻ ആരെ വിളിക്കേണ്ടത്? വേറെ ആരും അവിടെ ഇല്ല, ആരെയാണ് വിളിക്കേണ്ടത്? അപ്പൊ അല്ലാഹു തആല അതിനു കൂടിയുള്ള മറുപടി കൊടുത്തു. എന്താണ്? യഅ്തൂക റിജാലൻ വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഹജ്ജിന് വിളിച്ചോ, ആളുകൾ നടന്നു വരണ്ടോലും അങ്ങനെ വന്നോളും. വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ലോകത്തിന്റെ മൊത്തം മുക്ക് മൂലകളിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. ആ വിളി, ഒരൊറ്റ വിളി വിളിച്ചാൽ ആ വിളി കേട്ട് ഖിയാമത്ത് നാൾ വരെ ലോകത്തിന്റെ മുക്ക് മൂലകളിൽ നിന്ന് ആളുകൾ ഹജ്ജിന് വന്നുകൊണ്ടേയിരിക്കും എന്ന് സൂറത്തു ഹജ്ജിന്റെ ഒരു വചനമുണ്ട്, നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ വിളി ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൊട്ടടുത്തുള്ള ജബൽ അബൂ ഖുബൈസ് എന്ന് പറയുന്ന ഒരു മലയുടെ മുകളിൽ, സഫാ മർവന്റെ ബാക്കിലുള്ള ഒരു മല, നിങ്ങൾക്ക് ഇന്ന് അവിടെ ചെന്നാൽ കാണാം. ഒക്കെ ഒന്ന് മനസ്സിൽ ഓർത്തിച്ചാളി, അവിടെ ചെന്നാൽ കാണാം. എല്ലാ ഭാഗത്തുള്ള മല പൊളിച്ചു, ഒരു മല മാത്രം പൊളിക്കാത്തതുണ്ട്. അവിടെ സർക്കാരിൻ്റെ കെട്ടിടങ്ങളാണ്, ഗ്ലാസ്സൊക്കെ ഇട്ട, ചില്ലൊക്കെ ഇട്ട നല്ല വലിയ കെട്ടിടങ്ങളുണ്ട്. അത് അബൂ ഖുബൈസ് മലയുടെ ഭാഗമാണ്. ആ മലയുടെ മുകളിൽ നിന്ന് അല്ലാഹു തആല ഇബ്രാഹിം നബി വിളിച്ചു, അയ്യുഹന്നാസ് ഇന്നല്ലാഹ ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു. ആളുകളെ, ഈ കഅബയുടെ പണി പൂർത്തിയാക്കി ഇതിലേക്ക് ഹജ്ജിന് വരാൻ വേണ്ടി അല്ലാഹു തആല ഹജ്ജ് ഫറളാക്കിയിരിക്കുന്നു. മനുഷ്യരെ, നിങ്ങൾ ഹജ്ജിന് വരുവീൻ. അങ്ങോട്ട് വിളിച്ചു. ആ വിളിയാണ്ട് അന്തരീക്ഷത്തിലാണ് പടർന്നു. അന്ന് ഏതോ മരുഭൂമിയിൽ കൂടി യാത്ര പോകുന്നവര് വന്നു നോക്കി, ഒരു വിളി കേട്ടല്ലോ എന്നും പറഞ്ഞ് വന്ന് ആ കഅബന്റെ അടുത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്ത മാതിരി ഹജ്ജ് കർമ്മം നിർവഹിച്ചു. അത് കേട്ടറിഞ്ഞ് ഒരു നാട്ടിൽ പോയി വേറെ കുറെ ആളുകളോട് പറഞ്ഞു, ഓലും വിളി കേട്ടു. അങ്ങനെ 4000 കൊല്ലങ്ങൾക്ക് ശേഷം നിങ്ങളും ആ വിളി കേട്ടു. ആ വിളി കേട്ട ആളുകൾ കേട്ടു എന്ന് വിചാരിച്ചിട്ട് പോകാൻ വിചാരിച്ച 40,000 ആളുകൾ പോകാത്ത ഒരു രൂപത്തിലേക്ക് അപ്പുള്ളത്. പക്ഷെ നിങ്ങൾ വിളി കേട്ടു, ഭാഗ്യവാന്മാർ. ആ വിളി കേട്ടിട്ടാണ് നിങ്ങൾ വരേണ്ടത്. ആ വിളി കേട്ടിട്ട്, ആ വിളിച്ചിട്ടാണ് നിങ്ങൾ ചെല്ലുന്നത് ലബ്ബൈക്ക്. നമുക്ക് ആ തൽബിയത്തിലേക്ക് വരാം. എന്താ ലബ്ബൈക്ക് എന്നുള്ളതിന് അർത്ഥം? ഞാനിത് വരുന്നു എന്ന്. ഞാനിത് വരുന്നു എന്ന്. ഞാനിപ്പോൾ ഇവിടുന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ഹംസകുട്ടി സലഫി ഒന്നുകൊണ്ട് വരി എന്ന് പറയുമ്പോൾ, ഞാൻ വിളിക്കുമ്പോൾ മൂപ്പര് അപ്പുറത്തേയിരിക്കും. മൂപ്പര് ഞാൻ എന്താ വരുന്നു കേട്ടോ പറയും. പിന്നെയും കാണുന്നു ഞാൻ പറയും, ഹംസകുട്ടി ഒന്നുകൊണ്ട് വരി, ഇതാ ഞാൻ ഇവിടെ എത്തി സാർ, ഇവിടെ എത്തി, ഞാൻ എന്താ വരുന്നു. ആ എത്തി, ഞാനിത് എത്തി. നമ്മളെ വീട്ടിൽ ആരെങ്കിലും അതിഥികൾ വന്നാൽ ഉപ്പ വിളിക്കും, എടീ ഒരു ചായ ഇട്ടുണ്ട് വാ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടാ, ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്, ഞാനിത് വരുന്നു, ഞാനിത് വരുന്നു. അതാണ് ലബ്ബൈക്ക്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്ന് വിളിച്ച വിളി. അന്ന് ആരൊക്കെയോ ഹജ്ജ് ചെയ്തു. അനേകായിരം അമ്പിയാക്കന്മാർ ഹജ്ജ് ചെയ്തു. അനേകായിരം ശുഹദാക്കൾ സാലിഹീങ്ങൾ ഹജ്ജ് ചെയ്തു. മുഹമ്മദ് നബി ചെയ്തു വിളി. മുഹമ്മദ് നബിന്റെ കൂടെ 10,000 ഹജ്ജ് ചെയ്തു. അന്ന് മുതൽ ഇന്നും ഹജ്ജ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന്. ലബ്ബൈക, അല്ലാ ഞങ്ങളിത് വരുന്നു. കടലിലും കരയിലും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലുമായി കപ്പലും വിമാനവും ബസ്സുകളും കാറുകളും ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് എന്നും പറഞ്ഞ് കഅബത്തിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഏകനായ റബ്ബിലേക്ക് ലോകത്തുള്ള മൊത്തം മനുഷ്യന്മാർ, പടച്ചവനെ നീ മാത്രമാണ് രക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി അടുക്കുകയാണ്. ഹാജിമാരായ നിങ്ങൾ, ഞങ്ങളും അവിടെ അങ്ങോട്ട് പോകുന്നില്ലെങ്കിലും സുബഹിയും ളുഹറും അസറും ഇത് പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം ഇപ്പോഴും
ലബ്ബൈക്ക്, ഞങ്ങൾക്കൊക്കെ ഉണ്ട് ലബ്ബൈക്ക. അള്ളാഹുവേ നിന്റെ വിളി കേട്ട് ഞങ്ങളിതാ ഇവിടെ ഉണ്ട്, ഞങ്ങളിതാ തിരിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ സുജൂദ് ചെയ്യുന്നു, ഒക്കെ ലോകം മുഴുവനും ലബ്ബൈക്കയാണ്. അതാണ് തൗഹീദിന്റെ വചനം. അപ്പൊ ഹജ്ജിന്റെ ഒരു ആശയം എന്ന് പറയുന്നത് ഈ പടച്ചോനിന്റെ വിളി കേട്ട് വരിക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാം, ഞാൻ യാത്ര തുടങ്ങാൻ പോകും. അപ്പൊ ആ രണ്ട് കാര്യങ്ങളെ മനസ്സിൽ തവക്കുലും ഉണ്ടായിരിക്കണം, ലബ്ബൈക്ക എന്നുള്ള അള്ളാഹു മാത്രം. ഇനി ആ വിളി, ആ ലബ്ബൈക്ക നമ്മൾ അവസാനിപ്പിക്കേണ്ടത് സ്വർഗത്തിലേക്കാണ്ട് കാല് വെക്കുമ്പോൾ. എന്നാണ് അവിടുന്ന് മരിച്ചാലും തിരിച്ചു വന്ന് മരിച്ചാലും അതാണ് സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ വാഹിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹിൻ്റെ വിളി കേട്ട് ഞാൻ ഹജ്ജിന് പോയി, ഉംറക്ക് പോയി, തിരിച്ചു വന്നു. എൻ്റെ കച്ചവടവും ജോലിയും കാര്യങ്ങളും ഒക്കെയായിട്ട് ഇങ്ങനെ ആ പടച്ചവൻ്റെ വിളിയിൽ തന്നെ ജീവിച്ച് കുറേ വയസ്സായി 90 വയസ്സ് വരെ ലബ്ബൈക്ക് ആ വിളി കേട്ട് ജീവിച്ച് അവസാനം ഞാൻ മരിച്ച് ഇതാ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നു. അവസാനത്തെ സ്വർഗത്തിലേക്ക് കടക്കുമ്പോഴുള്ള അവസാനത്തെ ദഅവ പ്രാർത്ഥന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാ, കഴിച്ചിലായി, രക്ഷപ്പെട്ടു, സ്വർഗത്തിലെത്തിപ്പെട്ടല്ലോ. ഇതായിരിക്കണം ലബ്ബൈക്ക. ആ വിളി കേട്ട് അവസാനം വരെ വിളി കേൾക്കണം ഹജ്ജ് കഴിഞ്ഞാലും. ഇതാണ്. ഇനി നമ്മൾ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വീട്ടിൽ നിന്ന് എപ്പോഴാണോ ഹജ്ജ് കമ്മിറ്റിക്കാർ നിങ്ങളോട് എത്താൻ പറഞ്ഞത്, ആ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടുന്ന് സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചെയ്യുന്ന എല്ലാ ദിക്റുകളും നമ്മൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീട്ടിൽ നിന്ന് എപ്പോഴും പുറത്തിറങ്ങല്. എവിടേക്കും, അങ്ങാടിക്ക് മത്സ്യം വാങ്ങാനും ആശുപത്രിക്കും കല്യാണത്തിനൊക്കെ പുറപ്പെടുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് ഇറങ്ങണം. അതുപോലെ നിങ്ങൾ ഇറങ്ങിക്കോളി. ഹജ്ജ് കമ്മിറ്റിക്ക് പോകേണ്ടവർക്ക് ഒരു 20 മണിക്കൂറോ ഒരു ദിവസമൊക്കെ മുമ്പ് 24 എത്ര മണിക്കൂറോ അവിടെ എത്തേണ്ടത്? 24 മണിക്കൂർ അല്ലേ മുമ്പ് എത്തേണ്ടി വരും. ഇനി അവിടുന്നാണ് ഹജ്ജിന് വിമാനം കയറുന്നതിൻ്റെ മുമ്പ് ഇഹ്റാമിൻ്റെ കുളിക്കണം. അതിന് നിങ്ങൾക്ക് അവിടുന്ന് കരിപ്പൂരിൽ നിന്ന് കുളിക്കാനോ അല്ലെങ്കിൽ നെടുമ്പാശ്ശേരിയിൽ നിന്നൊക്കെ സൗകര്യമുണ്ട്. പക്ഷേ അതൊരു റാഹത്തായ കുളി ആവൂല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ ആ ബാത്റൂമിൽ നിന്ന് ഒരു ഇഹ്റാമിൻ്റെ നെയ്യത്തോടു കൂടി ഒരു റാഹത്തായിട്ട് നിങ്ങൾ കുളിച്ചാൽ ഇഹ്റാമിൻ്റെ നെയ്യത്ത് ചെയ്യണം കുളിക്കുമ്പോൾ. സാധാ കുളി തന്നെ. നമ്മളിപ്പോൾ സാധാരണ നമ്മൾ കുളിക്കുമ്പോൾ ഞാൻ കല്യാണത്തിന് പോകുന്നുണ്ട്, ആശുപത്രി പോകുന്നുണ്ട്, അങ്ങാടി പോകുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്, ഓഫീസിൽ പോകുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ സാധാരണ ഞാൻ ഇപ്പം ഇന്ന് രാവിലെ കുളിച്ചപ്പോൾ 6 മണി 6:15 ഞാൻ കുളിച്ചപ്പോൾ ഇന്നിപ്പോൾ അണ്ണാർക്കാട് പോകാണ്ട് വേഗം കുളിച്ചു പോകാമെന്ന് പറഞ്ഞു. ഭാര്യ ചുന്ദന അത്ര നേരത്തെ കുളിക്കണം, നിങ്ങളൊരു 7 മണിക്കൊക്കെ അല്ലേ ഇറങ്ങുള്ളൂ. എന്തേ എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് മണ്ണാർക്കാട് പോകണ്ട ആ കുളിയാണ്. പക്ഷേ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ കുളിക്കുമ്പോഴോ ഇന്ന് വെള്ളിയാഴ്ച അവിടെ പോകാണ്ട് എന്നല്ല, ഇന്ന് ജുമാൻ്റെ കുളിയാണ്, അതിനൊരു നെയ്യത്ത് വേറെ ഉണ്ട്, എന്നാലേ ആ പുണ്യം കിട്ടുള്ളൂ. അതുപോലെ നമ്മൾ കരിപ്പൂരിലേക്കാണ് പുറപ്പെടുമ്പോൾ നമ്മൾ ആ കുളിക്കുമ്പോൾ ഞാൻ ഇഹ്റാം ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇഹ്റാമിൻ്റെ ഒരു കുളിയായിട്ട് നമ്മൾ മനസ്സിൽ നെയ്യത്ത് ചെയ്ത് വേറൊന്നും പറയുന്നു വേണ്ട. പിന്നെ കുളിക്കലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ കുളിച്ചാലും, അത് ബാത്റൂമിൽ നിന്ന് കുളിച്ചാലും പുഴയിൽ നിന്ന് കുളിച്ചാലും കുളത്തുനിന്ന് കുളിച്ചാലും നബി കുളിക്കാനുള്ള ഒരു സുന്നത്തായ കുളി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ജനാബത്ത് കുളിയാണെങ്കിലും വെള്ളിയാഴ്ച നിർബന്ധമായ കുളിയാണെങ്കിലും ഇഹ്റാമിൻ്റെ കുളിയാണെങ്കിലും സാധാ കുളിയാണെങ്കിലും എന്താ നബി ചെയ്തിരുന്നത്? ശരീരത്തിൽ കക്ഷത്തിലും നെഞ്ഞത്തും ഒക്കെയുള്ള അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി സോപ്പിട്ട് കഴുകി കളഞ്ഞ് പിന്നെ നഖമൊക്കെ ഇഹ്റാമിന് വേണ്ടി നഖമൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കി എന്നിട്ട് നമ്മൾ ഒളു എടുക്കുന്നു. ആദ്യം ഒളു എടുത്തിട്ട് പിന്നെ വലത്തും ഇടത്തു ഭാഗത്തു കൂടി വെള്ളം പാർന്ന് കുളിക്കലാണ് നബി എപ്പോഴും കുളിച്ചത്. അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു കുളി, റാഹത്തായ ഒരു കുളി കുളിച്ച് നമ്മൾ തുണി കുപ്പായും പാൻറ്റും കുപ്പായും ഒക്കെ ഇട്ടോളി. ആണുങ്ങളെ വിളിച്ചെടുത്തോളം കരിപ്പൂരിൽ നിന്ന് കയറുമ്പോൾ അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് വിമാനത്തിൽ കയറുമ്പോൾ നിങ്ങൾ ഈ വസ്ത്രം മാറ്റിയാൽ നിങ്ങൾ സാധാ വേഷത്തിൽ. ഇപ്പോൾ ഇവിടെ നിന്നാണ്ട് വിട്ട് പോയി എന്നുള്ളതുകൊണ്ടൊന്നും കാര്യമില്ല. ഒരു 24 മണിക്കൂർ മുമ്പ് എത്തണമെങ്കിൽ അതൊക്കെ അവിടെ നിന്ന് ചളിയായി മുഷിയാൻ കാരണം സാധ്യത. അപ്പോൾ അവിടുന്ന് എപ്പോഴാണ് ഇഹ്റാമിൻ്റെ വസ്ത്രം മാറ്റുന്നത്? അപ്പോൾ നിങ്ങൾ തെൽബിയത്ത് പിന്നെ വസ്ത്രം മാറ്റണം, തെൽബിയത്ത് ചെല്ലേണ്ട സമയം ഞാൻ പറയാം. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നു ദിക്റോടുകൂടി. വാഹനത്തിൽ കയറുമ്പോൾ ദിക്റുണ്ട്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട, എപ്പോഴല്ല എല്ലപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. ഇനി വാഹനത്തിൽ കയറുമ്പോഴുള്ള ദിക്റുണ്ട്, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. ഇത് അപ്പോഴല്ല, എപ്പോൾ വാഹനത്തിൽ ബൈക്കുമ്മ കയറുകയാണെങ്കിലും സൈക്കിൾമ കയറുകയാണെങ്കിലും
ബസ്സിലും വിമാനത്തിൽ കയറുകയാണെങ്കിലും ഈ ദിക്ർ ചെല്ലണം. അത് ഹജ്ജിന് മാത്രമല്ല, അത് നമ്മൾ സ്ഥിരം ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. പിന്നെ വാഹനത്തിൽ കയറി ഇരിക്കുമ്പോൾ, ദൂരയാത്രക്കൊക്കെ വാഹനത്തിൽ കയറി ഇരുന്നാൽ അല്ലാഹുമ്മ നസ്അലുക ഫീ സഫരിനാ ഹദൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർളാ എന്ന് പറയുന്ന ഒരു കുറച്ച് ദീർഘമായ ഒരു യാത്ര, ഒരു പ്രാർത്ഥനയുണ്ട്. അത് നിങ്ങൾ മനാസിക്കുകളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ വാഹനത്തിൽ കയറി ഇരുന്നിട്ട് അങ്ങോട്ട് ചെല്ലിയാൽ മതി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നൊക്കെ 3 വട്ടം അല്ലാഹു അക്ബർ ചൊല്ലിയിട്ട് ഈ പ്രാർത്ഥനയിലും പഠിച്ചോനെ സുഖകരമായ യാത്ര, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള തൗഫീക്ക് നൽകണമേ എന്ന് അതിൻ്റെ ആകത്തുക. ഇത് നിങ്ങൾ കാണാതെ പഠിക്കാൻ കഴിയുന്നതിൽ പഠിച്ചോളി. അതല്ലെങ്കിലോ നമ്മൾ മനാസിക്കുകൾ നോക്കി ചെല്ലിയാലും മതി. അത് എപ്പോഴും യാത്രയിൽ ഉണ്ടാവേണ്ട, നമ്മൾ എവിടേക്ക് പോവുകയാണെങ്കിലും, പാലക്കാട് പോവുകയാണെങ്കിലും കോഴിക്കോട് പോവുകയാണെങ്കിലും ഉണ്ടാവേണ്ട ഒരു യാത്രയാണ്. കാറ് കയറിയിരുന്നിട്ടും ബസ് കയറിയിരുന്നിട്ട് ഈ പ്രാർത്ഥന ചൊല്ലി നമ്മളവിടെ എത്തുന്നു. കരിപ്പൂരിൽ നിങ്ങളുടെ അല്ലെങ്കിൽ എയർപോർട്ടിൽ നിങ്ങൾക്ക് ആവശ്യമായ കുറേ കടലാസ് കൊടുക്കലും വാങ്ങലും ഒപ്പിടലും ഒരുപാട് നിബന്ധനകൾ അവിടെ ഉണ്ടാവും. പക്ഷെ അവിടെ വെറുതെ മൗലൂദും ദിക്റും അങ്ങനെ മനുഷ്യനെ ഒന്ന് ദിക്റും നമ്മളുടെ ഈമാനോ ഈ ഖലാസോടുകൂടി ഇരിക്കാനായിക്കൂല. അങ്ങോട്ട് പോയി അവിടെ പോയി അതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ ഇബാദത്ത് നമ്മൾ ശ്രദ്ധിക്കുക. അത് മാത്രമേ ഉള്ളൂ. ഓരോരുത്തരും വന്ന് പ്രസംഗിക്കും, നമ്മളൊക്കെ പോയി അവിടെ പ്രസംഗിക്കും. നിങ്ങളോട് ഇൻഷാ അല്ലാഹ് അങ്ങനെ പ്രസംഗിക്കും. കുറേ ഒക്കെ നമ്മളുടെ ഒരു ഇബാദത്തേറ്റ് നിങ്ങളവിടെ ഇരിക്കുന്നു. വിമാനത്തിൽ കയറുന്നതിൻ്റെ മുമ്പായിട്ട് ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടും. അപ്പോൾ ഒരു യാത്രയാണല്ലോ, നമ്മൾ ആ ഉറക്കവും കാര്യത്തിനൊക്കെ കുറച്ചൊക്കെ ഒരു സമയത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കണം. അതെന്താ? ഒരു തുണിയും ഒരു മുണ്ടും, അത് മാത്രമേ ഉള്ളൂ. നമ്മളെ പിന്നെ ഒന്നുമില്ല. പിന്നെ ഇഹ്റാമിൻ്റെ ഒരു വസ്ത്രത്തിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു തുണി ഉടുക്കുക, ഷെഡിയും ബനിയാനും ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുക. ട്രൗസറും ഷെഡിയൊക്കെ ഒഴിവാക്കുക. ഒരു തുണി, ഒരു മുണ്ട് മേലെ പുതക്കുകയും ചെയ്യുക. അത്രയേ ഉള്ളൂ. ആണുങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ല. സ്ത്രീകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ പർദ്ദ ധരിക്കുന്ന സ്ത്രീകളിൽ പലപ്പോഴും കാണുന്നത് ലൂസായിരിക്കും ഈ കൈ. അപ്പോൾ ഇതിങ്ങനെയാണ് കൈ പ്രാർത്ഥിക്കാൻ വേണ്ടിയൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പൊക്കുമ്പോൾ ഇതിങ്ങനെയാണ് ചാടും. അതുണ്ടാവരുത്. അതിന് നിങ്ങൾ ഒന്നുകിൽ ഉള്ളിൽ നല്ല ടൈറ്റായിട്ടുള്ള കൈ വരെ മുൻകൈ വരെ എത്തുന്ന കുപ്പായിടുക, അല്ലെങ്കിൽ ഈ ലൂസുള്ള പർദ്ദ ഒരു ബട്ടൺ ഇട്ട് അവിടെ ഫിറ്റ് ചെയ്യുക. അതല്ലാതിരുന്നാൽ ബുദ്ധിമുട്ടാണ്. വേറെ നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു വസ്ത്രമില്ല. നമുക്ക് ഷൂ ധരിക്കാൻ പാടില്ല. ഞാനിട്ട ഈ പോലെയുള്ള ഷൂ ധരിക്കാൻ പാടില്ല. എന്നാൽ ചെരുപ്പ്, ഏത് തരത്തിലുള്ള ചെരുപ്പ് നിങ്ങൾക്ക് ധരിക്കാം. പിന്നെ ഒരു തുണിയും ഒരു മുണ്ടും. ബെൽറ്റൊക്കെ നമ്മളെ മലപ്പുറം ബെൽറ്റൊക്കെ ധരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അയിമ തുന്നുണ്ടാകുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ വസ്ത്രം പോലെ ചുറ്റി തുന്നരുത്. അതാണ് വസ്ത്രം. ഈ വേഷമല്ല ഇഹ്റാമിൽ നമ്മൾ തുടങ്ങേണ്ട വേഷം. അത് പിന്നീട് ചെയ്യേണ്ടതാണ്. ഇഹ്റാമിൽ നമ്മൾ ഒരു പൊത മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മാത്രമേ ഉണ്ടാവൂ. അവിടെയൊക്കെ ആളുകൾക്ക് കൺഫ്യൂഷനാണ്. ഇവിടെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഈ ഇൽത്തിബായ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ഇഹ്റാമിൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞ് അങ്ങനെ മാത്രം ചെയ്താൽ ഇത് പിന്നീട് ചെയ്യേണ്ട കാര്യം. അത് പിന്നീട് നമുക്ക് ഞാൻ പറയാതെ അപ്പം ചെയ്താൽ. ഇപ്പം അതേ പാടുള്ളൂ. കാരണം ഭൂരിപക്ഷ ആളുകൾക്ക് ഇതൊന്നും അറിയില്ല. ഇവിടെ തന്നെ ഇങ്ങനെ ഇട്ടില്ല, ലബൈക്ക് എന്ന് പറഞ്ഞ് ചൊല്ലിപ്പോകും. അത് വേണ്ട. വിമാനത്തിൽ കയറുന്നതിന് മുമ്പ്, കാരണം വിമാനത്തിൽ നിന്ന് നിങ്ങൾ അവിടെ ഇറങ്ങുന്നതിൻ്റെ അരമണിക്കൂർ, ജിദ്ദയിൽ ഇറങ്ങുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പാണ് നിങ്ങൾ ഇഹ്റാമിൽ കടക്കേണ്ടത്. ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കൽ നേരത്തെ ചെയ്യുന്നത് എന്തിനാ? 5.5 മണിക്കൂർ നേരത്തെ യാത്ര ഉണ്ട്. ആ 5.5 മണിക്കൂർ വിമാനത്തിൽ നിന്ന് നമ്മളെ കുപ്പായും ഷെഡിയും ബനിയനൊക്കെ കഴിച്ചിട്ട് നമുക്ക് തുണി എടുക്കാനൊന്നും വിമാനത്തിൽ നിന്ന് കഴിയില്ല. അത് ഇതുപോലത്തെ ഒരു സൗകര്യം വിമാനത്തിലുണ്ടാവുള്ളൂ. അങ്ങനെ അത്ര അടുത്താണ് വിമാനത്തിൽ നമ്മൾ ഇരിക്കല്. അപ്പോൾ ഈ സൗകര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുന്നത്. എന്നാൽ ഇഹ്റാം ചെയ്യേണ്ടത് 5.5 മണിക്കൂർ യാത്രയിൽ 5 മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ട് അരമണിക്കൂർ മുമ്പാണ്. അപ്പോഴാണ് തെൽബിയത്ത് തുടങ്ങേണ്ടത്. പലപ്പോഴും ഇവിടെ തന്നെ തെൽബിയത്ത് ചൊല്ലി അങ്ങനെ വിമാനത്തിൽ തെൽബിയത്തും ചൊല്ലി അങ്ങനെ കയറി വിമാനത്തിലെത്തി ഒന്ന് വിശ്രമിച്ച് ഒരു ഉറക്കം വരുമ്പോൾ തെൽബിയത്തും കഴിഞ്ഞു. പിന്നെ ജിദ്ദയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തെൽബിയത്തിൻ്റെ എപ്പോഴേന്ന് പോയി തുടങ്ങണ്ടേ? ഞാൻ അവിടുന്ന് തുടങ്ങിയല്ലോ, അവിടുന്ന് അല്ല തുടങ്ങേണ്ട സമയം നിങ്ങൾക്ക് ഞാൻ പറയും. അപ്പോൾ തുടങ്ങിയാൽ മതി. അതാണ് നബി പഠിപ്പിച്ചത്. അപ്പോൾ നമ്മൾ വിമാനത്തിൽ ഈ വസ്ത്രം ധരിച്ച് നമ്മൾ കയറുന്നു. വിമാനത്തിൽ കയറി യാത്രയിൽ ഭക്ഷണം കിട്ടും, വെള്ളം കിട്ടും, ഒക്കെ കുടിച്ചോളി.
വിമാനത്തിലുള്ളതൊക്കെ ഇങ്ങനെ കണ്ട് ടൂറിസ്റ്റുകളായി തമാശയും പറഞ്ഞിരിക്കരുത്. പ്രാർത്ഥനയും ദിക്റും, യാത്രക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം പുണ്യമുണ്ട്. അവങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ചും ഹജ്ജിനും ഉംറയും മഖബൂലായി ചെയ്യാനുള്ള പ്രാർത്ഥനയോടുകൂടി നിങ്ങളങ്ങനെ യാത്ര പോയി അരമണിക്കൂർ മുമ്പ് വിമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടും, നിങ്ങൾ തെൽബിയത്ത് ചെല്ലാൻ വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കണം. ആ അറിയിപ്പ് കിട്ടുമ്പോൾ, അത് ഹജ്ജ് ഫ്ലൈറ്റിലൊക്കെ അറിയിപ്പുണ്ടാവും, ഇഹ്റാമിൽ പ്രവേശിക്കണം എന്ന് നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടുമ്പോൾ നിങ്ങൾ ഇഹ്റാമിലേക്ക് കടക്കണം. ആദ്യം നമ്മൾ ഉംറയാണ് ചെയ്യുക. മക്കത്ത് ദുൽഹജ്ജ് 8-നാണ് ഹജ്ജ് തുടങ്ങുന്നത്. അതിന് മുമ്പ് ഒരു 10 ദിവസം 15 ദിവസം മുമ്പ് നിങ്ങളവിടെ എത്തും. അപ്പോൾ ആദ്യം നമ്മൾ ഉംറയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ അറിയിപ്പ് കിട്ടുമ്പോൾ നമ്മൾ ആ വസ്ത്രമൊക്കെ, പുറച്ചിരുന്ന വസ്ത്രം ശരിക്കൊന്ന് ശരിയാക്കി എടുത്തിട്ട് ഇങ്ങോട്ട് ചെയ്യണ്ട, അതൊക്കെ ഒന്ന് തലയിൽ നിന്നൊക്കെ വസ്ത്രം ഒഴിവാക്കണം ആണുങ്ങൾ. പെണ്ണുങ്ങൾക്കത് വേണ്ട, നിങ്ങൾ ഇതേമാതിരി തന്നെ മതി. നമ്മൾ ഒന്ന് ഉണർന്നിരുന്ന് ഒന്ന് റാഹത്തായിട്ടൊന്ന് ഫ്രഷായിട്ട് ഇബാദത്തിലാണ് കടക്കാൻ പോവുകയാണ്. ഇബാദത്തിൽ കടക്കുമ്പോൾ ഇത് ചൊല്ലിക്കൊണ്ടാണ് ഇബാദത്തിൽ കടക്കുക. അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ, അള്ളാഹുവേ ഉംറയ്ക്ക് വേണ്ടി, അതായത് തവാഫും സഅയും മാത്രമാണ് ഉംറ എന്ന് പറയുന്നത്. അത് ഹജ്ജ് കാലത്തും ഏത് മാസവും ചെയ്യാം. മറ്റത് ഹജ്ജ് മാസത്തിൽ ദുൽഹജ്ജിലെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ ആദ്യം ഉംറ ചെയ്തു വെക്കും. ആ ഉംറയ്ക്ക് വേണ്ടി എന്റെ വിളി കേട്ട് ഞാനിത് വരുന്നു, അതാ ലബ്ബൈക. ഈ ലബ്ബൈക 4000 കൊല്ലം മുമ്പ് ഇബ്രാഹിം നബി വിളിച്ചു. എന്നിട്ട് എല്ലാ അമ്പിയാക്കന്മാരും ഏറ്റുചൊല്ലി, ലോകത്തുള്ള ഭാഗ്യവാന്മാരൊക്കെ ഏറ്റുചൊല്ലിയ ആ ലബ്ബൈക റബ്ബേ, ഞാനിതാ നിന്നെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, നിന്റെ അടുക്കലേക്ക് മാത്രം, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രം, ഏകനായ റബ്ബേ ഞാൻ നിന്റെ അടുക്കലേക്ക് ഇതാ വരുന്നു. അതാണ് ആ തൗഹീദ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ. ഇത് നിങ്ങളൊക്കെ ചെല്ലണം. ആണുങ്ങൾ അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ എന്ന് ആണുങ്ങൾ അടുത്തുള്ളവരൊക്കെ കേൾക്കെ നിങ്ങൾ ചെല്ലണം. നിങ്ങളുടെ ചുണ്ടുമ മാത്രം ചെല്ലിയാൽ പോരാ, നിങ്ങളെങ്കിലും കേൾക്കെ അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ, നിങ്ങളെങ്കിലും കേൾക്കണം. നമ്മൾ കുറച്ച് ഉച്ചത്തിൽ ഒരു മുഴക്കത്തോടു കൂടി അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ, ഇതോടുകൂടി നമ്മൾ ഉംറയുടെ നിബന്ധനയിലേക്ക് കടന്നു. ഇനി നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ തലയിൽ മുണ്ടിടാൻ പാടില്ല. ആണുങ്ങൾ തലയിൽ മുണ്ടിടാൻ പാടില്ല. ഭാര്യ ഭർത്താവൊക്കെ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ അടുത്തടുത്ത് ഇരിക്കുന്നവരാവുമല്ലോ. അവർ അടുത്തടുത്ത് ഭാര്യയും ഭർത്താവും ചെറുപ്പക്കാരായ ആളുകൾ ഇരിക്കുമുണ്ടാവുന്ന ആ ഒരു ശരീരം പരസ്പരം സ്പർശിക്കുകയും തൊടുകയും ആ ഒരു കളിയും തമാശയും തോളിൽ കൈവെക്കുകയും ചെയ്യുന്ന അതുണ്ടാവാൻ പാടില്ല. അവന്റെ കാലിൽ കൈവെക്കുന്നു, അതൊക്കെ ഒരു ആണും നമുക്ക് ഹലാലായി അല്ലാഹു തആല അനുവദിച്ചതാണ്. ആ ഒരു സുഖം, ഭാര്യാഭർത്തർ ബന്ധം, രഹസ്യമായിട്ടും പരസ്യമായിട്ടുമുള്ള ബന്ധം. അവളെ തോളിൽ കൈവച്ച്, ഇവന്റെ തോളിൽ കൈവച്ച്, അവളെ കൈ പിടിച്ച് അങ്ങനെ പോകുന്ന ഒരു രീതി ഉണ്ടാവരുത്. അത് നമ്മൾ വേറെ തന്നെ. പിന്നെ നമ്മൾ അത് മാത്രമേ നമുക്കുള്ളൂ. പിന്നെ വേട്ടയാടാൻ പാടില്ല, സുഗന്ധം പുരട്ടാൻ പാടില്ല. സുഗന്ധം നമ്മളല്ലെങ്കിലും കുളിച്ച് കഴിഞ്ഞിട്ടൊന്ന് സുഗന്ധം പുരട്ടല്ലാതെ ആണുങ്ങൾ സുഗന്ധത്തിന്റെ അവിടെ സന്ദർഭമില്ല. പിന്നെ നമ്മൾ ഇഹ്റാമിൽ അങ്ങനെ മുടിയൊന്നും കൽപ്പിച്ചു കൂട്ടി, ചില ആളുകൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്, അങ്ങനെ ആക്കും വെറുതെ ഇങ്ങനെ പറിച്ചിടും. അത് ചെയ്യാൻ പാടില്ല. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ശരി, നമ്മൾ അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തെന്ന് കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിന്റെ തെൽബിയത്തിലേക്ക് കടക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ വിളി കേട്ടുകൊണ്ട് ലബ്ബൈക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. ഇതിനി കഅബത്തിന്റെ, നിങ്ങൾ ജിദ്ദയിൽ ഇറങ്ങി പിന്നെ മക്കത്തേക്ക് യാത്ര എത്തി, മക്കയിൽ നിന്ന് നിങ്ങളെ റൂമിൽ കയറി വെട്ടിമാണ്ടൊക്കെ വെച്ച് ഒളുവെടുത്ത് റൂമിൽ നിന്ന് ഇങ്ങനെ അസീസിയിലൊക്കെ ആയിരിക്കും. അവിടുന്ന് ബസ് കയറി കഅബത്തിന്റെ അടുക്കലേക്ക് വന്നു, കഅബയുടെ ഉള്ളിൽ കയറി, പള്ളിന്റെ ഉള്ളിൽ കയറി തവാഫ് ചെയ്യുന്ന മുറ്റത്തെത്തുവോളം ഇത് ചൊല്ലിക്കൊണ്ടിരിക്കണം. അവിടെ അങ്ങോട്ടൊക്കെ നാസറെ, മാമുട്ടിയെ, ഫാത്തിമ, ജമീല, ഇങ്ങോട്ട് വാ, ആ യാതി വച്ചുപുളിയല്ല, പ്രാർത്ഥനകൾ മാത്രം. നോക്കൂ, നമ്മളൊന്ന് ചെല്ല, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക
ഇതാണ് കണ്ടില്ലങ്ങള്. ഞങ്ങളിതാ വരുന്നത്, പടച്ചോ വിളിച്ചിട്ട് അള്ളാഹിന്റെ വീട്ടിലേക്ക് വരിക. ഇതാ വരണല്ല അള്ളാഹു ഇതേ വരുന്നു, അള്ളാഹ് വരുന്നു, ഇതാ വരുന്നുണ്ട്, ഞങ്ങളിവിടെ എത്തുന്നുണ്ട്, നിനക്കൊരു പങ്കുകാരുമില്ല, ഞങ്ങൾ എവിടേക്കും തിരിയുന്നില്ല, ആരോടും ചോദിക്കുന്നില്ല, നീ മാത്രമാണ് മനസ്സിൽ, നിനക്ക് ഒരു പങ്കുകാരുമില്ല. ലബ്ബൈക്ക്, ഞങ്ങളിതാ നിന്റെ അടുക്കലേക്ക് ഇതാ വരുന്നു റബ്ബേ. എല്ലാ സ്തുതിയും അനുഗ്രഹങ്ങളും നിന്റേത് മാത്രമാണ്, നീ തന്നത് കൊണ്ടാണ് നീ ഞങ്ങളിവിടെ എത്തുന്നത്. അധികാരവും നിന്റെ അടുക്കലാണ് അള്ളാഹ്. നിന്നെ വിട്ട് ഞങ്ങൾ ആരോടും ഇനി പ്രാർത്ഥിക്കുന്നില്ല, ആരിലേക്കും പ്രതീക്ഷ അർപ്പിക്കുന്നില്ല, ആരും പങ്കുകാരും നിനക്കില്ല, നീ മാത്രം ഞങ്ങളിത് വരുന്നു പഠിച്ചോനെ. ആ ലബ്ബൈക്കിന്റെ ഒരു വലിപ്പം ചെറിയതൊന്നുമല്ല സഹോദരങ്ങളെ. അമ്പിയാക്കന്മാര് മുഴുവനും ചൊല്ലിയ ലബ്ബൈക്ക, അതാണ് തൗഹീദ്. ആ ലബ്ബൈക്കയും ചൊല്ലി നമ്മൾ വിമാനം ഇറങ്ങുന്നു. ഞാൻ കൂടുതലൊന്നും ആ വിഷയം ഉണ്ടാകും. വിമാനം ഇറങ്ങുമ്പോൾ അതിൻ്റെ രൂപത്തിൽ നിങ്ങൾ ഇറങ്ങുന്നു, നിങ്ങളെ കൊണ്ടുപോയിട്ട് വരി നിർത്തുന്നു, നിങ്ങളെ കടലാസുകളൊക്കെ പരിശോധിക്കുന്നു. ചിലപ്പോൾ 2, 3, 4 മണിക്കൂറുകളൊക്കെ നിൽക്കേണ്ടി വരും. ആരും പ്രാഗി പറയുകയും ബഹളവും കച്ചറയൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അവിടെയൊക്കെ പലപ്പോഴും ഞാനല്ലേ ഇവിടെ ആദ്യം നിന്നത്, പിന്നെ എന്തിനാ അങ്ങോട്ടൊന്നും അങ്ങനെ തർക്കിക്കാനൊന്നും പാടില്ല. ഉള്ള മാതിരി എല്ലാവരും ഏതെങ്കിലും എത്തും. നമ്മളിങ്ങനെ സുഖമായി പോവുക. ഇങ്ങനെ നമ്മളെ ബാഗും ഇതൊക്കെ അപ്പുറത്ത് ചെന്നാൽ കിട്ടും. കടലാസൊക്കെ പരിശോധിച്ച് ശരീരമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മളെ ബാഗുമൊക്കെ കിട്ടും. അതെടുക്കുന്നു, അത് അവർ തന്നെ കൊണ്ടുപോയി ട്രോളിയിലാക്കിയിട്ട് ഒരു വണ്ടി കയറ്റും. എന്നിട്ട് നമ്മളെ ബസ്സിൽ കയറ്റും. അവരെന്നെ വെച്ചു നിങ്ങളവിടെ അങ്ങനെ നിന്ന് കൊടുത്താൽ മതി, തെൽബിയത്തും ചൊല്ലിയിട്ട്. അവരെല്ലാ ഹിദ്മത്തും അവർ ചെയ്തിടും. അവിടെ ചെന്ന് എന്നിട്ട് ബസ് കയറി ഇരുന്ന് നിങ്ങൾ ഓരോരോ സീറ്റിലും ഇരുന്ന്. ഇവിടെ ഞാൻ ആദ്യം ഇവിടെ ഇരുന്നത്, പിന്നെ എങ്ങനെ ഇവിടെ ഇരുന്നു എന്നൊന്നും പറയണ്ട, തർക്കം ഒരിക്കലും വേണ്ട. കാരണം അള്ളാഹു ഹജ്ജ് ഫർളാക്കിയിരുന്നാൽ ഒരു വേണ്ടാത്തരങ്ങളോ ഒരു ചീത്ത പ്രവൃത്തിയോ വാക്കുകളോ അല്ലെങ്കിൽ ഒരു തർക്കം പോലും പാടില്ല. ഞാൻ ഇവിടെ ഇരുന്നിരുന്നു, ഞാൻ നീച്ചിട്ട് എൻ്റെ ബാഗ് എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോഴേക്ക് വേറൊരാൾ വന്നിരുന്നു, ഞാനല്ല ഇവിടെ ഇരുന്ന്, അല്ലല്ല ഞാനാണെന്ന് പറഞ്ഞ് തർക്കിക്കൊന്നും വേണം. ഞാൻ എന്നാ അപ്പുറത്ത് പോയിരുന്നില്ല, കുറച്ച് നേരമല്ലേ, ആരോടും തർക്കിക്കണ്ട. നമ്മൾ ആ പ്രാർത്ഥനയോടുകൂടി ആ ബസ്സിൽ കയറി ഇരിക്കുന്നു. 2 മണിക്കൂറോളം യാത്ര ചെയ്താലേ മക്കത്തെത്തും. തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് അവിടെ ടൂറിസ്റ്റുകളെ പോലെ. അത് കണ്ട വിമാനം അവിടെതാ, അത് ആഫ്രിക്കക്കാരുടേതാ, വേറെ ബസ്സതാ. എത്ര ബസ്സാണ്, എന്തൊരു റോഡാണ്. നമ്മളെ റോഡൊക്കെ എന്താ, ഇവിടത്തൊക്കെ റോഡ് കണ്ടാൽ അതൊന്നും നിങ്ങൾ പറയരുത്. ദിക്ർ തക്ബീർ ഈ തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് നമ്മളങ്ങനെ മക്കയിലെത്തുന്നു. നിങ്ങളെ റൂമിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തി ബാഗൊക്കെ എടുത്ത് അവരെന്നെ എടുത്ത് നിങ്ങൾക്ക് നിശ്ചയിച്ച റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ആക്കിത്തരും. അവിടെയൊക്കെ ചെന്ന് ഒന്ന് വിശ്രമിച്ച് വെള്ളമൊക്കെ കുടിച്ച്, ഇറാമിലാണ് തെൽബിയത്തിലാണ്, വല്ല വെള്ളമോ മറ്റോ ഒക്കെ കുടിക്കണം. ഒന്ന് വിശ്രമിക്കണമെങ്കിൽ വിശ്രമിച്ചോ. വല്യപ്പാരും വല്യമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉറങ്ങിക്കോട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് ആ സാവകാശത്തിൽ മതി. ഒതു എടുക്കണം. ആകെ ഹജ്ജിന്റെ കർമ്മത്തിലും ഉംറന്റെ കർമ്മത്തിലും ഒതു നിർബന്ധമുള്ള ഒറ്റ ഒരു കർമ്മേ ഉള്ളൂ. അതേതാ? ഒതു എടുക്കുക, തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട്. അസീസിയിലൊക്കെ ആണെങ്കിൽ 1, 2 ബസ് കയറിയാലേ എത്തുള്ളൂ. പ്രശ്നമാക്കണ്ട. അത് കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ട് വേണ്ടിയാണ്. കുറച്ചൊക്കെ നമ്മൾ ഏതായാലും വീട്ടിലിരിക്കേണ്ട മാതിരിയുള്ളൊരു സുഖം കിട്ടൂല. അപ്പൊ നമ്മൾ അങ്ങാടിയിൽ ഒന്നാലൊരു സുഖം കിട്ടൂല്ലോ, വീട്ടിലിരിക്കേണ്ട സുഖം കിട്ടൂല. അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ശരി, നിങ്ങൾ ഹറമിലേക്ക് ഇങ്ങനെ നടന്നു വരുന്നു. പിന്നെ ഹറമിൻ്റെ അവിടെ ബസ് ഇറങ്ങി നടന്ന് തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് കഅബയുടെ മുറ്റത്ത് കൂടി കയറി പള്ളിൻ്റെ ഉള്ളിൽ കടക്കുന്നു. കഅബയുടെ ആ ഒരു പള്ളിയുടെ ഒരു സ്വഭാവം, ചുറ്റുഭാഗത്തും പള്ളിയും, നടുവിൽ ഒരു മുറ്റം. പള്ളിയിൽ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി മുറ്റത്തെത്തുന്നു. അവിടെയാണ് കഅബ. ഇതാണ് ഈ അതിൻ്റെ ഒരു സംവിധാനം. അപ്പൊ നമ്മൾ അല്ലാഹു മഫ്തഹലി ബിസ്മില്ലാഹി അല്ലാഹു മഫ്തഹലി അബ്വാബ റഹ്മതിക പള്ളിയിൽ കിടക്കുമ്പോഴുള്ള ദുആ. അത് എപ്പം നമ്മുടെ നാട്ടിലെ പള്ളിയിൽ കിടക്കുകയാണെങ്കിലും ദുആ ചൊല്ലിക്കൊണ്ട് നമ്മൾ പള്ളിയിലേക്ക് വലതുകാലെടുത്ത് വെച്ച് കിടക്കുന്നു. ചെരുപ്പൊക്കെ എടുത്തിട്ട് ഒരു കവറിലൊക്കെ ഇട്ട് സൂക്ഷിച്ചാൽ മതി. തൊക്കിൽ വെച്ചാൽ മതി, എവിടെയും വെക്കാൻ പറ്റൂല. തൊക്കിൽ വെച്ചോ, അല്ലെങ്കിൽ ഒരു കവറ് സഞ്ചി ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചെരുപ്പൊക്കെ വൃത്തിയാക്കി വെച്ച് അതിലിട്ടിട്ട് നമ്മൾ പള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്ന് നമ്മൾ നിസ്കരിക്കണ്ട. ഫസ്റ്റിൽ ചെല്ലുമ്പോൾ നിങ്ങൾ നിസ്കരിക്കുന്ന പ്രശ്നമില്ല, തയ്യത്തില്ല. ഫസ്റ്റിൽ ചെല്ലുമ്പോൾ പള്ളിയിൽ കൂടി അങ്ങനെയാണ് കടന്നുണ്ട്. ചുറ്റുഭാഗത്തും പള്ളിയാണ്. ആ പള്ളിയിൽ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയാൽ മുറ്റമാണ്. ആ മുറ്റത്തെത്തുവോളം കുറേ ആളുകൾ
തവാഫ് കഴിഞ്ഞ് മടങ്ങേണ്ടവരുണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിലും പിന്നിലും കൂട്ടുണ്ടാവും. കഅബയിൽ അവിടെ പള്ളിയിലിരുന്ന് ഓതേണ്ടവരുണ്ടാവും, ഉറങ്ങുന്നവരുണ്ടാവും, ദുആ ചെയ്യുന്നവരുണ്ടാവും, നിസ്കരിക്കുന്നവരുണ്ടാവും. അതല്ല നമ്മുടെ ചിന്ത. നമ്മൾ ലബ്ബൈക്ക അള്ളാഹിൻ്റെ അടുക്ക് കണ്ട് വരികയാണ്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. ഈ മുറ്റത്തെത്തിക്കഴിഞ്ഞാൽ നമ്മൾ നിന്ന് ഈ മുണ്ട്, നമ്മൾ തെൽബിയത്തിൻ്റെ ചെയ്ത മുണ്ട്, നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചെന്ന പോലെ ഈ പുതച്ച മുണ്ട് വലത്തേ കൈ ആണുങ്ങൾ മാത്രമാണ് ഈ പറയുന്നത്, പെണ്ണുങ്ങൾക്കൊന്നുമില്ല. പുതച്ച മുണ്ട് ഇതുപോലെ ഇടണം. അതാണ്, ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഈ കൈ ഫ്രീ ആവുക എന്നുള്ളത് മാത്രമേ. ഈ കൈയൊന്ന് ഫ്രീ ആണ്, വലത്തേ കൈ. പുതച്ച മുണ്ട് നമ്മൾ കൃത്യമായി, അതാണ് ഇൽത്തിബാഴ്, കക്ഷത്തിൽ കൂടി ഇടുക എന്നാണ് ആ പറഞ്ഞത്. മുണ്ട് ഇട്ടിട്ട് കഅബയുടെ മുറ്റത്ത് നമ്മൾ നിന്ന് തവാഫിന് ഒരുങ്ങുകയാണ്. കഅബയുടെ മുറ്റത്ത് നിന്നിട്ട് തവാഫിന് ഒരുങ്ങുകയാണ്. തവാഫ് ചെയ്യുന്നത് ഇതാണ് കഅബ. ചുറ്റുഭാഗത്തും വിശാലമായ മുറ്റമാണ്, അതിൻ്റെ ചുറ്റുഭാഗത്തും പള്ളിയാണ്. അപ്പൊ ഈ മുറ്റത്താണ് നമ്മൾ ഉള്ളത്. നമ്മൾ ഇറങ്ങുന്നത് ഇവിടെ. ഇതാണ് കഅബയുടെ ഹജറുൽ അസ്വദ് ഒക്കെ നിൽക്കുന്ന ഒരു കോർണർ. 4 മൂലയുള്ള കഅബയിൽ ഒരു ഭാഗത്താണ് ഹജറുൽ അസ്വദ്. ആ ഒരു കല്ലയ്മ കൂട്ടിപ്പടുത്ത ഒരു കല്ലാണ്. പണ്ട് ഇബ്രാഹിം നബി അവിടെ ചെന്നപ്പോൾ ആ മലയുടെ കുന്നിന്റെ മുകളിലുണ്ടായിരുന്ന ആ കല്ല്, ആ വെളുത്ത കല്ലാണ്. അതാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ കറുത്ത കല്ലായി മാറിയത്. ആ കല്ല് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹിന്റെ കൽപ്പന പ്രകാരം കഅബ പടുത്തപ്പോൾ അയ്മലുണ്ട്. കഅബയുടെ ഇന്നത്തെ കെട്ടിടം വളരെ ഗംഭീരമായി പടുത്ത മറ്റൊരു കെട്ടിടമാണ്. അന്നത്തതൊക്കെ അത് മാറ്റിപ്പെടുത്തു. അതിന് മേലെ ഒരു കില്ല, പട്ടിന്റെ, കറുത്ത പട്ടിന്റെ പുതപ്പ് അതിന്റെ മേലെ തൂക്കിയിട്ടുണ്ട്. അതും പുരാതനമായി കഅബയെ ആദരിച്ചുകൊണ്ട് ചെയ്തതാണ്. അപ്പൊ ഈ കല്ല് ഇവിടെ നിന്നാണ് നമ്മൾ, ഈ കല്ലിന്റെ നേരെയുള്ള ഇവിടെ നിന്നാണ് നമ്മൾ തവാഫ് തുടങ്ങേണ്ടത്. അപ്പൊ നമ്മൾ നേരെ ഇറങ്ങി വന്നത് ഈ കല്ലിന്റെ നേരത്താണെങ്കിൽ ഈ ഹജറുൽ അസ്വദിന്റെ ഇവിടെ നിന്നാണ് തുടങ്ങിയാൽ മതി. അതിൽ നമ്മൾ ആ വഴിക്ക് കൂടിയാണ് വന്നതെങ്കിൽ ഇതിലെങ്ങനെ വന്നിട്ട് നമ്മൾ ഇവിടെ എത്തണം. ആളുകൾ തവാഫ് ചെയ്യുന്നുകൊണ്ടേയിരിക്കും. ലക്ഷക്കണക്കിന് ആളുകൾ എപ്പോഴും തവാഫ് ചെയ്തുകൊണ്ടിരിക്കും, രാവും പകലും. അപ്പൊ നമ്മളിങ്ങനെ നടന്നിട്ട് ഈ മൂലയിൽ എത്തിക്കഴിഞ്ഞാൽ, ഇതൊരു മൂല, ഇത് രണ്ടാമത്തെ മൂല, ഇത് മൂന്നാമത്തത്, ഇത് നാലാമത്തെ, ഇതാണ് ഇപ്പൊ ഇതിന്റെ സ്വഭാവം. അപ്പൊ നമ്മൾ ഇവിടെ നിന്നിട്ട് ഹജറുൽ അസ്വദ് മുത്തിക്കൊണ്ടാണ് തവാഫ് ചെയ്യേണ്ടത് എന്ന് നബി പറഞ്ഞു. കഴിയുന്നവർ, നബിയുടെ കൂടെ വന്നവർക്കും എല്ലാവർക്കും കൂടി മുത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ മുത്താൻ പറ്റാത്തവരോട് നബി പറഞ്ഞു, ഒരു തൊട്ടിട്ട് ആ കയ്യൊന്ന് മുത്തിക്കാളി. നബിയെ തൊടാനും കൂടി കിട്ടിയില്ല. വടി ചെയ്യണ്ട കയ്യില്, ഒട്ടകത്തിന് തെളിക്കുന്ന വടിയൊക്കെ ഉണ്ടാവുമല്ലോ, എന്നാ വടിയോണ്ടൊന്ന് കൈമ തൊട്ടാളാ, എന്നിട്ടൊന്ന് മുത്തിക്കണം. അതിന് വടിയോണ്ട് തൊട്ടാനും കിട്ടിയില്ല. അത്രയും ആളാ അധികം. അപ്പൊ നബി ഞങ്ങൾ അങ്ങനെ അടങ്ങാറാവണ്ട. ആ ഹജറുൽ അസ്വദിനെ നേരെ നിന്നിട്ട് തവാഫ് തുടങ്ങുമ്പോ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ഇത് അറിയാത്ത ഒരാളും പെടുന്നില്ലോ. ബിസ്മില്ല അറിയാത്ത, അല്ലാഹു അക്ബർ അറിയാത്ത, അതെന്നാണ് തവാഫിന്റെ തുടക്കം. ഇനി കഅബ കാണുമ്പോൾ ഒരു പ്രത്യേകമായ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അത് നിർബന്ധമായും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയായി സഹിയായി പറഞ്ഞതൊന്നുമല്ല. അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വ തഅദീമൻ വ മഹാബത്തൻ വ അംന എന്നൊക്കെ പറഞ്ഞ പ്രാർത്ഥനകൾ, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൊല്ലിക്കോളി. നിർബന്ധമായും പഠിപ്പിച്ചതോ നബി പഠിപ്പിച്ചതൊന്നുമല്ല. നമ്മൾ തവാഫ് തുടങ്ങുകയാണ് പറഞ്ഞത്. മുന്നിട്ടു നമ്മൾ ഇവിടെ നിന്ന് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്നും പറഞ്ഞ് നടക്കാൻ തുടങ്ങുകയാണ്. ആ നടക്കാൻ തുടങ്ങാൻ നമ്മൾ അവിടെ അങ്ങനെ നിന്നിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിൽക്കാനൊന്നും നേരം കിട്ടൂല. ഒറ്റ നൃത്തം ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ഇപ്പോൾ ശ്രദ്ധിക്കണ്ട്, വലിയ ഉമ്മയൊക്കെ ഉണ്ടെങ്കിൽ കൈ പിടിക്കുക. ഇനി കൂട്ടത്തിൽ, നമ്മളെ കൂട്ടത്തിൽ ചെറുപ്പക്കാരായ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളെ കൂട്ടത്തിലുള്ള വലിയ മുതിർന്ന ആളുകളെ, കാരണവന്മാരെ കൈ പിടിക്കുക. കുട്ടികൾ, പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ വലിയമാരെ, താത്താരെ കൈ പിടിക്കുക. നമ്മൾ അങ്ങനെ തക്ബീർ ചൊല്ലിക്കൊണ്ട് തൽബിയത്ത് കഴിഞ്ഞു നമ്മൾ ദ്വാരക്കുകയാണ്. പ്രാർത്ഥന, ഇതിൽ ഖുർആൻ ഓതാം. തവാഫ് ഇങ്ങനെ ചെയ്യുമ്പോൾ 7 ചുറ്റില് ഒരുപാട് സമയമുണ്ടാവും. 1 മണിക്കൂറിലേറെ ഉണ്ടാവും. നിങ്ങൾക്ക് ഖുർആൻ ഓതാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹി, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ പോലെയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ഇഷ്ടമുള്ള സുബ്ഹാനല്ലാഹി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, അങ്ങനെ എന്ത് ദിക്റുകളും ചൊല്ലിക്കൊണ്ടാവാം. ഇന്നത് വേണം 1-ാം ചുറ്റില് 2-ാം ചുറ്റിലെന്ന് നബി പഠിപ്പിച്ചിട്ടില്ല. എന്ത് ദിക്റും ചൊല്ലാം. നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ട് നടന്ന് ഈ വഴിക്കൽ കൂടി, ഇത് കഅബയുടെ രൂപമാണ്. ഹിജർ ഇസ്മായിൽ, അവിടെ ചുമരില്ലാത്ത കഅബയാണ്. കുറച്ച് ഭാഗം ചുമരുണ്ട്, ബാക്കി ചുമരില്ലാത്ത കഅബയുടെ ഉൾഭാഗമാണ്. ഇതിൻ്റെയും പുറത്തുകൂടിയാണ് നമ്മളങ്ങനെ തവാഫ് ചുറ്റി ചുറ്റി ദിക്റും തസ്ബീഹും ചൊല്ലിക്കൊണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ ദിക്റും തസ്ബീഹും ചെല്ലുമ്പോൾ
നമുക്ക് ദുആ ചെയ്യണം. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ സലാത്ത് ചെല്ലണം. സലാത്ത് കൊണ്ട് ആരംഭിക്കണം ദുആ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അത്തഹിയ്യാത്തിൽ ഓതേണ്ട സലാത്ത് ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾ മലയാളത്തിൽ ചൊല്ലിക്കോളി. നിങ്ങൾക്ക് അറിയുന്ന വല്യമാക്ക് അറിയുന്ന ഭാഷയിൽ, വല്യപ്പാക്ക് അറിയുന്ന ഭാഷയിൽ ഭാര്യ ഭർത്താവും അവരവർക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെ പാപങ്ങൾ വൃത്തിതരാൻ, നമ്മളെ കുട്ടികൾക്കും മക്കൾക്കും, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതം, നമ്മളുടെ നന്മ, നമ്മുടെ രോഗം, നമ്മളെ കുട്ടികളുടെ പഠനം, കല്യാണം എല്ലാം നിങ്ങൾ തുറന്നോളി. മലയാളത്തിൽ തുറന്നോളി. ഇന്നത് വേണമെന്നില്ല. പിന്നെ കുറേ ദ്വാരിക്കുമ്പോൾ അതിനകത്ത് സമയം ഉണ്ടാവും. പിന്നെയും ദിക്റും തസ്ബീഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് പിന്നെയും കുറേ കഴിഞ്ഞിട്ട് ദുആ ചെയ്യുക. അങ്ങനെ ചുറ്റി വന്നിട്ട് ഈ ഒരു ഹജറുൽ അസ്വദിന്റെ ഇപ്പുറത്തുള്ള എത്തിയിട്ട് ഇവിടെ ആ മൂല തുടങ്ങി അതിലങ്ങനെ ചുറ്റി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇനി ഹജറുൽ അസ്വദിന്റെ അടുത്തേക്കാണ് നമുക്ക് ഇവിടെ നടക്കാനുള്ളത്. ഇത്രയും സ്ഥലത്ത് റുക്നുൽ യമാനി എന്നാണ് പറയാം. ഈ റുക്നുൽ യമാനി എന്നൊക്കെ പറയുന്നത് യമൻ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന മൂല, മറ്റത് ഷാമ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന മൂല, ഇറാഖ് ഭാഗത്തേക്കുള്ള മൂല. അതിൻ്റെ അപ്പുറം വേറൊന്നുമില്ല. മണ്ണാർക്കാട് റോഡ്, എടത്തനാട്ടുകര റോഡ് എന്ന് പറയുന്ന പോലെ ഇത് യമൻ ഭാഗം, അത് ഷാമ് ഭാഗം, ഇറാഖ് ഭാഗം. ആ മൂലക്ക് അന്നത്തെ പേര് അത്രയേ ഉള്ളൂ. ആ പേരിപ്പൊന്നും നിലനിൽക്കുന്നു എന്നാണ്. അപ്പൊ ഈ മൂലയുടെ അടുത്ത് ചുറ്റി എത്തുമ്പോൾ ഇവിടെ കൈബമ്മലൊന്ന് തൊടാൻ പറ്റുമെങ്കിൽ തൊടാം, ഒന്ന് കൈ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കാം. മുത്തണ്ട, അല്ലാഹു അക്ബർ ഒന്നും പറയണ്ട, അവിടെ ഒന്നും നമുക്ക് പറയാനില്ല. തൊടാൻ പറ്റുമെങ്കിൽ ഒന്ന് തൊട്ടോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടിയിരുന്നു. കാരണം നബി അവിടെയാണല്ലോ, കളിച്ച് വളർന്ന സ്ഥലമാണല്ലോ. അപ്പോൾ തൊട്ടു, അത് മാത്രം. അപ്പൊ സാബിമാരും കയ്യുണ്ടോലൊക്കെ തൊട്ടു. തൊടാത്തവരോട് പറഞ്ഞു നിങ്ങൾ തൊടുന്ന ആവശ്യമൊന്നും നിർബന്ധമൊന്നുമില്ല, പറ്റുമെങ്കിൽ തൊട്ടോളി. തൊട്ടു. പക്ഷെ ഇവിടെ മുതൽ ഇവിടെ വരെ നമ്മളൊരു ചുറ്റി എത്തണമെങ്കിൽ ഇവിടെ എത്തണമല്ലോ. ഇവിടെ എത്തുന്നത് വരെ മറ്റു ദിക്റുകളൊന്നുമില്ല, ഒറ്റ പ്രാർത്ഥന മാത്രം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാർത്ഥിച്ച പ്രാർത്ഥന. പടച്ചോനെ, ദുനിയാവിലുള്ള എല്ലാ നന്മയും ആഖിറത്തിലുള്ള എല്ലാ നന്മയും ഞങ്ങൾക്ക് നീ തരണം, പിന്നെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും വേണം. ഇതിനപ്പുറം നമുക്ക് എന്താ പടച്ചോനോട് പറയാനുള്ളത്? അപ്പോൾ ഈ പ്രാർത്ഥനയെ ഈ മൂല മുതൽ റുക്നുൽ യമാനി മുതൽ അവിടെ വരെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇതാണ് ഒരു ചുറ്റ് തവാഫ്. ഈ തവാഫിന്റെ ഇടയിൽ നിങ്ങൾക്ക് പലരും വലിയ ഓരോ ഗ്രൂപ്പുകൾ വന്നിട്ട് ചൊല്ലിക്കൊടുക്കുന്നത് കേൾക്കുക, നമ്മളൊന്നും കേൾക്കാത്ത പ്രാർത്ഥനകൾ. അതിങ്ങനെ ആണും പെണ്ണും ഉച്ചത്തിൽ അങ്ങനെ ഏറ്റ് പറയുക, ചിലർ ഫോട്ടോ എടുക്കുക, ആകെ ബഹളമയമായിരിക്കും. അതിലൊന്നും നമ്മൾ ശ്രദ്ധിക്കരുത്. നമ്മൾ താഴേക്ക് നോക്കി കയ്യും തൂക്കിയിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ട് പോവുക. നമ്മളെ കൂട്ടത്തിലുള്ളവരും. അതിനാണ് നമ്മൾ ഈ ക്ലാസ് പഠിക്കുന്നത്. നമ്മൾ വേറെയുള്ളവരെ നോക്കലാക്ക, പിന്നെ നമുക്ക് കാണാം. പ്രാർത്ഥിച്ചു കൊണ്ട് പോയിട്ട് ഈ റബ്ബന ആതിന ഇവിടെ ഒരു ചുറ്റുവിടെ എത്തുമ്പോൾ ഹജറുൽ അസ്വദിന്റെ നിരപ്പുകൾ ചെല്ലുമ്പോഴൊന്നും ഒരിക്കലും മുത്താൻ മെനക്കാടരുത്. അത് ഭയങ്കര തിരക്കുള്ള സമയമാണ്. അപ്പൊ നിന്നിട്ട് അല്ലാഹു അക്ബർ, ആണും പെണ്ണൊക്കെ കൈ ഉയർത്തി അല്ലാഹു അക്ബർ കഴിഞ്ഞ് വീണ്ടും നടക്കുന്നു. വീണ്ടും അങ്ങനെ ചുറ്റി ഇവിടെ എത്തുമ്പോൾ റബ്ബന ആതിന, ഇവിടെ അല്ലാഹു അക്ബർ, വീണ്ടും നടക്കുന്നു 7 വട്ടം. ഒരു 10, 20, 25 മിനിറ്റ് കൊണ്ട് ചുറ്റിക്കറങ്ങാനേ ഉള്ളൂ. പക്ഷേ 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ എടുക്കും. നിങ്ങൾ ചെല്ലുമ്പോൾ തിരക്കുള്ള സമയമായിരിക്കും. അപ്പം ഈ തവാഫ് 7 വട്ടം ചുറ്റിക്കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ തവാഫ് കഴിഞ്ഞു. ഈ തവാഫിൽ നിങ്ങൾ ആണുങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യത്തെ 3 ചുറ്റ് നിങ്ങൾ നടക്കുമ്പോൾ റംല് നടക്കണം എന്നാണ് പറയുന്നത്. റംല് എന്ന് പറഞ്ഞാൽ അരിച്ചരിച്ച് നടക്കണം എന്നാണ്. അതാണ് ഇതെങ്ങനെയാണ് നടക്കേണ്ടത്. കാലുകൾ അടുപ്പിച്ച് വെച്ചുകൊണ്ടുള്ള നടത്തം, ഇതാണ് റംല് നടത്തം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ആദ്യത്തെ 3 ചുറ്റ് നടന്നത്. മദീനത്തിൽ നിന്ന് നേരെ വന്നതല്ലേ. നമ്മളെ മാതിരി AC വണ്ടിയിലൊന്നും വന്നതല്ല, മരുഭൂമി കൂടി വന്നതല്ല. ജട പിടിച്ച് കഷ്ടപ്പെട്ട് ക്ഷീണിച്ച് അവസരമായി തവാഫിന്റെ അവിടെ എത്തിയപ്പോൾ ഒരു മുത്തലും പിന്നെ നബി ഇങ്ങനെ കുലുങ്ങിയിട്ട്, നബി 63-ാമത്തെ വയസ്സാണ്. ആ കുലുങ്ങി നബി ഇങ്ങനെ നടന്നപ്പോൾ എല്ലാ ക്ഷീണും സഹാബിമാരെന്നാണ് മാറി. ഇനിയിപ്പോൾ നമ്മളെന്താ നോക്കിക്കണെന്ന് പറഞ്ഞ് അവരും കുലുങ്ങി. ആകെ കൂടി ഒരു ഇളക്കം, മനസ്സിനും ശരീരത്തിനും ഒരു ഇളക്കം കിട്ടിയ റംല് നടത്തം. സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ നടക്കണ്ട, ഞങ്ങളിങ്ങനെ കുലുങ്ങിക്കോളാം.
എല്ലാവരും എന്താണ് കുലുങ്ങിയപ്പോൾ അവരുടെ മനസ്സും കുലുങ്ങിപ്പോയി. അതായിരിക്കും അള്ളാഹു തആല നിശ്ചയിച്ചത്. ആ റംല് നടത്തം 3 വട്ടം നടന്നിട്ട് പിന്നെ നമ്മൾ സാധാ സ്റ്റെപ്പ് വെച്ച് നടന്നാൽ മതി. 7 തവാഫ് ചെലുത്തി കഴിഞ്ഞു. നിങ്ങളെന്നെ പണ്ടായിരിക്കും 7 തവാഫ്. അതിൻ്റെ അടി കൂടി നിങ്ങൾ അവിടേക്കും ഇവിടേക്കും നോക്കിയാൽ ഒരിക്കലും ഈ തവാഫ് ശരിയാവില്ല. പ്രാർത്ഥിക്കാൻ എന്തൊക്കെയാണോ പ്രാർത്ഥിക്കാനുള്ളത് അതൊക്കെ 1000 വട്ടം ആവർത്തിച്ചാലും പ്രാർത്ഥിക്കാം. തവാഫ് കഴിഞ്ഞാൽ നിങ്ങൾ മക്കാം ഇബ്രാഹിം അതൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബ പടുക്കാൻ വേണ്ടി ഉയർത്തി വെച്ച ഒരു കല്ലാണ്. ആ കല്ല് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അതാവട്ടെ, നിങ്ങൾ അതൊക്കെ തന്നെ ഒഴിവായിക്കളെ, അന്ന് ആവശ്യമില്ല. പിന്നെ ഒന്നും വേണ്ട, നിങ്ങൾ അപ്പോൾ ഇവിടെ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാൻ നമസ്കരിക്കാൻ പറ്റൂല. 2 റക്അത്ത് നമസ്കരിക്കാൻ ഈ മുറ്റത്ത് ഇവിടെ ഓടെങ്കിലും ഇതിൻ്റെ പിന്നിൽ ഇവിടെ ഒന്നും സ്ഥലജങ്കേൻ്റെ അപ്പുറം പോയിട്ട് ആ പള്ളിൻ്റെ ഉള്ളിൽ നിസ്കരിച്ചാലും മതി. ചിലപ്പോൾ നല്ല തിരക്കാണെങ്കിൽ മുറ്റത്ത് സ്ഥലം ഉണ്ടാവില്ല. 2 റക്അത്ത് ആദ്യം ഫാത്തിഹ കഴിഞ്ഞിട്ട് കുൽ യാ അയ്യുഹൽ കാഫിറൂന, പിന്നെ 2ാം റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞിട്ട് കുൽ ഹുവല്ലാഹ്. 2 റക്അത്ത് വേഗം നമസ്കരിക്കാം. നീട്ടി നമസ്കരിക്കാനെന്നുള്ള ഒരു സാവകാശം ഉണ്ടാവില്ല. അത്രയും റഷ് വരും, തിരക്ക് വരും. 2 റക്അത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഉംറയുടെ സഅയിന് പോവുകയാണ്. സഫാ മർവന്റെ മലകൾക്കിടയിലേക്ക്. ആ മല അവിടെ കാണൂല. മലയും തിരഞ്ഞു നടക്കേണ്ട കാര്യമില്ല. അവിടെ ഒരു മല ഇപ്പം ഇല്ല, ഒക്കെ അപ്പുറത്താണ്. ആ മലയൊക്കെ ഇടിച്ചു പൊളിച്ച് സഫാ മല മുതൽ മർവാ മല വരെ ഇതുപോലെയുള്ള വിശാലമായ ഹാള് ആക്കി മാറ്റിയിട്ടുണ്ട്. കെട്ടിടമാണ് അത്. 1ാം നില, 2ാം നില, 3ാം നില, 4ാം നില. അപ്പൊ തവാഫിന്റെ തിരക്കിനനുസരിച്ച് നിങ്ങളുടെ ആ തവാഫ് അപ്പ അവസാനിപ്പിക്കുന്ന തവാഫിന്റെ കൂട്ടത്തിനെ 1ാം നിലയിലേക്കാണ് കൊണ്ടുപോയതെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകുക. അതവിടെ അവിടുത്തെ വളണ്ടിയർമാരും പോലീസും നിയന്ത്രിക്കും. ഇതിലെ പോയിക്കോളി. അപ്പൊ നിങ്ങൾ സഫൈൻ്റെ അവിടെ എത്തും. ചിലപ്പോൾ 2ാം നിലയിൽ 3ാം നിലയിലൊക്കെയാണ് എത്തല്. എവിടെ ഇരുന്നാലും സഫയുടെ അടുക്കെത്തി കഴിഞ്ഞാൽ നിങ്ങൾ മുണ്ടൊക്കെ പിന്നെ ഇങ്ങനത്തെ മുണ്ടൊക്കെ നമുക്ക് സാധാ പൊതിച്ചിടാം. സഫയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു ആയത്തുണ്ട്, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫയും മർവയും അള്ളാഹുവിന്റെ ചിഹ്നമാണ് എന്നൊരായത്തുണ്ട് ഖുർആൻ സൂറത്ത് ബഖറയിൽ. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. അതായത് ഈ മലമ പോയി മുത്താനല്ല, ഇത് അള്ളാഹുവിന്റെ ചിഹ്നമായി അള്ളാഹു തആല നിശ്ചയിച്ചതാണ്. അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ ഹാജറ റളിയല്ലാഹു അൻഹ കുട്ടിക്ക് വെള്ളത്തിന് വേണ്ടി ദാഹിച്ചപ്പോൾ ആരെങ്കിലും ഉണ്ടോ എന്ന് കയറി നോക്കിയ മലയാണ്. ആ മറുവയിലേക്ക് അങ്ങോട്ടും ഓടിച്ചെന്ന് കയറിയ മലയാണ്. ഇത് ചരിത്രത്തിന്റെ ഒരു ചിഹ്നം മാത്രമാണ്. നിങ്ങൾ ആ മലയുടെ കല്ലുമ്മലല്ല പുണ്യമുള്ളത്. പടച്ചവനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന ചിഹ്നം മാത്രമാണ്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് എന്ന ആയത്ത് അറിയുന്ന ആളുകൾ നിങ്ങൾ ഓതിക്കളി, ഒന്ന് പഠിച്ചു വെച്ചാളേ, നിർബന്ധമൊന്നുമില്ല. ആ ഓതിലാശിട്ട് തെറ്റൊന്നുമില്ല. സഫാ മർവയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ ദിക്ർ അത് എല്ലാവർക്കും അറിയാം. ഇതുവരെയുള്ള ആ ദിക്ർ നമ്മൾ എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ഇവിടെ വരെയുള്ള ദിക്ർ ചെല്ലാറുണ്ട്. മഗ്രിബും സുബഹിക്ക് ശേഷം ഈ ദിക്ർ 10 പ്രാവശ്യം വീതം ചെല്ലണമെന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ദിവസം പലപ്പോഴായിട്ട് 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ള ദിക്ർ ചൊല്ലിയാൽ അവനെ പോലെ ഭൂമിയിൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മറ്റാരും ഉണ്ടാവില്ല എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ദിക്ർ നമ്മൾ ചെല്ലുക. അതിന്റെ പുറമെ നമുക്ക് സാധാരണ പരിചയമില്ലാത്ത ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഹ്ദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു. കഴിയുമെങ്കിൽ സമയമുണ്ടല്ലോ നിങ്ങളൊന്നാണ് പഠിച്ചു വെച്ചാൽ. അവിടെ പോയിട്ട് കിതാബ് തുറന്നു വെച്ച് ബുക്ക് തുറന്നു വെച്ച് ഓതാൻ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. പഠിച്ചു വെച്ചാൽ എളുപ്പമാണല്ലോ. ഈ ദിക്റുകൾ രണ്ടും കൂടി 3 പ്രാവശ്യം കൈ ഉയർത്തിക്കൊണ്ടാണ് ചെല്ലേണ്ടത്. തവാഫിന് കൈ ഉയർത്തിയിട്ടില്ല. സഫയുടെ അവിടെ നിന്നിട്ട് കൈ ഉയർത്തിക്കൊണ്ട് ഈ ദിക്ർ ചെല്ലുന്നു. പിന്നീട് നമ്മൾ അള്ളാഹുവിനോട് വേണ്ടത് എന്താണോ പ്രാർത്ഥിക്കുന്നു. ഒരേ ദ്വാരക്ക് തന്നെയൊന്നും കൈ ഉയർത്താതെ അവിടെ കൈ ഉയർത്തിക്കൊണ്ട് കുറേ നേരം അള്ളാഹുവിനോട് നമ്മളെ മക്കളെ കാര്യം, കുടുംബത്തിൻ്റെ കാര്യം, ദുനിയാവും ആഖിറും ഒക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചോളി. പ്രാർത്ഥിച്ച് കുറച്ചൊക്കെ കഴിയുമ്പോൾ വലിയ തള്ളു വരും. അപ്പോൾ നമ്മൾ കയ്യും തൂക്കിയിട്ട് നമ്മളങ്ങനെ മുന്നോട്ട് നടക്കും. ഒരു ഭാഗത്തു കൂടി അങ്ങോട്ട് നടക്കുന്നു. ആളുകളുടെ ആൾക്കൂട്ടത്തിലാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ നടക്കേണ്ടിയൊന്നും വരില്ല. നമ്മളവിടെ നിന്നെടുത്താൽ മതി. അങ്ങനെ ഒഴുക്കിലാണ് പോയിക്കോളും. അവിടെ അങ്ങനെ ദിക്റും തസ്ബീഹും ചൊല്ലി നടക്കുക. വേറെ പ്രത്യേകമായി ഒന്നും ചെല്ലാനില്ല.
ഒന്നും ചെല്ലാൻ ഇതുവരെ ചെല്ലിയ അബ്ദും സലാത്തും ദിക്കറും 1000 വട്ടമൊക്കെ അയച്ചിട്ടുണ്ടാവും. അപ്പോഴേക്ക് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹ് ചെല്ലിക്കോളെ. നടക്കുന്നതാണ്, വേറെ ഒന്നും ചിന്തിക്കണ്ട. നടക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കുക. ദിക്കറും ചൊല്ലിക്കൊണ്ട് കയ്യും തൂക്കിയിട്ട് നടക്കുന്നു. സഫയിൽ നിന്ന് മറുവയിലേക്ക് 400 മീറ്റർ ദൂരമുണ്ട്, 1/2 കിലോമീറ്ററിൻ്റെ അടുത്ത് വരെ ദൂരമുണ്ട്. അപ്പം എത്രയും പ്രാർത്ഥിക്കാനുള്ള സമയമുണ്ട്. കുറച്ച് സ്ഥലത്ത് അവിടെ ഇതുപോലെ കളറുള്ള ഒരു നീളത്തിലെ ഒരു ലൈറ്റ് അവിടെ കാണാം. വര പോലെ 2 വരകൾ കാണാം ലൈറ്റിൻ്റെ. അവിടെ എത്തുമ്പോൾ ആണുങ്ങൾ മാത്രം കുറച്ച് സ്പീഡിൽ ഓടുക. അതാണ് സഫാ മർവൻ്റെ ഇടയിൽ ഓടുക എന്ന് പറയുന്നത്. കാരണം ഹസ്ര ബീവി ആ മല കണ്ട് ഇറങ്ങി മെല്ലെ മെല്ലെ കണ്ട് ഇറങ്ങിയിട്ട് നിരപ്പിലെത്തിയപ്പോൾ ഒരു ഓട്ടം ഓടി. കാരണം കുട്ടീനെ നിലവിളി കേട്ടിട്ട് പേടിച്ചിട്ട് ഓടിയിട്ട് മർവാമലൻ്റെ മുകളിലേക്ക് കയറിയെന്നാണ്. അപ്പൊ ഓടിയ സ്ഥലത്ത് ഹസ്ര ബീവി നമുക്ക് എല്ലാ പെണ്ണുങ്ങൾക്കും വേണ്ടി ഓടി. ഇനി നമ്മൾ വേറെ ഓടണം. അപ്പൊ ആണുങ്ങൾ ഓടുക. കുറച്ചൊന്ന് അങ്ങനെ സ്പീഡിൽ ഓടാൻ കഴിയില്ല. ഓടിയിട്ടുങ്ങളൊന്ന് സ്ലോ ആയി കഴിഞ്ഞാൽ മറ്റൊരു ഉമ്മയും കുട്ടികളും ഭാര്യയും കുട്ടികളൊക്കെ കൂടെ എത്തിക്കോളും. ഓടിയിട്ട് മറുവയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹു അതുണ്ടായി പോക്കാണത്. ഈ ആൾക്കൂട്ടമാണ്. മറുവയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ള ആ ദിക്ർ കൈ ഉയർത്തിക്കൊണ്ട് ഖിബലക്ക് തിരിഞ്ഞുകൊണ്ട് എല്ലാവരും ചെയ്യുന്നത് കാണാം. ഖിബലിൻ്റെ അതൊക്കെ അവിടെ കാണാം. ആളിലേക്ക് വേണ്ടി നമ്മൾ പിന്നെ 3 വട്ടം വീതം ചെല്ലുന്നു. പിന്നെ അവിടുന്ന് വീണ്ടും പഠിച്ചവനോട് പറഞ്ഞതന്നെ പറയന്നെ, ചോദിച്ചതന്നെ ചോദിക്കാണ്. കുട്ടികളൊക്കെ അല്ലേ മുട്ടായി, ഇപ്പം മുട്ടായി വേണ്ട, അപ്പം അല്ലേ തിന്നിട്ടുള്ളൂ, ഇപ്പം മുട്ടായി വേണ്ട, അല്ല മുട്ടായി വേണം. അങ്ങനെ 100 വട്ടം കുട്ടി ചോദിക്കുമ്പോൾ എന്നാ നാശം എന്നാ ഒന്നും എടുത്തെടുത്ത ആളാണ്. ഇതുപോലെ അള്ളാഹുവിനോട് ആവർത്തിച്ച് ചോദിക്കുകയാണ്. പഠിച്ചുകൊണ്ട് തരും, ഉറപ്പാണ്. അള്ളാഹു തലയുലിഹു ഫിദ്വായിന്ന നബി ആവർത്തിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥന മറുവയിൽ നിന്നും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മറ്റേ വഴിയിൽ കൂടി ഇതിലങ്ങോട്ട് പോകും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പൊ ഇവിടുന്ന് അവിടെ എത്തിയപ്പോൾ ഒരു സാഴി അവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഇങ്ങോട്ട് നടക്കുമ്പോൾ 2 സാഴി. അവിടെ ഓടേണ്ടിടത്തൊക്കെ ഓടണം. അങ്ങോട്ട് 3, 4, 5, 6, 7 7ാമത്തെ വട്ടം അപ്പുറത്താകത്ത് മറുവയിൽ. ഇതോടുകൂടി തവാഫും കഴിഞ്ഞു, സഴിയും കഴിഞ്ഞു. ഉംറ ഇതാണ്. ലളിതായില്ല, മനസ്സിലായില്ല നിങ്ങൾക്ക്? നിങ്ങൾ വേറെ ആരും നോക്കണ്ട, വേറെ എന്താ ആൾക്കാർ ചെയ്യണ്ടോ നിങ്ങൾ നോക്കണ്ട. ഈ സഴിയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തവാഫൊക്കെ ചെയ്യുമ്പോൾ വല്യമ്മയൊക്കെ കുഴങ്ങി ഭയങ്കര ക്ഷീണിച്ചു എന്നുണ്ടെങ്കിൽ ഒരു മൂലൊക്കെ കൊണ്ടുപോയി ഇരുത്തിക്കൊള്ളി. ഒരു മൂലൊക്കെ ഇരുത്തി കുറച്ച് സംസം വെള്ളമൊക്കെ കുടിച്ചോട്ടെ. അവിടെ ഒക്കെ ഉണ്ട് സംസം വെള്ളം. ഒന്ന് വിശ്രമിച്ചോട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നടന്നാൽ മതി, മെല്ലെ നടന്നാൽ മതി, പേടിക്കൊന്നും വേണ്ട. മെല്ലെ നടന്ന് അവിടെ എത്തി പ്രാർത്ഥിക്കുക. ഇതിനിടയിൽ നിസ്കാരത്തിന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ, ബാങ്ക് കൊടുത്ത് 20 മിനിറ്റ് കഴിഞ്ഞാൽ ഇക്കാമത്തൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സവാഫിൻ്റെ ഇടയിൽ കൂടി ആ വട്ടം ആണ് സഫ്. അപ്പോൾ ഒരു സൊഫിൽ നിൽക്കുക. സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥലം ഉണ്ടാവും, കൊടുക്കാണ്ട് മാറിക്കുക. സഴിയുടെ സമയത്ത് സഫ് ആണെങ്കിൽ സഴിയിൽ നമ്മൾ അപ്പോഴാണ് സഫായി നിൽക്കുക. എന്നിട്ട് നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ അവിടെ സലാം വീട്ടിയാൽ വീണ്ടും ബാക്കി സഴി നടത്തുക, ബാക്കി തവാഫ് പൂർത്തിയാക്കുക. അങ്ങനെ മറുവയിലെത്തി സഴി കഴിഞ്ഞാൽ അവിടുന്ന് പുറത്തേക്കായി ഇറങ്ങുക. മുറ്റത്തേക്ക് നമ്മൾ വിടും. അവിടെ ചെന്നാൽ മുറ്റത്ത് ധാരാളം വണ്ടികൾ, മുടി എടുക്കാൻ ആണുങ്ങൾക്ക് മുടി എടുക്കാനുള്ള വണ്ടികൾ അവിടെ നിർത്തിയിട്ടുണ്ട്. അവിടെ ചെന്നാൽ 1 മിനിറ്റ് കൊണ്ട് തലയിലുള്ള മുടി എടുത്തുതരും. കാരണം അതിൻ്റെ മെഷീൻ വെച്ച് അതിൻ്റെ എക്സ്പെർട്ടുകളാണ് അവിടെ ഉണ്ട്. അതല്ല, അപ്പുറത്ത് ബാർബർ ഷാപ്പുകളുണ്ട്. കുറച്ച് പൈസ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും, 10 റിയാലോ 5 റിയാലോ ഒക്കെ. അവ കൊടുത്ത് മുടി എടുക്കുന്നു ആണുങ്ങൾ. ഏതെങ്കിലും ഒരു ഭാഗത്തല്ല, മൊത്തം മുടി ഒന്നുകിൽ കട്ട് ചെയ്യാം അല്ലെങ്കിൽ ചുരണ്ടിക്കളയാം. സമയമുണ്ടെങ്കിൽ ചുരണ്ടിക്കളഞ്ഞാളി. കാരണം ഹജ്ജിന് വീണ്ടും ചുരണ്ടാൻ മുടിക്കുറ്റി വരുന്നുണ്ടെങ്കിൽ ചുരാം. നിങ്ങൾ സ്ത്രീകൾ നേരെ ഇവരെ ആണുങ്ങൾ മുടിയൊക്കെ എടുത്ത് എല്ലാവരും കൂടെ റൂമിൽ ചെന്നിട്ട് നിങ്ങൾ മുടിയുടെ പിൻഭാഗത്ത് നിന്ന് അല്പം ഒരു വിരൽ കൊടിയോളം മുടി കട്ട് ചെയ്ത് അതുകൊണ്ട് ഒഴിവാക്കിയാൽ മതി. റൂമിലോ ക്ലോസറ്റിലൊക്കെ ഇട്ടാൻ വെള്ളം മറന്ന് കളഞ്ഞാൽ മതി. മുടി എടുക്കുന്നതോടുകൂടി നമ്മൾ ഉംറയുടെ ആ വസ്ത്രം പിന്നെ മാറ്റാം. പിന്നെ നമുക്ക് ഉംറ കൊണ്ട് ഹറാമായ എല്ലാം ഹലാലാണ് എന്ന് പറഞ്ഞാൽ അതാണ് തഹല്ലുലാകുക, ഹലാലാക്കുക എന്ന് പറഞ്ഞാൽ. ഉംറക്ക് ഇഹ്റാമിലാകുമ്പോൾ സുഗന്ധം വേണ്ടായിരുന്നില്ല, ഭാര്യാഭർത്തരം ബന്ധം വേണ്ടായിരുന്നില്ല, ഭാര്യനോടോ ഭർത്താവിനോടോ ആ നിലക്കുള്ള ഒരു വർത്തമാനം പോലും നമുക്ക് പറയാൻ വേണ്ടായിരുന്നില്ല, ഒന്ന് കൈ പിടിച്ചിട്ട് ആ ഒരു സുഖം അനുഭവിക്കാൻ വേണ്ടായിരുന്നില്ല. എല്ലാം ഹലാലായി. നമ്മളെ പാൻറ്റും കുപ്പായൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ട് ചെരുപ്പൊക്കെ വേണമെങ്കിൽ മാറ്റിയിട്ട് ഒരു ഷൂ ഒക്കെ ഇട്ടോളി. ഷൂ ഒക്കെ ഇട്ട് ശീലിച്ച ആളുകൾ
നോക്കട്ട്. ഇനി നമുക്ക് ദുൽഹജ്ജ് 8 വരെ പ്രത്യേകമായി ഒന്നും ചെയ്യാനില്ല. പക്ഷേ അസീസയിൽ താമസിക്കുന്ന നിങ്ങൾ എപ്പോഴും വേണ്ടത് രാത്രി ഒരു 3 മണി 3:30 മണിക്ക് എഴുന്നേറ്റാൽ നിങ്ങളുടെ റൂമിൻ്റെ മുമ്പിൽ ബസ് ഉണ്ടാകും. ബസ്സിൽ കയറി ഇരിക്കുന്നു. നിങ്ങൾ സുബഹിക്ക് അറമിൽ വരുന്നു, പ്രാർത്ഥിക്കുകയും ദിക്റുകയും സുന്നത്ത് നിസ്കരിക്കുകയും 1,00,000 ഇരട്ടി പുണ്യമുണ്ടല്ലോ. അങ്ങനെ നിസ്കരിച്ച് ഇരിക്കുന്നു. നിങ്ങൾ സുബഹിസ്കാരം കഴിഞ്ഞ് ഒരു 7 മണി 7 ആകുമ്പോഴേക്ക് റൂമിലെത്തുന്നു. കുറച്ചൊന്ന് വിശ്രമിച്ച് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു 11 മണിക്ക് മുമ്പായി വീണ്ടും ഹറമിലേക്ക് വരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചാണ് പോകുന്നോളി. അവിടുന്ന് ഭക്ഷണം അവിടെ കിട്ടും. നിങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു തരുന്ന ആളുകളോട് പറഞ്ഞാൽ വേഗം ഭക്ഷണം കിട്ടും. ചെന്ന് ഹറമിൽ വന്ന് ളുഹർ നിസ്കാരത്തിന് നിങ്ങൾ കൂടണം. ളുഹർ നിസ്കാരം ജമാഅത്ത് കഴിഞ്ഞ് വലിയ തിരക്കുള്ള ആളുകൾ പുറത്തിറങ്ങുന്ന സമയമാണ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞൊന്ന് പുറത്തിറങ്ങി വേണമെങ്കിൽ ഒന്ന് വെള്ളം ഒരു ചായ കുടിച്ചാൽ ആ ഉച്ചത്തെ ക്ഷീണമാണ് മാറും. ഭക്ഷണം നമ്മൾ കഴിച്ചതല്ലേ. പിന്നെ അസ്റും കഴിഞ്ഞ് മഗ്‌രിബും കഴിഞ്ഞ് ഇശായും കഴിഞ്ഞ് അസീസിയയിലേക്ക് വീണ്ടും ബസ് കയറുന്നു. രാത്രി അവിടെ തങ്ങുന്നു. സുബഹിക്ക് വീണ്ടും വരുന്നു. 5 നേരം ഹറമിൽ നിസ്കരിക്കാം. ഇത് ഞാൻ പറയുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ വേണ്ടത് എന്നൊക്കെ എല്ലാവർക്കും തോന്നും. ആദ്യത്തെ 1 ദിവസം 2 ദിവസമൊക്കെ ഹറമിൽ നിസ്കരിക്കാം. പിന്നെ നമുക്ക് ഉറക്കും ക്ഷീണം. എന്തിനാണ് ഹറമ് പോണത്? നമ്മൾ ഇവിടെ തന്നെ നിസ്കരിക്കാറുണ്ട്. പിന്നെ അസീസിയ അങ്ങാടിയിൽ ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടക്കും. എല്ലീനും വില ചോദിച്ച് കുറച്ചൊക്കെ വാങ്ങി അങ്ങനെ ഹജ്ജ് വരെ നടക്കുന്ന ഒരു ദുസ്വഭാവം മലയാളികൾക്കുണ്ട്. ഉള്ളതൊക്കെ വാങ്ങി കുടിക്കും, എല്ലാ കാര്യത്തിനും വില ചോദിക്കും, അങ്ങാടി കൂടി ഇങ്ങനെ അറബിയാളി നോക്കി നടക്കും, ആജിമാരെ നോക്കി. അങ്ങനെ ആളുകളുണ്ട് അവിടെ. ഈ ആഫ്രിക്കക്കാരും മറ്റവരൊക്കെ ഹറമുക്ക് പോകാനല്ല. പക്ഷെ നമ്മളതാവരുത്. ബസ് അവിടെ സുഖമായിട്ടുണ്ട്. പക്ഷെ ഹജ്ജിൻ്റെ ഒരു 5 ദിവസം ദുൽഹജ്ജ് 8 ആണെങ്കിൽ ദുൽഹജ്ജ് 4 ഒക്കെ ആകുമ്പോൾ പിന്നെ അസീസിയയിൽ നിന്ന് ഹറമിലേക്ക് ബസ് കിട്ടൂല. അപ്പം നിങ്ങൾ അവിടെ തന്നെ നിസ്കരിച്ചൂടെ, അവിടെയുള്ള പള്ളി. അല്ലാത്ത എത്ര ദിവസം ഉണ്ടെങ്കിലും ഹറമിൽ വന്ന് നമസ്കരിക്കുന്നു. 1,00,000 ഇരട്ടി പുണ്യമുള്ള ദുൽഹജ്ജ് 8-ന് ഞാൻ ഹജ്ജിലേക്ക് കടക്കുക. ഉമറിൻ്റെ വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ നമുക്ക് ഒടുവിൽ നിൽക്കാം. ഹജ്ജ് കുറച്ചേ ഉള്ളൂ ഇനി പറയാം. ദുൽഹജ്ജ് 8-ന് അത് ഒരു തിങ്കളാഴ്ചയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞായറാഴ്ച രാത്രി തന്നെ നമ്മളെ മിനയിലേക്ക് കൊണ്ടുപോകും. മക്കയിൽ നിന്ന് മിനായിലേക്ക് 5 കിലോമീറ്ററാണ്. അറഫയിൽ അസീസിയയിൽ നിന്ന് 2 കിലോമീറ്ററോ 3 കിലോമീറ്ററോ ഒക്കെ എത്തിയാൽ ഞങ്ങൾക്ക് അറഫയിൽ ഒരു ടണൽ കടന്ന മിനയിലെത്തും. അപ്പം ഞങ്ങളെ സൗകര്യം അതെ. അങ്ങനെ മെട്രോക്ക് പോകുന്ന വണ്ടിക്ക് പോകുന്നവരുണ്ടാവും, ബസ്സിന് പോകുന്നവരുണ്ടാവും, നടന്നു പോകുന്നവരുണ്ടാവും. ഹറമിൻ്റെ ആ തൊട്ടടുത്ത് നിന്ന് മിന വരെയുള്ള ഒരു നല്ല പന്തലുണ്ട്. നല്ല AC കൂളർ വെച്ച പന്തലുണ്ട്. ആ പന്തലിൽ നിങ്ങൾ നന്നാ ഒരു 10 പൈസയും കൊടുക്കാതെ മിനയിൽ ചെന്ന് ഇറങ്ങാം. അവിടെ ഇങ്ങനെ നിന്ന് കൊടുത്താൽ മതി. കാരണം ആൾക്കൂട്ടം ഒന്നാകെ ഊന്ന് പറഞ്ഞ ആൾ പോകുമ്പോൾ അതിലങ്ങനെ ഇങ്ങോട്ട് പോയിക്കോളും. അവിടെ എത്തും. അതിനെന്ത് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ തമ്മ് കണ്ടെത്താൻ കഴിയുന്ന ആളുകളെ അങ്ങനെ പോകാം. നല്ല ദിക്കുകൾ തിരിയുന്ന ആളുകൾ. അല്ലെങ്കിൽ നിങ്ങളെ ബസ്സിലോ വണ്ടിയിലോ പോയാൽ മതി. മറ്റേ അവിടെ ഇങ്ങനെ നിന്നങ്ങനെ വെള്ളത്തിൽ പൊണ്ണമാരി പോയിക്കോളും. അത്രയും ജനക്കൂട്ടമാണ്. അപ്പം നിങ്ങൾ മിനയിലേക്ക് ദുൽഹജ്ജ് തിങ്കളാഴ്ചയാണ് 8 എങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഞായറാഴ്ച രാത്രി തന്നെ കൊണ്ടുപോകും. ചിലപ്പോൾ ഞായറാഴ്ച അർദ്ധരാത്രിക്ക് കൊണ്ടുപോകും, ചിലപ്പോൾ പുലർച്ചയ്ക്ക് കൊണ്ടുപോകും. ഏതായിരുന്നാലും ദുൽഹജ്ജ് 8 പകലിന് നിങ്ങൾ മിനയിൽ. ആ മിനയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഹജ്ജിനുള്ള ഏറാൻ കെട്ടണം. അത് എവിടുന്നാ കെട്ടല്? അവിടെയൊക്കെ സംശയം. ഈ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ സംശയം ഉണ്ടാക്കും. ഹജ്ജിന് ഏറാൻ കെട്ട അങ്ങോട്ട് പോകണം. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കെട്ടുന്നതുകൊണ്ട് നമുക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളെടുത്തുനിന്ന് അറിവിൻ്റെ കാശും മറ്റുമൊക്കെ നേരത്തെ തന്നെ പറ്റിച്ചു പോകേണ്ട ആളുകൾ അവിടെ പണ്ട് കാലം മുതലേ ഉണ്ട്. അതിലൊന്നും നമ്മൾ കുടുങ്ങിപ്പോകരുത്. അറിവ് നിങ്ങൾ ഇവിടുന്ന് പണം കെട്ടിക്കോളി. അതല്ലെങ്കിലോ അവിടെ പണം കെട്ടാനുള്ള സൗകര്യം ഉണ്ട്. അത് ഞാൻ പറയാം. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് അസീസിയയിലോ അല്ലെങ്കിൽ അറബിൻ്റെ പരിസരത്ത് റൂമിലോ ഉണ്ടെങ്കിൽ അവിടുന്ന് കുളിച്ച് അവിടുത്തെ ആ കെട്ടിടത്തു നിന്ന് കുളിച്ച് എഹ്റാമിൻ്റെ കുളി, എഹ്റാമിന് വേണ്ടിയുള്ള കുളി കുളിച്ച് നമ്മളെ പാൻറ്റും കുപ്പായൊക്കെ ഒന്ന് മാറ്റി സ്ത്രീകളും എഹ്റാമിന് വേണ്ടി മാനസികമായി ഒരുങ്ങി റൂമിൽ നിന്ന് നിങ്ങൾ റൂമിൽ മുതിർന്നവരുണ്ടെങ്കിൽ ഒരാൾ അല്ലാഹുമ്മ, ഈ ഹജ്ജിനുള്ള ഇഹ്റാമാണ്. എങ്ങനെ കേട്ടല്ലേ? അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ. നേരത്തെ നമ്മൾ എന്താ ഉംറക്ക് ചെയ്തത്? അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ. ഇവിടെ അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ. അല്ലാഹുവേ, ഹജ്ജിന് വേണ്ടി ഞങ്ങൾ ഇതാ നിന്റെ വിളി കേട്ട് വരുന്നു. അപ്പോഴാണ് നമ്മൾ ഹജ്ജിന് തുടങ്ങുന്നത്.
അതാണ് ചെല്ല, ഉറക്കെ ചെല്ല, വിമാനത്തിൽ നിന്ന് ചെല്ലിയ മാതിരി. പിന്നെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുന്നു, വണ്ടി കയറുന്നു, ട്രെയിനിൽ കയറുന്നു, അല്ലെങ്കിൽ ബസ് കയറുന്നു, മിനയിലേക്ക് പുറപ്പെടുന്നു. മിനയിലെത്തിക്കഴിഞ്ഞാൽ അവിടെ തമ്പുകൾ മാത്രമേ മിനയിലുള്ളൂ, കെട്ടിടങ്ങളല്ല. ഇപ്പോൾ ചിലപ്പോൾ ഭാവിയിൽ കെട്ടിടങ്ങൾ ഉണ്ടാകും. കണ്ടില്ലേ, ഈ കുത്തുകുത്ത് കാണുന്നത് തമ്പുകളാണ്. ഒരു തമ്പില് ചിലപ്പോൾ 20 ആൾക്കുള്ളതുണ്ടാവും, ചിലപ്പോൾ 40 ആളുകൾക്ക് ഉണ്ടാവും. ടെൻ്റാണ്, ഒരു തരം ശീല, ഒരു തരം ശീലയാണ്, തീ പിടിക്കാത്ത ശീല. അടിയിൽ ഒരു തരം കാർപ്പറ്റുകളോ അല്ലെങ്കിൽ കിടക്കുകൾ കോസടി പോലെ ഉണ്ടാകും. ചില ആളുകൾക്ക് സൗകര്യമുള്ള ആജിമാർക്ക് കട്ടിലുണ്ടാകും, ചില ആളുകൾക്ക് ബെഡ് ഉണ്ടാവും, ചില ആളുകൾക്ക് തുണി വിരിച്ചിട്ടുണ്ടാവും, ഒന്നും വിരിക്കാതെ മണലും ഉണ്ടാവും ചില ആളുകൾക്ക്. അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് കിട്ടും. അതിനൊന്നും പരിഭവിക്കേണ്ട. കിട്ടിയ മിനയിൽ നമ്മളവിടെ ഇരിക്കുന്നു, നമ്മൾ തെൽബിയത്തും ചൊല്ലിക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. എപ്പോൾ എത്തിയാലും, രാവിലെ എത്തിയാലും ഉച്ചക്ക് എത്തിയാലും തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് മിനയിലിരിക്കും. ഒരു പണിയില്ല. ഒരു കൂട്ട് വസ്ത്രം, 1 2 കൂട്ട് തുണി കുപ്പായവും പാൻറ്റും കുപ്പായവും ആണുങ്ങൾ, മറ്റേ പർദ്ദയൊക്കെ വേണമെങ്കിൽ 1 2 കൂട്ടുകൾ എടുത്തോളി. ഇഹ്റാമിൻ്റെ വസ്ത്രം ഉണ്ടല്ലോ, മിനയിൽ ചെന്ന് അവിടെ നിങ്ങൾക്ക് നിശ്ചയിച്ച സ്ഥലത്ത് അവിടെ ഇറക്കിയാൽ അവിടെ എത്തും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മിനയിൽ എത്തുമ്പോൾ നമ്മൾ ഏത് തമ്പിലാണ്, ഏത് ഏരിയയിലാണ്, ഓരോ തമ്പിൻ്റെയും അടുത്ത് വലിയ വലിയ തൂണുണ്ടാവും, ഇലക്ട്രിക് പോസ്റ്റ് പോലെ. അതിന്മേലുണ്ടാവും B48, A34. ആ ബ്ലോക്ക് നമ്പർ ഓർമ്മിച്ച് വെക്കുന്നത്, അതിൻ്റെ രേഖ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഞാൻ B48 ചോട്ടിലാണ് ഞങ്ങളുടെ തമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെയുള്ള സുഹൃത്തുക്കളൊക്കെ ഒന്ന് വിളിക്കാൻ പറ്റും. ഫോണൊക്കെ ഏതായിരുന്നാലും നിങ്ങൾ ചാലു വെക്കുമല്ലോ. മിനയിലെ തമ്പിൽ 8-ന് ഇരുന്ന് നമ്മൾ തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് അവിടെ ഇരിക്കുന്നു. ളുഹ്ർ ബാങ്ക് കൊടുക്കുന്ന സമയത്ത്, ളുഹ്ർ ബാങ്ക്, ഒരു പള്ളിയുണ്ട് അവിടെ, മസ്ജിദുൽ ഹൈഫ്, അനേകം അമ്പിയാക്കന്മാരൊക്കെ നിസ്കരിച്ച പള്ളിയാണ്. പക്ഷെ ഇന്ത്യക്കാർക്ക് മിനയിൽ കൊടുത്ത തമ്പ് ആ പള്ളിയുടെ എത്രയോ ദൂരെയാണ്, അപ്പോൾ അവിടെ എത്തൂല. അപ്പോൾ നമ്മൾ തമ്പിലിരുന്നു കൊണ്ട് ളുഹറിൻ്റെ സമയത്ത് 2 റക്അത്ത് ളുഹർ നിസ്കരിക്കുന്നു. നിയ്യത്ത് എന്താണ്? ഖസ്റാക്കി 2 റക്അത്ത് നിസ്കരിക്കുന്നു. അതിന് മുമ്പും സുന്നത്തില്ല, ശേഷം സുന്നത്തില്ല. അവിടെയൊക്കെയാണ് ഈ ആളുകൾ വെറുതെ ഇരിക്കല്ലേ, എന്നാൽ സുന്നത്തിക്കരിച്ചോളി, എന്നിട്ട് 4 റക്അത്തിക്കരിച്ചോളി എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. നമ്മൾ തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. സമയമായാൽ വാങ്ങും കാമത്തും കൊടുത്ത് തമ്പിലുള്ള ഒരു കാരണവല് ഇമാം നിൽക്കുക. അതിനെ പറ്റിയ ഒരാളെ ഇമാം എന്നോളി. സ്ത്രീകൾ ബാക്കിലും പുരുഷന്മാരെ മുമ്പിലും നിന്ന് 2 റക്അത്ത് ളുഹർ നമസ്കരിക്കുന്നു. ശേഷമുള്ള സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ആയത്തുൽ കുർസി, അതുപോലെ ഇഖ്ലാസ്, മുഅവ്വിറത്തൈനൊക്കെ ഓതി നമ്മൾ കുറേ നേരം ഇരുന്ന് ദുആ ചെയ്ത്, നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുആക്ക് പ്രതിഫലമുണ്ട്. ഒരാൾ ദ്വാരക്കല്ല, നമ്മൾ ഒറ്റക്ക് ദുആ ചെയ്ത് പിന്നെയും തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് അസ്ർ വരെ ഇരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാം, നമുക്ക് വാങ്ങിക്കൊണ്ടുവരാം, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കി തിന്നാം. അങ്ങനെയൊക്കെ നമ്മൾ ദുആ ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുന്നു. അസറിൻ്റെ സമയം 2 റക്അത്ത് അസർ നമസ്കരിക്കുന്നു, വാങ്കാമത്തും കൊടുത്ത് വീണ്ടും ദിക്റും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇടയിലൊന്ന് പുറത്തിറങ്ങേണ്ടി വരും, ഒരു ചായ കുടിക്കേണ്ടി വരും, ഒന്ന് കാല് ഓടാൻ വേണ്ടി നമുക്ക് പോകേണ്ടി വരും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ സ്ത്രീകളെ ഭക്ഷണം ഉണ്ടാക്കാൻ ഏൽപ്പിച്ച് നമ്മൾ ദുആ ചെയ്തിരിക്കരുത്. നിങ്ങളും കൂടി സഹായിച്ച് ഭക്ഷണം ഉണ്ടാക്കി തിന്ന് ദുആ ചെയ്യുന്നു. മഗ്‌രിബിൻ്റെ സമയത്ത് ഖസ്റില്ല, 3 റക്അത്ത് മഗ്‌രിബ് നിസ്കരിക്കുന്നു, വീണ്ടും ദിക്റും തസ്ബീഹും ചൊല്ലി അവിടെ ഇരിക്കുന്നു. മുസാഹിഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഖുർആൻ ഓതാം. ഒക്കെ ചെയ്തുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇശ കഴിഞ്ഞ് 2 റക്അത്ത് ഇശയും കഴിഞ്ഞ് മിനയിൽ കിടന്നുറങ്ങുന്നു. അൽ മബീതു ബി മിന, മിനയിൽ ഉറങ്ങലും സുന്നത്താണ്. അപ്പം നമ്മൾ മിനയിൽ അന്ന് അന്തി ഉറങ്ങുന്നു. ചിലപ്പോൾ കുറച്ച് നേരം ഉറങ്ങാൻ നേരം കിട്ടുള്ളൂ. കാരണം 12 മണിക്ക് അറഫയിലേക്ക് പോകണം, അല്ലെങ്കിൽ 1 മണിക്ക് പോകണം, 11:30 എല്ലാവരും അറഫയിലേക്ക് പോകാൻ തയ്യാറാവണം എന്നൊക്കെ പറയുമ്പോൾ അത്രയും നേരം മിനയിൽ കിടന്ന് ഉറങ്ങുക. അപ്പോൾ പിന്നെ ദിക്റും ഒക്കെ കഴിഞ്ഞു ഉറങ്ങുന്ന. ഉറങ്ങുമ്പോൾ തലമുണ്ട് മൂടരുത് എന്ന് മാത്രം എല്ലാവരും ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ പിറ്റേന്ന് രാവിലെ ദുൽഹജ്ജ് 9, നാട്ടിലുള്ളവരെല്ലാം നോമ്പ് നിൽക്കുന്ന ദിവസമാണ്, നിങ്ങൾക്ക് നോമ്പില്ല. പിറ്റേന്ന് രാവിലെയോ രാത്രിയോ നിങ്ങളെ അറഫയിലേക്ക് കൊണ്ടുപോകും. മിനയിൽ നിന്ന് 6 കിലോമീറ്ററാണ് അറഫയിലേക്കുള്ള ദൂരം. അറഫയിൽ അത് നിങ്ങൾ നോക്കണ്ട, അറഫയിലേക്ക് നടന്നു പോകുന്നവരുണ്ട്, പറ്റുമെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ, പ്രശ്നമൊന്നുമല്ല. കഴിയുന്ന ആളുകൾ, പരിചയമുള്ള ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾ ട്രെയിനിലോ ഒക്കെ ആയിട്ട്. ഇതാണ് അറഫ മരുഭൂമി എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ വരിക, ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ മരുഭൂമിയിൽ കൂടി മിനയിൽ നിന്ന് വരിക. ഇതിലൊക്കെ ധാരാളം റോഡുകളുണ്ട്, ഒരു 10-24ഓളം റോഡുകൾ, വിശാലമായ റോഡുണ്ട്. ഇതാണ് അറഫയിലെ ഒരു പള്ളി, ഇത് അതിർത്തിയാണ് അറഫൻ്റെ അതിർത്തിയിലുള്ള ഒരു പള്ളിയാണ്. ഈ പള്ളിയുടെ പേര് മസ്ജിദുൻ നമിറ എന്നാണ്. ഒരു 10 ലക്ഷം ആളുകൾക്ക് ഉള്ളിലും മുറ്റത്തുമായി നിസ്കരിക്കാൻ സൗകര്യമുള്ള പള്ളിയാണ്.
പക്ഷെ ഈ പള്ളി അറഫ ദിവസം കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമേ തുറക്കൂ, വേറെ ദിവസം തുറക്കൂല. ഇതിന്റെ മുറ്റത്തും അതിന്റെ വരാന്തിയിലൊക്കെ അവിടുത്തെ തൊഴിലാളികൾ നിസ്കരിക്കും. ഹാജിമാർക്ക് വേണ്ടി മാത്രം തുറക്കുന്ന പള്ളിയാണ്. ഈ പള്ളീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഇങ്ങനെ വന്നിട്ട്, ഈ പള്ളിയൊക്കെ പിന്നുണ്ടായതാണല്ലോ, ഇവിടെ ഒരു വലിയ പാറക്കല്ലുണ്ടായിരുന്നു. ആ പാറക്കല്ലിൻ്റെ അടുത്ത് നിന്നാണ് നബി അറഫയിലേക്ക് കടക്കാൻ വേണ്ടി അവിടെയാണ് ഇരുന്നത്. എന്നിട്ട് ആ ബോർഡർ, ആ അതിർത്തി, പിന്നെ നബി അറഫയിലേക്ക് ഇരുന്നിട്ട് ആ പാറന്റെ മുകളിൽ ഇരുന്നു കൊണ്ടാണ് നബി ഖുത്ബത്തു അറഫ, അറഫ ഖുത്ബ എന്ന് പറയുന്ന പ്രസിദ്ധമായ പ്രസംഗം നടത്തിയത്. ആ പ്രസംഗം നടത്തിയ സ്ഥലത്താണ് ഇപ്പോൾ ഈ പള്ളി ഉണ്ടാക്കിയത്. ആ മിമ്പർ ആ പാറക്കല്ലുണ്ടായിരുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഈ പള്ളിയിൽ അറഫ ദിവസം ഉച്ചക്ക്, അറഫയിൽ നമ്മൾ രാവിലെയാണ് എത്തുക, ചിലപ്പോൾ ഉച്ചയോട് കൂടിയാണ് എത്തുക, ചിലപ്പോൾ ഉച്ചക്ക് ശേഷം എത്തും, പ്രശ്നമൊന്നുമില്ല. ഉച്ചക്ക് ളുഹുർ നമസ്കാരത്തിന് ബാങ്ക് കൊടുത്താൽ അവിടെ അറഫ ആ പള്ളിയിൽ 2 റക്അത്ത് ളുഹുർ നിസ്കരിക്കും, ബാങ്കും കാമത്തും കൊടുത്ത് 2 റക്അത്ത് അസറും നമസ്കരിക്കും. മിനയിൽ ഓരോന്നും അതതിൻ്റെ സമയത്ത് 2 റക്അത്തായിരുന്നു. ഇവിടെ രണ്ടും ഒപ്പം 2 റക്അത്ത് അസറും 2 റക്അത്ത് ളുഹുറും നിസ്കരിക്കും. ആ ളുഹുറും അസറും നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രസംഗം ഉണ്ടാകും, ഒരു ഖുത്ബ. ആ ഖുത്ബ പിന്നെ ഒരു ഗംഭീരമായ ഒരു പ്രസംഗമായിരിക്കും. ആരാണ് ഈ കൊല്ലത്തെ പ്രസംഗം എന്ന് അറിഞ്ഞുകൂടാ, സൗദി ഗവൺമെന്റ് നിശ്ചയിക്കുക. ആ പ്രസംഗം കൂടി കഴിഞ്ഞാൽ പിന്നീട് ആ പ്രസംഗം കഴിഞ്ഞിട്ടാണ് നിസ്കാരം ഉണ്ടാകുക, ഒരു ജുമാ പോലെ. എന്നിട്ട് ആ പ്രസംഗം ഉണ്ടാകും. നിങ്ങളെ കയ്യിൽ റേഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ മൊബൈലിൽ ആ പ്രസംഗം കേൾക്കുക. അറബിയിൽ, അവ നാട്ടിലെ ഭാഷയിലായിരിക്കും. കൃത്യം 2.5 മണിക്കൂർ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ആ പ്രസംഗത്തിൻ്റെ മലയാള പരിഭാഷ നിങ്ങളുടെ പീസ് റേഡിയോ ആപ്പിൽ നിങ്ങൾക്ക് കേൾക്കാം. പീസ് റേഡിയോ നിങ്ങൾക്ക് ആപ്പ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ നിന്ന് ഇൻഷാ അല്ലാഹ് എല്ലാ കഴിഞ്ഞ 5-8 കൊല്ലങ്ങളായി കൃത്യസമയത്ത് 2.5 മണിക്കൂർ എന്തിനാണ് അവിടുത്തെ സമയ വ്യത്യാസം. ആ ഖുത്ബ കണ്ട് കഴിഞ്ഞ ഉടൻ മലയാളം ഇവിടുന്ന് തുടങ്ങും. നിങ്ങൾക്ക് തമ്മിലിരുന്ന് കേൾക്കും. അറഫ മരുഭൂമിയിൽ തമ്പുകളുണ്ട്, ഒരു തരം പന്തലുണ്ടാകും, അടിയിൽ വിരിപ്പൊക്കെ ഉണ്ടാകും, ചിലപ്പോൾ കിടക്കൊക്കെ ഉണ്ടാകും. അപ്പം അറഫ മരുഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പള്ളിയിൽ പോകാൻ നിങ്ങൾ ശ്രമിക്കണ്ട. ഈ പള്ളിയിൽ നിന്ന് 5 കിലോമീറ്ററോളം ദൂരെയാണ് ഇന്ത്യക്കാരുടെ ക്യാമ്പ് എന്ന് അറിയുന്നത്. ചിലപ്പോൾ അടുത്താണെങ്കിൽ കുഴപ്പമില്ല, പള്ളിയിൽ പോയിക്കോളി. പക്ഷേ ബുദ്ധിമുട്ട്, ആ പള്ളിയിൽ പോകാനുള്ള തിരക്കിൽ നിങ്ങൾ പെടണ്ട. നിങ്ങൾ അറഫ തമ്പിലിരുന്ന് പ്രാർത്ഥിക്കാം. അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറയുന്നത് അറഫയാണ്. ഉച്ചക്ക് ശേഷം നിസ്കാരം കഴിഞ്ഞിട്ട് ആ പ്രസംഗത്തിന്റെ ശേഷമാണ് പ്രാർത്ഥന തുടങ്ങൽ. കഴിയുന്നതും നിന്ന് കിബിലക്ക് നേരെ തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിക്കാം. തമ്പിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ പുറത്തിറങ്ങിയാൽ നല്ല ആര്യവേപ്പ് വൃക്ഷത്തിന്റെ തണലിൽ പോയി പ്രാർത്ഥിക്കാം. എവിടെ വെച്ചാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുക. കുഴങ്ങുമ്പോൾ ഒരു വെള്ളമൊക്കെ കുടിച്ച് കാപ്പി ചായ ഒക്കെ അവിടുന്ന് ഫ്രീ കിട്ടും, അതും കുടിച്ച് വീണ്ടും പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ കൈ ഉയർത്തി പ്രാർത്ഥിച്ചിട്ട് നബിയുടെ കൈ വിറച്ചിരുന്നു, കണ്ണുനീരൊലിച്ച് താടിയിൽ കൂടി നെഞ്ചത്ത് ഇഹ്റാമിന്റെ വസ്ത്രം പോലും നനഞ്ഞിങ്ങനെ ഇറങ്ങിയിരുന്നു കണ്ണുനീര് കൊണ്ട്. അതിന് മാത്രം നബി പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹിനോട്. അള്ളാഹു തആല, നബി പറഞ്ഞു, അള്ളാഹു തആല 1-ാം ആകാശത്തേക്ക് മലക്കുകളെയും കൂട്ടി ഇറങ്ങിയിട്ട് അള്ളാഹു തആല അഭിമാനത്തോടു കൂടി അള്ളാഹു പറയും, എൻ്റെ മലക്കുകളെ, ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ നിന്ന് എൻ്റെ അതിഥികളായി വിരുന്നുകാരായി ഞാൻ വിളിച്ച ആളുകളതാ ആ വിനയത്തിൻ്റെ വസ്ത്രത്തോടു കൂടി എല്ലാവരും എൻ്റെ നേരെ, ആണും പെണ്ണും കുട്ടികളും എൻ്റെ നേരെ കൈ ഉയർത്തുന്നു ആകാശത്തേക്ക്. ആ ചോദ്യം ഞാൻ മടക്കുകയില്ല, ആ കയ്യിനെ ഞാൻ തട്ടിക്കളയുകയില്ല. അവർ എന്തെന്നോട് പ്രാർത്ഥിക്കുകയാണെങ്കിലും മഴ വർഷിക്കുന്നത് പോലെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യുന്ന ദിവസമാണെന്ന് അള്ളാഹു തആല മലക്കുകളോട് പറയുമ്പോൾ മലക്കുകൾ പോലും ആസിമാനെ പറ്റി അസൂയപ്പെടും എന്ന്. കാരണം ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ ശുദ്ധീകരിക്കുന്ന ആദ്യത്തെ ദിവസമാണ് അറഫ. നിങ്ങളവിടെ പ്രാർത്ഥിക്കാം. പക്ഷേ കുറച്ച് കഴിഞ്ഞ 5 വർഷങ്ങളോളമായി അറഫയിൽ ഒരു വലിയ അപകടമുണ്ട്. എന്താണ് നിങ്ങളെ അപകടം എന്നറിയാം? പണ്ടൊക്കെ അറഫ എന്നൊക്കെ പറഞ്ഞാൽ അടിയിലൊരു വിരിപ്പും കൂടി ഉണ്ടാവില്ല. ഒരു വെയിലത്ത് നിന്ന് ദുആ ചെയ്യാനേ പറ്റുള്ളൂ. ഒരു പച്ച വെള്ളം കിട്ടണമെങ്കിൽ നമ്മൾ ബാഗിൽ കൊണ്ടുപോയിട്ട് വേണം. ഇന്ന് പണ്ടത്തെ അറഫ എന്നാണ്. ഇപ്പം അതല്ല. നിങ്ങൾ കിടക്കുന്നിടത്ത് ലോകത്തുള്ള ഏറ്റവും മുന്തിയ പാക്കഡ് ജ്യൂസുകൾ, ഏറ്റവും മുന്തിയ പരിപ്പുകൾ, വറുത്ത പരിപ്പുകൾ, ഏറ്റവും മുന്തിയ പലഹാരങ്ങൾ ലോഡ് കണക്കിന് അറഫയിൽ കൊണ്ടുപോയിട്ടാണ് കൊട്ടിയിട്ടുണ്ടാവും. പിന്നെ ചായയും കാപ്പിയും സ്നാക്സും വേറെ ഉണ്ടാവും.
സുബ്ഹാനല്ലാഹ് തൊള്ള തുറക്കാൻ നേരം കിട്ടൂല, അത്രയും അധികം തിന്നാനുള്ള സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മളെ നാട്ടുകാർക്ക് തോന്നും ഇതൊക്കെ ഇപ്പൊ നാട്ടിൽ നിന്ന് ഏതായാലും നമുക്ക് കിട്ടൂല, തിന്നടാ ഇപ്പോഴേ പറ്റുള്ളൂ. കാരണം ഇതൊക്കെ ഈ അണ്ടിപ്പരിപ്പും ഇതൊക്കെ എവിടുന്ന നാട്ടിൽ നിന്ന് കിട്ടുക ഇക്കോലത്തിലുള്ള ഇതൊക്കെ വലിയ മുന്തിയ സാധനമല്ലേ. എന്നിട്ട് നമ്മളെ തൊള്ള തുറക്കേണ്ടത് ഇത് തിന്നാനായിരിക്കും, ജ്യൂസ് കുടിക്കാൻ. അതാവരുത്. അതൊക്കെ ഈ ഹൈടെക് ടൂറിസ്റ്റ് അച്ചാണ്, ടൂറിസ്റ്റ് അല്ല നമ്മൾ. അതൊക്കെ ആള് തിന്നോട്ടെ, തിന്നേണ്ടവർ തിന്നോട്ടെ, ഞമ്മക്കതല്ല. നമ്മളതൊക്കെ വിശപ്പ് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്ന, കുറച്ച് വെള്ളം കുടിക്കുക, പ്രാർത്ഥിക്കുക, നിന്ന് പ്രാർത്ഥിക്കുക, കൈ ഉയർത്തി പ്രാർത്ഥിക്കുക, കുഴങ്ങുമ്പോൾ ഇരിക്കുക. മഗ്രിബ് വരെ ആ പ്രാർത്ഥന തുടരണം. അതിൻ്റെ ഇടയിൽ ഭക്ഷണമൊക്കെ കിട്ടുമെങ്കിൽ അത് കഴിക്കാൻ പോകണം. അങ്ങനെ അറഫയിൽ മഗ്രിബ് വരെ ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, ഏറ്റവും ഖൈറായ ദുആ അറഫയിലെ പ്രാർത്ഥനയാണ്, അറഫ ദിവസത്തെ പ്രാർത്ഥന. നമ്മൾ 60 വയസ്സായിട്ടുണ്ടെങ്കിൽ 60 വയസ്സിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണെന്ന്. അന്ന് ഇത് കുറിക്കാൻ നിൽക്കരുത്, ജ്യൂസ് കുടിക്കാൻ നടക്കല്ല. അന്ന് ഭക്ഷണം അവിടെ ചാടുന്നുണ്ട്, ലോറിയിൽ നിന്ന് കണ്ടെയ്നറിൽ നിന്ന് ബിരിയാണി വലിച്ചു കൊടുക്കുന്നുണ്ട്, അങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് വാങ്ങാൻ പോകേണ്ടി ചാടാൻ പോകല്ല വേണ്ട. നമ്മൾ പ്രാർത്ഥിക്കുക, എന്തേലും കിട്ടിയത് തിന്ന്, അല്ലെങ്കിൽ ബാഗിൽ വല്ല കാരക്ക ഉണ്ടെങ്കിൽ അത് എടുത്തോളി, കാപ്പിയും ചായയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും, എടുത്ത് കുടിക്കുക. പിന്നെയും പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ച് മഗ്രിബ് ആകുവോളം അവിടെ പ്രാർത്ഥിക്കുക. അവിടെയാണ് നേരത്തെ ഹംസകുട്ടി സലഫി പറഞ്ഞ ആ കാര്യം. അവിടെ അപ്പോഴേക്ക് അൽഫാത്തിഹ എന്ന് പറഞ്ഞ മൊയ്തീമാലിം നഫീസത്തുമാലിം മങ്കൂസ് മൗലൂദും ഷറഫല്ലനാമും എല്ലാ ഖുറാഫാത്തും മുസ്ലിംമാർ അവിടെ നടത്തും. എന്നിട്ട് എന്നാ എല്ലാവരും ഉസ്താദിന് എന്തെങ്കിലും കൊടുത്താളി, ഉസ്താദ് തരേന്ന് പറഞ്ഞേന്ന് പറഞ്ഞ് അത് കൊടുത്ത് ഈ കാശ് പിരിക്കാൻ വേണ്ടി മനുഷ്യന്മാരെ തൗഹീദിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും അകറ്റാനും നമ്മളെ സ്വയം പ്രാർത്ഥിക്കാതിരിക്കാനും എല്ലാ പണി അവരെടുക്കും. അതിനൊക്കെ മൈക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതേപോലെ തടയാത്തത് അത് ഹാജിമാരെ അങ്ങനെ തടയില്ല. അത് ചെയ്യേണ്ടവർ ചെയ്യട്ടെ. കാരണമല്ലോ ആള് കൂടിയവരല്ല, ഹജ്ജിമാരാണ് നമുക്ക് പ്രധാനം എന്നാണ് അവരുടെ ഒരു തത്വം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് വേറെ എന്ത് നടന്നോട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുക. അവിടെ ഒരു ദ്വായ കേൾക്കണ്ടേ, ഒന്നാണ് മാറിയിരുന്ന് അത് ചൂടോർക്കണ്ട വെച്ചാൽ മതി. നമ്മൾ ദ്വായ ചെയ്ത് പടച്ചവനോട് പറഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ച് പറഞ്ഞ് മഗ്രിബായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അവിടെ നിന്ന് മഗ്രിബിൻ്റെ മുമ്പ് തന്നെ നിങ്ങളെ വണ്ടി ട്രെയിനിൽ കയറ്റണമല്ലോ ട്രെയിനിൽ കയറ്റും, അല്ലെങ്കിൽ ബസ്സിൽ കയറ്റുമ്പോൾ ബസ്സിൽ കയറ്റി നിങ്ങളെ തന്നെ കയറ്റും. നിങ്ങൾക്ക് പോകാനുള്ള ഉറപ്പായി. മഗ്രിബ് ആയിട്ടേ, മഗ്രിബ് സൂര്യൻ അസ്തമിച്ചിട്ടേ അറഫയിൽ നിന്ന് വണ്ടി മൂവ് ചെയ്യുള്ളൂ, ചലിക്കുള്ളൂ. അപ്പോൾ വണ്ടിയിലിരുന്ന് പ്രാർത്ഥിച്ചോളൂ. മഗ്രിബ് ബാങ്ക് കൊടുത്ത അവിടുന്ന് നിസ്കാരമില്ല, മഗ്രിബ് നിസ്കാരം അറഫയില്ല. നേരെ നമ്മൾ മുസ്ദലിഫ, അറഫയിൽ നിന്ന് മിനായിലേക്കുള്ള യാത്രയിലാണ് മുസ്ദലിഫ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ മുസ്ദലിഫ എന്ന് പറഞ്ഞാൽ വിശാലമായൊരു മരുഭൂമിയാണ്. അറഫയിൽ നിന്ന് മിനായിലേക്ക് തന്നെ പോരുന്ന വഴിയിലുള്ള ഒരു മരുഭൂമിയാണ് മുസ്ദലിഫ എന്ന് പറയുന്ന സ്ഥലം. ഈ മുസ്ദലിഫയിൽ ഈ 9 കഴിഞ്ഞ ആ രാത്രി കിടന്നുറങ്ങാനുള്ള സ്ഥലമാണ്. അവിടുന്നാണ് നമ്മളെ മഗ്രിബ് വിഷയമൊക്കെ. അപ്പം അറഫയിൽ നിന്ന് നമ്മൾ നടന്നിട്ടോ അല്ലെങ്കിൽ ബസ്സിലോ നമ്മളിങ്ങനെ പോരുമ്പോൾ മുസ്ദലിഫയിൽ നിർത്തും. മുസ്ദലിഫയിൽ ട്രെയിനാണെങ്കിലും വണ്ടിയാണെങ്കിലും ഒക്കെ നിർത്തും. അവിടെ നിർത്തിയാൽ നിലമാണ്, ചരലുള്ള നിലമാണ്. അവിടെ നമ്മളൊരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അവിടെ ഒന്നു എടുത്ത് അവിടെ നിന്ന് ഒന്നു എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കൂട്ടം വിടുന്നത് സൂക്ഷിക്കണം. കാരണം എല്ലാവരും മുട്ടയടിച്ച തലയും ഈ ഒരു വസ്ത്രവുമാണ്. പെണ്ണുങ്ങളെല്ലാവരും പർദ്ദയാണല്ലോ. അപ്പോൾ നമുക്ക് തിരിച്ചറിയാതിരിക്കരുത്. ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കാം. എന്നിട്ട് ഒന്നു എടുത്ത് വാങ്ങും കാമത്തും കൊടുത്ത് 3 റക്അത്ത് മഗ്രിബ്, ഒരു ഇഖാമത്ത് കൊടുത്ത് 2 റക്അത്ത് ഇശ. ആരെങ്കിലും നമ്മളെ കൂട്ടത്തിലുള്ളവരെ കൂടെ നമ്മൾ നിസ്കരിക്കാൻ ഒരു ജമാഅത്ത് പോയി ചേർന്നാൽ മതി. നമ്മൾ മഗ്രിബ് വിഷയം കഴിഞ്ഞ് ആ മുസ്ദലിഫയിൽ ഇരുന്ന് കൊണ്ട് ദിക്റും തസ്ബീഹും കഴിഞ്ഞതിൻ്റെ ശേഷം കുറേ നേരം തക്ബീർ ചൊല്ല. ഇതുണ്ടില്ലേ, നടന്ന് പോകേണ്ടവരുണ്ട് മറ്റേ പുറത്തേക്ക്, അവിടെ പോയി ഇരിക്കാൻ വേണ്ടി കിടന്നുറങ്ങേണ്ടവരുണ്ട്, പലരും ഉണ്ട്. അതാണ് മുസ്ദലിഫിൻ്റെ ഒരു പ്രത്യേകത. അതിനൊന്നും നമ്മൾ അമ്പരക്കണ്ട. നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിട്ട് നമ്മുടെ മനസ്സിലാണ് നമ്മുടെ ഹജ്ജ്. നമ്മളവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കിടന്നുറങ്ങുന്നു, ഉറക്കം വരും. സ്വാഭാവികമായും നമ്മളവിടെ കിടന്ന് അള്ളാഹ് ഉറങ്ങുന്നു. തല മൂടരുത്. തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് മുസ്ദലിഫയിലേക്ക് വരുന്നത്. നിസ്കാരത്തിൻ്റെ ശേഷം ദിക്റും തസ്ബീഹും കഴിഞ്ഞ് തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് ഇരിക്കത്. കുറേ തെൽബിയത്ത് ചൊല്ലുമ്പോൾ നമ്മളൊന്ന് മയങ്ങിപ്പോകും. സുബൈക്ക് മുമ്പ് എഴുന്നേറ്റ് സുബൈൻ്റെ മുമ്പുള്ള 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവർ തഹജ്ജുദ് നിസ്കരിക്കണം. അതായത് ഈ ഹജ്ജ് യാത്രയിൽ സുന്നത്ത് നമസ്കാരങ്ങൾ 2 ഉള്ളൂ. ഒന്ന് തഹജ്ജുദും മറ്റൊന്ന് സുബൈക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തും. ബാക്കിയുള്ള റവാത്തിബുകളൊന്നുമില്ല. അപ്പോൾ മുസ്ദലിഫയിൽ നിന്ന് തഹജ്ജുദ് നിസ്കരിച്ച് പിന്നെ നമ്മൾ
സുബഹി ബാങ്ക് കേൾക്കും. അവിടെയാണ് ഫൈദ അഫൽതും മിൻ അർഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം എന്ന് സൂറത്തുൽ ബഖറയിലുണ്ട്. അർഫയിൽ നിന്ന് നിങ്ങളിങ്ങനെ ഒഴുകിയെത്തുമ്പോൾ മശ്അറുൽ ഹറാമിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഇനി നിങ്ങൾക്ക് ദിക്ർ ചെല്ലാനുള്ളത് എന്നാണ്. ആ മശ്അറുൽ ഹറാം എന്ന് പറഞ്ഞാൽ അർഫയിലെ ഒരു പള്ളിയാണ്, വിശാലമായ ആ മുസ്ദലിഫയിലെ. ആ മുസ്ദലിഫ മൊത്തം മശ്അറുൽ ഹറാം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളീൻ്റെ അടുത്താണെങ്കിലും അകലെയാണെങ്കിലും സുബഹി പങ്ക് കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമയമായി കഴിഞ്ഞാൽ നമ്മൾ സുബഹിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു. നമ്മളെ കൂട്ടത്തിലുള്ളവർ സുബഹിൻ്റെ 2 റക്അത്ത് ജമാഅത്ത് നിസ്കാരം നിർവഹിക്കുന്നു. എന്നിട്ട് നേരം വെളുത്തു കഴിഞ്ഞാൽ ദുൽഹജ്ജ് എത്ര 10 പെരുന്നാൾ ദിവസം. ഞങ്ങളൊക്കെ ഇവിടെ പെരുന്നാളായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഇല്ലാത്തവരൊക്കെ പെരുന്നാളായിരിക്കും. നിങ്ങൾക്ക് പെരുന്നാൾ നിസ്കാരമില്ല, നിങ്ങൾക്ക് ഇന്നത്തെ പെരുന്നാൾ അതല്ല, നിങ്ങൾക്ക് കല്ലേറാണ് മിനയിൽ വന്ന്. അപ്പം നിങ്ങൾ നിസ്കാരമില്ല. ഹറമിൽ അവിടെ പെരുന്നാൾ നിസ്കാരമൊക്കെ ഉണ്ടാവും. ആജിമാർക്ക് പെരുന്നാളില്ല, അവർ മുസ്ദലിഫയിലാണ് നേരം വെളുക്കൽ പെരുന്നാൾ. നിങ്ങൾ തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് അവിടെ മുസ്ദലിഫയിൽ നിന്ന് നേരം വെളുത്ത് ആളറിയുന്ന വെളുപ്പ്, മറ്റ സൂര്യൻ ഉദിക്കണ്ട, പരസ്പരം കണ്ടാൽ തിരിച്ചറിയുന്ന ആ ഒരു വെളിച്ചം വെക്കുമ്പോൾ മുസ്ദലിഫയിൽ നിന്ന് ബസ്സിലാണെങ്കിൽ ബസ് മൂവ് ചെയ്യും, ട്രെയിനിലാണെങ്കിൽ ട്രെയിൻ മൂവ് ചെയ്യും, നടക്കുകയാണെങ്കിൽ നമ്മളങ്ങനെ മിനയിലേക്ക് തന്നെ തിരിച്ച് നടക്കുകയാണ്. നമുക്കിനി പിറ്റേന്ന് ദുൽഹജ്ജ് 10 രാവിലെ കല്ലെറിയാനുള്ളത് 7 കല്ലെറിയണം. പിറ്റത്തെ 3 ദിവസങ്ങളിലായി ബാക്കിയുള്ള 49 കല്ല്, പിന്നെ 49 അല്ല 7 കഴിഞ്ഞാൽ 63 കല്ലുകളെ കൊണ്ട് ആകെ 70 ഏറെറിയണം. അപ്പൊ 70 കല്ല് നമുക്ക് വേണം. അതുകൊണ്ട് മുസ്ദലിഫയിൽ ഏതായാലും ചരലും കല്ലും ഒക്കെ ഉള്ള സ്ഥലമാണ്. എല്ലാ കൊല്ലും എറിയുന്ന കല്ലുകളൊക്കെ മുസ്ദലിഫയിലും പരിസരത്തൊക്കെ ചിഹ്നിച്ച തറലാണ്. അപ്പോൾ കിടക്കേണ്ടടുത്തുണ്ടാവും. അവിടുന്ന് വേണമെങ്കിൽ കുറച്ച് കല്ല് പെറുക്കിക്കോ. കടലമണി പോലെയുള്ള ഒരു 70 കല്ലോ അല്ലെങ്കിൽ അതിലേറെ കല്ലോ കേടൊന്ന് കൈ വിട്ടു പോകുന്നുള്ള തോന്നുകയാണെങ്കിൽ അവിടെയൊക്കെ ഉണ്ടാവും കല്ലുകൾ, പേടിക്കണ്ട. അപ്പം നിങ്ങൾ ആ കല്ല് പെറുക്കി സൂക്ഷിച്ച്, അല്ലെങ്കിൽ 7 കല്ല് പെറുക്കിയാൽ പിന്നെ മിനയിൽ കിട്ടും കല്ല്, പ്രശ്നമൊന്നുമില്ല. അവിടെ ഇങ്ങനെ നിലത്ത് വിതറാണ്, ഓരോ കൊല്ലവും എറിയുന്നത് വീണ്ടും തിരിച്ച് കോരി കൊണ്ടുവന്നിട്ട് ഇവിടെ ചിഹ്നിച്ചു തറലാണ്. അപ്പോൾ കല്ലും പെറുക്കി നമ്മൾ പിറ്റേന്ന് രാവിലെ നിങ്ങൾക്ക് ജംറത്തുൽ അഖബ കഅബയിൽ നിന്ന് വരുന്ന, അപ്പം ഇത് കണ്ടാൽ ഇത് ജംറയാണ്, കല്ലെറിയുന്ന സ്ഥലം. ഇതതിൻ്റെ മേൽക്കൂരയാണ്, ഇതിൻ്റെ തട്ടിൻ്റെ താഴെ, അതിൻ്റെ താഴെ അതിൻ്റെ ഭൂമിയിലാണ് ഇങ്ങനെ ഒരുപാട് തട്ടുകളുണ്ട് കല്ലെറിയുന്നത്. അത് ഇത് കണ്ടാൽ നിങ്ങൾക്ക് തീരെ മനസ്സിലാവില്ല, അത് അതിൻ്റെ ഒരു ചിത്രം മാത്രമാണ്. അപ്പോൾ നമ്മൾ കല്ലെറിയുന്ന സ്ഥലമുണ്ട്. 3 സ്ഥലത്താണ് കല്ലെറിയേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബയിൽ നിന്ന് കുട്ടിനെ അറക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഒരു സ്ഥലത്ത് അഖബ എന്ന സ്ഥലത്ത് വെച്ചിട്ട്, മിനയിലെ അഖബ എന്ന സ്ഥലത്ത് വെച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഈ പിശാച്ച് വന്ന് പറഞ്ഞു അത്രേ, എന്തിനാണ് ഈ നല്ലൊരു കുട്ടീനെ അറക്കണത്, അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, ഇതൊക്കെ ഒരു ബാപ്പ ചെയ്യോ? അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു അള്ളാഹിൻ്റെ കൽപ്പന, എപ്പോ അവിടുന്ന് ഇബ്ലീസ് അങ്ങനെ ആട്ടി ഓടിച്ചു എന്നതാണ് ചരിത്രം. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ വേറൊരാൾ, പിശാച്ച് തന്നെയാണ്, വേറെ കോലത്തിൽ വന്നിട്ട് ഇബ്രാഹിം നബിനെ ഉപദേശിച്ചു, അവിടുന്ന് ആട്ടി ഓടിച്ചു. 3-ാമത്തെ സ്ഥലത്ത് നിന്നും ആട്ടി ഓടിച്ചു. അപ്പുറത്ത് പോയി കുട്ടീനെ കിടത്തി അറക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാം ആടുമായി വന്നത്. അടക്കാൻ വേണ്ടി കിടത്തിയ സ്ഥലം അവിടെ നിങ്ങൾക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അറിയുന്ന ആളുകൾ ചോദിച്ചാൽ നിങ്ങൾക്ക് കാണും മിനയിൽ. അത് തിരഞ്ഞെടുക്കൊന്നും വേണ്ട, പ്രത്യേക പുണ്യൊന്നുമില്ല, കാണും, ഒരു ചരിത്ര ഭാഗമാണ്. അപ്പം ഞാൻ പറയുന്നത് ആ കല്ലെറിയുന്ന 1-ാമത്തെ സ്ഥലം അവിടേക്കാണ് തമ്പിൽ നിന്ന്. അത് എപ്പോഴാ പോവുക എന്ന് പറഞ്ഞാൽ രാവിലെ പോകേണ്ടവരുണ്ടാകും. നിങ്ങൾക്ക് അവിടുന്ന് സമയം തരും ഹജ്ജ് കമ്മിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ. ഈ തമ്മിലുള്ള 50 തമ്മിലുള്ള ആളുകൾ കല്ലെറിയാൻ പോകണം, ഈ വരുന്ന 10 തമ്മിലുള്ള ആളുകൾ കല്ലെറിയാൻ പോകണം. നിങ്ങൾക്ക് നിർദ്ദേശം തരുമ്പോൾ നിങ്ങൾ 7 കല്ല് അന്ന് എടുത്താൽ മതി. 7 കല്ലും കൊണ്ട് പോകുന്നു. അങ്ങനെ ചെന്നിട്ട് തെൽബിയത്തുണ്ട് കേട്ടോ, തലേന്ന് വീട്ടിൽ നിന്ന് തുടങ്ങിയ തെൽബിയത്തും ചൊല്ലിക്കൊണ്ടിട്ട് ഈ കല്ല് എറിയുന്നത് ഇതൊരു കുഴിയാണ്. ആ കുഴിയുടെ കിണറിന് കെട്ടിയ പോലെ നീളത്തിലുള്ള ആൾമറയാണ് ഈ സാധനം. ആ കുഴി ഇന്നേടത്താണ് എന്ന് അറിയാൻ വേണ്ടി അവിടെ ഒരു തൂണ് വെച്ചിട്ടുണ്ട്. അതാണ് ഇതൊക്കെ അറിയാൻ വേണ്ടി ആൾക്കൂട്ടത്തിൽ നിന്ന് ആ തൂണിന്റെ ചുറ്റുഭാഗമാണ് എറിയേണ്ടത് കേട്ടോ. അതിന് നമുക്ക് അത്ര വരെ നടന്നെത്തേണ്ടതുണ്ട് എന്നുള്ളൊരു അടയാളത്തിനാണ് ഈ തൂണ്. ഈ തൂണിനൊന്നും ഒരു പുണ്യമില്ല, അത് ഇങ്ങനെ അല്ലേന്ന് തൂണ്, ഇതിപ്പോ ഇങ്ങനെ നന്നാക്കി ഒന്ന് ഭംഗിയാക്കി ഉണ്ടാക്കിയതാണ്. ഇതൊരു അടയാളത്തിന് വെച്ചതാണ്, അയ്മനൊന്നും അല്ല എറിയേണ്ടത്. ഈ കുഴിയിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എറിഞ്ഞയിടത്ത് നമ്മളെ കല്ല് കൊള്ളേണ്ടത്. അതിന് പറ്റുന്ന വിധത്തിലൊരു ആൾമറുണ്ട്. അവിടെ എത്തോളം നമ്മൾ തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് നമ്മളങ്ങനെ എത്തിയിട്ട് ഏകദേശം
കല്ലെറിയുന്ന അടുത്തെത്തുമ്പോൾ തെൽബിയത്ത് നിർത്തി, കഴിഞ്ഞു തെൽബിയത്ത്. ഇനി തെൽബിയത്തില്ല. ദുൽഹജ്ജ് 10-നാണ് നമ്മള് ഹറമിൽ അവിടെ പെരുന്നാൾ നിസ്കാരം നടക്കേണ്ട നേരം നമ്മളവിടെ നിർത്തിയിട്ട് എറിയുന്ന ആ ആൾമറയുടെ അടുത്തെത്തുവോളം നമ്മൾ മെല്ലെ മെല്ലെ അങ്ങോട്ട് എത്തിയാൽ മതി. കയ്യിൽ കല്ലുണ്ട്, മെല്ലെ മെല്ലെ പോവുക, തിരക്കൂട, ധൃതിപ്പെടണ്ട, ഒരിക്കലും ധൃതി കൂട്ടണ്ട. അരിച്ചരിച്ചു പോയാൽ ആ ചുമരിൻ്റെ അടുത്തെത്താം. നമുക്ക് കല്ലെടുത്തിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ 7 കല്ലുകൊണ്ട് 7 വട്ടം എറിയുന്നു. ഉമ്മാനോട് ഉമ്മ എറിഞ്ഞോളി, അല്ലാഹു അക്ബർ. ഉമ്മാനെ കൊണ്ട് എറിയുന്നു, ഭാര്യനെ കൊണ്ട് എറിയുന്നു, ചെറിയ മക്കളെ കൊണ്ട് എറിയിപ്പിക്കുന്നു. എല്ലാവരും കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. നമ്മളിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. ആൾക്കൂട്ടം വരുമ്പോൾ നമ്മളെങ്ങനെ നീക്കും, ഓടുന്നു പോലീസുകാർ നീക്കി നമ്മളെങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയാൽ നമ്മളെ തമ്മിലേക്കാണ് നമ്മളെ എത്തിക്കുക. ആ വഴി അങ്ങനെയാണ് അവിടെ. അപ്പം അന്ന് നമ്മൾ കല്ലേറ് ഇതോടുകൂടി 7 സ്ഥലത്ത് കല്ലേറ് കഴിഞ്ഞു. വേറെ ഓടി പ്രാർത്ഥിക്കാനൊന്നുമില്ല. അൽഹംദുലില്ലാ. കല്ലേറ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉള്ള 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളെ മുടിയെടുക്കുക. അതിനും അവിടെ വണ്ടി ഉണ്ടാകും, ബാർബർ ഷാപ്പുകളുണ്ടാവും. അവിടുന്ന് ബാക്കി കുറ്റിമുടി ഉണ്ട്, അതും കൂടി കളയണം. സ്ത്രീകൾ നിങ്ങൾ തമ്പിൻ്റെ ഉള്ളിൽ ചെന്നാൽ ബാത്റൂമിൻ്റെ അവിടെ നിന്നൊക്കെ ആണുങ്ങളൊന്നും കാണാതെ കുറച്ച് മുടി പെടുന്നോടത്തേലും മുടിയെടുക്കാം. ഈ മുടിയെടുത്തതോടുകൂടി നമുക്ക് ഇഹ്റാമിൻ്റെ വസ്ത്രം മാറ്റാം, നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ. ഇനി ബലികർമ്മമാണ് അന്ന് നടക്കാനുള്ള മറ്റൊരു കർമ്മം. ഈ ബലികർമ്മം നിങ്ങൾ പണം കെട്ടിയിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ഹജ്ജ് വകുപ്പ് അതിന്റെ ഉത്തരവാദിത്വത്തോടുകൂടി അത് അറുത്തുകൊള്ളും. അതല്ല, നിങ്ങൾ അവിടെ പ്രൈവറ്റ് പാർട്ടിയിലാണ് കെട്ടിയിട്ടുള്ളതെങ്കിൽ ദുൽഹജ്ജ് 10-നേ അറക്കാവൂ, അല്ലെങ്കിൽ 10-ന്റെ ശേഷം. അതിന് മുമ്പ് തന്നെ റൂമിൽ വന്ന് ബലികർമ്മം ഞങ്ങൾ അറുത്ത് കൊണ്ടുതരാം, നാളെ മുതൽ നിങ്ങൾക്ക് ആടിന്റെ ഇറച്ചി തിന്നാ, കുറച്ച് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞ് ആര് വന്നാലും കാശ് കൊടുക്കരുത്. ആ ബലികർമ്മം അല്ലാഹു സ്വീകരിക്കൂല. ബലികർമ്മം എന്ന് പറയുന്നത് ദുൽഹജ്ജ് 10-ന്. അത് നിങ്ങൾ പണം കെട്ടിയാൽ അവിടെ അവർ ചെയ്തു കൊടുക്കും, ഉറപ്പായിട്ടും അത് ചെയ്യും. അതല്ല, നല്ല പരിചയമുള്ള ആളുകളാണെങ്കിൽ അവിടെ വലിയ അറുത്തു കൊടുക്കുന്ന ആളുകളുടെ അടുത്ത് കാശ് കൊടുത്താൽ വിശ്വാസത്തോടു കൂടി ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ബന്ധുക്കളോ കുടുംബങ്ങളോ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യിച്ചോളി. അല്ലെങ്കിൽ നിങ്ങൾ സർക്കാരിൽ സൗദി ഗവൺമെന്റിന് പണം കെട്ടും. അപ്പൊ ബലികർമ്മം, കല്ലേറ്, മുടിയെടുക്കുന്നു, തഹല്ലുലാകുന്നു, ഇഹ്റാമിൽ നിന്ന് മോചിക്കുന്നു, ബലികർമ്മം നടത്തുന്നു. 4 കാര്യം അന്നുണ്ട്. ഇനി അന്നു തന്നെ കഴിയുന്ന ആളുകൾക്ക് മക്കയിലേക്ക് പോയിട്ട്, അവിടെ ബസ്സോ വണ്ടിയോ കിട്ടും, മക്കയിലേക്ക് പോയിട്ട് ഹജ്ജിന്റെ തവാഫുൽ ഇഫാദത്ത്, ഹജ്ജിന്റെ തവാഫും ഹജ്ജിന്റെ സാഴിയും ചെയ്യാം. നബി അങ്ങനെ ചെയ്തത്. പറ്റുമെങ്കിൽ പോയിക്കോളി, ആരോഗ്യം ഉണ്ടെങ്കിൽ. നല്ല ക്ഷീണം ഉണ്ടാവും. പറ്റുമെങ്കിൽ അന്ന് പോകാം, അല്ലെങ്കിൽ പിറ്റേന്ന് പോകാം, അല്ലെങ്കിൽ 13-ന് എല്ലാം കഴിഞ്ഞിട്ട് വന്ന് തവാഫ് ഇഫാദത്ത് ചെയ്താൽ മതി. നിർബന്ധമൊന്നുമില്ല, അന്നെ പോകുന്നവർക്ക് പോകാം. ഏതായിരുന്നാലും ദുൽഹജ്ജ് 10-ന് ഇത്രയും കർമ്മങ്ങൾ കഴിഞ്ഞാൽ നമ്മളെ തമ്മിൽ തന്നെ നമ്മൾ അവിടെ ഇരിക്കണം. മക്കത്തേക്ക് പോയവരുണ്ടെങ്കിൽ വേഗം തമ്മിലേക്ക് തന്നെ രാത്രി തിരിച്ചു വരണം. തമ്മിൽ രാത്രി ഉണ്ടാവണം കുറച്ചു നേരമെങ്കിൽ. നമ്മളെ തമ്മിലിരുന്ന് പെരുന്നാളിൻ്റെ അല്ലാഹു അക്ബർ എന്നുള്ള തെക്ബീറാണ്. തെൽബിയത്ത് കഴിഞ്ഞല്ലോ, കല്ലേറിന് മുമ്പ് തെക്ബീർ. നമ്മളെ പെരുന്നാൾ വസ്ത്രമൊക്കെ മാറ്റി തെക്ബീറൊക്കെ ചൊല്ലി ദിക്റും ഖുർആനും ഇബാദത്തിലും പ്രാർത്ഥനയിലും മുഴുകി നമ്മളങ്ങനെ ഇരിക്കുക. അല്ലാതെ ബടായി പറഞ്ഞ് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ആഹ്ലാദമല്ല. ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉത്സവം കഴിഞ്ഞ മാതിരിയാണ് ആളുകളുടെ ഒരു അവസ്ഥ. അതല്ല, നമ്മൾ ഇബാദത്തിൽ അവിടെ മുമ്പിലിരിക്കുന്നു. പിറ്റേന്ന് ദുൽഹജ്ജ് 11 പിറ്റേന്ന് ഉച്ച വരെ നമ്മൾക്ക് ഇബാദത്തിൽ കൂടി മിനയിൽ ഇരിക്കല്ലാതെ വേറെ ഒന്നുമില്ല. ഉച്ചയ്ക്കു ശേഷം നിങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെടുന്ന സമയത്ത് 21 കല്ലുകൾ എടുത്തുകൊണ്ട് നിങ്ങളെ കൊണ്ടുപോകും കല്ലെറിയുന്ന ഇടത്തേക്ക്. ഇന്നലെ എറിഞ്ഞത് ജംറത്തുൽ അഖബ വലിയ ജംറയിലാണ്. ഇന്ന് ജംറത്തു സുഗറയിലാണ് ആദ്യം നിങ്ങൾ എറിയുക. അങ്ങനെ നിങ്ങൾ എത്തുള്ളൂ, അത് നിങ്ങൾ തിരഞ്ഞെടുക്കണ്ട. നിങ്ങൾ പിറ്റേന്ന് എത്തുന്ന ജംറയുടെ അടുത്തെത്തുമ്പോൾ നിങ്ങൾ ഇന്നലെ എറിഞ്ഞ പോലെ 7 കല്ലെടുത്ത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. പിന്നെ അങ്ങോട്ട് കുറച്ച് പോയിട്ട് മാറി നിന്നിട്ട് ഖിബലക്ക് നേരെ തിരിഞ്ഞ് ഒരുപാട് നേരം പ്രാർത്ഥിക്കാം. എന്താ പ്രാർത്ഥിക്കാനുള്ളത്? അള്ളാഹുവിനോട് ഹജ്ജ് സ്വീകരിക്കണം എന്ന് പ്രാർത്ഥിക്കണം, ആരോഗ്യത്തോടു കൂടി ജീവിക്കണം പ്രാർത്ഥിക്കണം, മക്കൾക്കും കുട്ടികൾക്കൊക്കെ ഹജ്ജ് ചെയ്യാൻ തൗഫീക്ക് വേണം പ്രാർത്ഥിക്കണം, പിന്നെ ദുനിയാവും ആഖിറൊക്കെ പ്രാർത്ഥിക്കാം. പിന്നെയും മുന്നോട്ട് നടന്ന് ജംറത്തുൽ ഉസ്ത അവിടെ 7 കല്ലുകൊണ്ട് എറിയുന്നു, വീണ്ടും മാറി നിന്ന് പ്രാർത്ഥിക്കുന്നു, വീണ്ടും മുന്നോട്ട് നടന്ന് ജംറത്തുൽ അഖബ ഇന്നലെ എറിഞ്ഞ നമുക്ക് തിരിച്ചറിയില്ല.
അപ്പോൾ അവിടെ നമ്മൾ എറിയുന്നു. പിന്നെ പ്രാർത്ഥിക്കാൻ അവിടെ സ്ഥലമില്ല, പ്രാർത്ഥിക്കാൻ നബി പ്രാർത്ഥിച്ചിട്ടില്ല. ജംറത്തുൽ അഖബയിൽ മൂന്നാമത്തെ സ്ഥലത്ത് എറിഞ്ഞാൽ വേഗം പൊയ്ക്കോളി എന്നവർ പറയും. നമ്മൾ നേരെ തമ്പിലേക്ക് മടങ്ങുന്നു. ദുൽഹജ്ജ് 11. പിന്നെയുള്ളത് ദുൽഹജ്ജ്. പിന്നെ പിറ്റേന്ന് ഉച്ച വരെ നമുക്കൊന്നും ചെയ്യണ്ട. ഞങ്ങൾ ഇബാദത്ത് മനസ്സിൽ ഹജ്ജാണ്, അല്ലാതെ ബടായും തമാശയല്ല. അതൊക്കെ ഖുർആൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതാണ് പിന്നെ നിങ്ങൾ ഹജ്ജിന്റെ കർമ്മം കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു തആല ഉപദേശിച്ചിട്ടുണ്ട്. നിങ്ങൾ ദിക്റല്ലേ ഇരുന്നോളി. പക്ഷെ അവിടെ അറബി തമ്പുകളിൽ വരെ തമാശയും കളിയും ആടർത്തത് തിന്ന് കുടിച്ച് ആഹ്ലാദമാണ്. അതല്ല ഉണ്ടാവേണ്ടത്. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, പടച്ചോൻ കബൂലാക്കി കിട്ടണ്ടേ. ദുൽഹജ്ജ് പിറ്റേന്ന് 12-ന് ഇതുപോലെ ഉച്ചക്ക് ശേഷം 3 സ്ഥലത്ത് എറിഞ്ഞു. എത്ര സ്ഥലത്തായി? 7, 21, 21. എത്ര ഏറായി? 49 ഏറ്. ദുൽഹജ്ജ് 12. ഇനി വളരെ ക്ഷീണിതരായ ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായ ഏറ് 12 കൂടി കഴിഞ്ഞാൽ മഗ്‌രിബിന് മുമ്പായി പോരുന്നവർക്ക് പോരാം. എന്നാ നബി പറഞ്ഞു ഞാൻ പോണില്ല, പോണ്ടോല് പോയിക്കോളി, ഞാൻ പോണില്ല എന്ന് പറഞ്ഞപ്പോൾ സഹാബിമാരൊക്കെ അവിടെ നിന്നു. പക്ഷെ ചില രോഗികളും മറ്റവരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പോരാ. അങ്ങനെ പോരണമെങ്കിൽ പോരാ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒന്നും അങ്ങനെ ഒരു പ്രയാസമൊന്നും അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുക. പിറ്റേന്ന് 13-ന് ഉച്ചക്ക് ശേഷം 21 കല്ലുകൊണ്ട് എറിയുമ്പോൾ 49-ഉം 21-ഉം 70 ഏറ് കല്ലുകൊണ്ട് എറിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു പോരാം. തിരിച്ച് മക്കത്ത് വന്ന് നമ്മൾ റൂമിൽ വന്ന് അല്ലെങ്കിൽ അസീസിയിൽ വന്ന് നിങ്ങൾ കെട്ടുമാണ്ടൊക്കെ അവിടെ വെച്ചിട്ട് തവാഫ്, ഹജ്ജിൻ്റെ തവാഫും സായും ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. അതല്ല അതിൻ്റെ മുമ്പ് തലേ ദിവസം ചെയ്തതാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ സാധാരണ ഹറമിൽ 5 നേരം നമസ്കരിച്ച് ഹജ്ജ് കഴിഞ്ഞു അൽഹംദുലില്ലാ. ഇനി നമ്മൾ ഹജ്ജ് സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും. എന്നാണോ മക്കയിൽ നിന്ന് ജിദ്ദയിലേക്ക് നാട്ടിലേക്ക് തിരിക്കുന്നത്, അല്ലെങ്കിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നതെങ്കിൽ അതിനൊക്കെ ഒരുക്കം കഴിഞ്ഞ് അവസാനം കഅബത്തിങ്കൽ ചെന്ന് ഉളു എടുത്ത് ഒരു തവാഫ് 7 തവാഫ് ചെയ്ത് പിന്നെ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വിദാഇന്റെ തവാഫ്, യാത്ര ചോദിക്കുന്ന തവാഫാണ്. നമ്മൾ തിരിഞ്ഞു പോരുന്നു, നമ്മൾ നാട്ടിലേക്ക് മടങ്ങുന്നു, അല്ലെങ്കിൽ മദീനയിലേക്ക് പോകുന്നു. ഇതാണ് ഹജ്ജിൻ്റെ ഒരു ചെറിയ രൂപം. ഇൻഷാ അല്ലാഹ് വല്ല നിലക്കും വല്ല സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സിലാണ് ഹജ്ജ്, അല്ലാതെ ഈ കർമ്മങ്ങൾ ഞാൻ പറയുന്നതിൻ്റെ 1/4 ഭാഗം പോലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. പിന്നെ ആൾക്കാർക്ക് ക്ഷീണം, വെയില് അതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ലേ. അതൊക്കെ നമ്മൾ സഹിക്കാൻ വേണ്ടിയാണ് നിയ്യത്ത് ചെയ്ത് തവക്കുലാക്കിയാൽ പ്രശ്നമില്ല. ഇതാണ് ഹജ്ജിൻ്റെ ഒരു കർമ്മം. ഇനി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഷബീബ് സലാഹി ഉസ്താദ് പിന്നെ മദീനത്തെ പറ്റി പറയും. എന്തെങ്കിലും എന്താണ് പിന്നെ എങ്ങനെ ഇനി ചോദ്യമാണെങ്കിലോ അതോ മദീന എന്താണുള്ളത്, എവിടെ മുസൂട്ടി എന്താണ്? പക്ഷെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇതുണ്ടെങ്കിൽ ചോദിച്ചാൽ ഒന്ന് കൊടുത്ത. അസ്സലാമു അലൈക്കും. തവാഫ് നിർവഹിക്കുമ്പോഴേ നമ്മൾ മാസ്ക് ധരിക്കുന്നതുകൊണ്ട് വല്ല പ്രതിബന്ധങ്ങളും ഉണ്ടോന്നാണ്? ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. മാസ്ക് ആവശ്യമുണ്ടെങ്കിൽ ധരിക്കാം, ആവശ്യമുണ്ടെങ്കിൽ ധരിക്കും. പിന്നെ ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതല്ല എല്ലാവരും തുമ്മുന്ന മറ്റോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് മാസ്ക് ധരിക്കൽ ആവശ്യം തന്നെ, ധരിച്ചോളി. അസ്സലാമു അലൈക്കും. വർഷങ്ങൾക്ക് മുമ്പ് ജോലിക്ക് പോയപ്പോൾ, അതായത് സൗദിയിൽ ജോലിക്ക് പോയപ്പോൾ കിട്ടിയ ഒരു അവസരത്തിലാണ് ഹജ്ജ് നിർവഹിച്ചത്. അതായത് നാട്ടിൽ നിന്ന് പോകുമ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശം വ്യക്തമായിട്ട് ഉണ്ടായിരുന്നില്ല. അവിടുന്ന് ഒരു അവസരം കിട്ടി. ചില സംഘടനകളുടെ സഹായത്തോടു കൂടിയും പിന്നെ കഫീലിൻ്റെ പിന്നെ ഹദിയ ഒക്കെ തന്നിട്ട് അങ്ങനെ പോയിട്ടാണ് അറിവൊക്കെ നടത്തിയത്. ആ വ്യക്തിയുടെ നിർബന്ധമായ ഹജ്ജ് അതോടെ പിന്നെ പൂർത്തീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് അവിടെ വെച്ചിട്ടാണ് നിയ്യത്തന്നെ. ആയിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. ഹജ്ജ് ചെയ്തിട്ടിയല്ലോ, നമ്മളെ പറന്ന് കഴിഞ്ഞു. അത് പോയത് ജോലിക്കാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മളെ ഹജ്ജ് കഴിഞ്ഞു, നമ്മളെ ചെയ്തു പോയി കിട്ടിയാൽ മതി, നിർബന്ധമില്ല. ഇനി പോയിക്കോളി. ഉമ്മാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുന്നതിന്റെ നെയ്യത്തിനെ കുറിച്ചിട്ട് ഉമ്മാക്കോ ബാപ്പാക്കോ അല്ലെങ്കിൽ നമ്മളാരെങ്കിലും ഏൽപ്പിച്ചതാണെങ്കിൽ നമ്മൾ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് വിമാനത്തിൽ പറഞ്ഞല്ലോ, അതിനോട് കൂടി പറയുക, അള്ളാഹുവേ എൻ്റെ ഉംറ എൻ്റെ ഉമ്മ ഫാത്തിമക്കുട്ടി എന്ന് പറയുന്നവർക്കുള്ളതാണ്.
അവർക്കും ഇതിൻ്റെ പ്രതിഫലം നീ നൽകണമേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. പിന്നെ നമ്മൾ ഓരോ തൽബിയത്തിലും നമ്മളെ ഇബാദത്തിലൊക്കെ ഏതായിരുന്നാലും നമ്മളെ മനസ്സിലുണ്ടാവുമല്ലോ ഇത് മാക്കാം. ഹജ്ജും അങ്ങനെ തന്നെയാണ്, അങ്ങനെ പ്രാർത്ഥിക്കുക, വേറെ ഒന്നും ചെയ്യാം. അപ്പം ഉമ്മാക്കും കിട്ടും നിങ്ങൾക്കും കിട്ടും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ 8-ാം തീയതി പോകുന്നുണ്ടല്ലോ മിനിയിലേക്ക്. അവിടെ 5 ദിവസം നമ്മൾ താമസിക്കുന്നുണ്ട്. ആ താമസിക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ സ്ത്രീകൾ ആർത്തവകാരികളാണെന്നുണ്ടെങ്കിൽ ഈ 5 ദിവസം കഴിഞ്ഞ് 7 ദിവസം പൂർത്തിയായതിന് ശേഷം നമ്മൾ സയ്യും തവാഫും ചെയ്താൽ പറ്റുമോ? മതി. അതായത് ശുദ്ധി ആവശ്യമുള്ള ഏക കാര്യം തവാഫേ ഉള്ളൂ. ഒരു ഉദാഹരണം പറയാണ്, ഒരു സ്ത്രീ തവാഫ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇഹ്റാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശുദ്ധി ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ തൽബിയത്ത് അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ ഒക്കെ ചെയ്തോളി, ഹജ്ജ് എന്ന് പറഞ്ഞോളി, കുഴപ്പമില്ല. തവാഫ് ചെയ്യേണ്ടടുത്ത് മാത്രം പള്ളി കയറണമല്ലോ, അതാണ് നിബന്ധന. അപ്പോൾ നിങ്ങളെ തവാഫ് ചെയ്തു, അതുവരെ കുഴപ്പമൊന്നും ചെയ്യാനില്ല. തവാഫ് കഴിഞ്ഞ ഉടൻ നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് അള്ളാഹ് എനിക്ക് ശുദ്ധി ഇല്ലാതായിക്കള്ളോ എന്ന് തോന്നിയതെങ്കിൽ നിങ്ങളൊന്നും പുറത്തു വേണ്ട. കാരണം സഴി ചെയ്യുന്ന ഭാഗം പള്ളിയല്ല, കഅബന്റെ ഉള്ളല്ല. അതുകൊണ്ട് സഴി ശുദ്ധിയില്ലാതെ ചെയ്യാം, പക്ഷെ നന്നായിട്ട് സൂക്ഷിക്കണം, പുറത്തേക്ക് വരാതിരിക്കാൻ, അതേ ഉള്ളൂ. അതുപോലെ മിനയിലേക്ക് ഹജ്ജിന് വേണ്ടി പുറപ്പെടുമ്പോൾ നിങ്ങൾ റൂമിൽ നിന്ന് അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശുദ്ധി ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, മിനയിൽ ഇരിക്കുക. ശ്രദ്ധിക്കണം, അതിൻ്റെ സൂക്ഷ്മത വീട്ടിൽ നിന്ന് ചെയ്യുന്ന മാതിരി നന്നായിട്ട് ബാൻഡ് ചെയ്യണമെന്നേ ഉള്ളൂ. അറഫയിൽ നിൽക്കുക, മുസ്ദലിഫയിൽ നിൽക്കുക, അവിടുന്ന് ഖുർആൻ എടുത്ത് ഓതാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഖുർആൻ എടുത്ത് മുസാഫ് എടുത്ത് ഓതിക്കൂടാ, അത്രല്ലാതെ നിസ്കാരമൊന്നും നിങ്ങൾക്ക് ഇല്ല, നിർബന്ധമില്ലല്ലോ. വേറെയുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യാം. എന്നാൽ ഹജ്ജിന്റെ തവാഫും സഴിയും നിങ്ങൾ 7 ദിവസമോ 6 ദിവസമോ ഇത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. എത്ര ദിവസമാണെങ്കിലും അത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഹജ്ജിന്റെ തവാഫും സഴിയും. തവാഫുൽ വിദാഇന്റെ സമയത്താണ് ഉള്ളതെങ്കിൽ നിങ്ങൾ തവാഫുൽ വിദാ നിങ്ങൾക്ക് നിർബന്ധമില്ല, അല്ലാഹു തആല അളവ് നൽകിയതാണ്. ഒരു സംശയം കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ ഇഹ്റാം ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മളിവിടെ നിന്ന് യാത്ര തിരിക്കുമ്പോൾ തന്നെ ഇഹ്റാമിലായിരിക്കുമല്ലോ. ഭാര്യയും ഭർത്താവും കൂടെ പോകുന്ന സമയത്ത് ഉസ്താദ് പറഞ്ഞ പോലെ നമ്മൾ അടുത്തിരുന്നിട്ട് അവരുമായിട്ട് തൊടുക, അങ്ങനെയുള്ള അത് മാനസികമായിട്ടൊരു വികാരം ഇല്ലാത്ത രീതിയിൽ. കാരണം തിരക്കുള്ള സമയത്തൊക്കെ ആകുമ്പോൾ അവർക്ക് കൈപിടിച്ച് നമ്മളെ കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനൊന്നും കുഴപ്പമില്ല. പറഞ്ഞത് വികാരഭരിതമായ സ്പർശനവും സംസാരങ്ങളും വിവാഹവും വിവാഹ ആലോചനകളും ഇത് പാടില്ല. ഇപ്പം നമ്മൾ 5 മണിക്കൂർ വിമാനത്തിലുണ്ടാവും. അപ്പം നമ്മളിങ്ങനെ നിങ്ങളവിടെ, അപ്പോൾ ഞാൻ കൊടുവള്ളിയാണ്, ഞാൻ മണ്ണാർക്കാടാണ്, എന്തൊക്കെ കുടിയിലാരൊക്കെ ഉള്ളത്, അപ്പോൾ എനിക്കൊരു കെട്ടിക്കാനായ കുട്ടിയുണ്ട്, ആലോചിച്ച അപ്പം എന്നാൽ നമ്മളെ കുട്ടീനെ കൊണ്ടൊന്ന് ആലോചിച്ചാലോ പറഞ്ഞാണ് ഇങ്ങനെ പറഞ്ഞൊരു പങ്കിട്ട ആലോചന അവിടെ എൻ്റെ അടിയിൽ കൂടി വരരുത്. പിന്നെ ആലോചിക്കാം, ആയിക്കോട്ടെ നമുക്ക് ആലോചിക്കാൻ ചെയ്യട്ടെ എന്ന് പറയാം. അതുപോലെ ഒരു വികാരഭരിതമായി തൊടലും കൈവക്കലും അല്ലാതെ ഭാര്യൻ്റെ കൈ പിടിക്കേണ്ടി വരും. ചിലപ്പോൾ ഭാര്യനെ തവാഫിൻ്റെ സയ്യിൻ്റെ സമയത്ത് അണഞ്ഞുകൂട്ടി പിടിക്കേണ്ടി വരും. അതൊക്കെ എന്താണ്, അതൊക്കെ ആ അർത്ഥത്തിലല്ല, അതിനൊന്നും കുഴപ്പമില്ല. ദുൽഹജ്ജ് 10-നുള്ള ഈ കാര്യങ്ങളുണ്ടല്ലോ, കർമ്മങ്ങൾ, അത് നമ്മൾ കഴിയുന്ന ആളുകൾ മക്കത്തേക്ക് പോയിട്ട് തവാഫും പിന്നെ സയ്യും ചെയ്യുന്നുണ്ടല്ലോ, അതോടുകൂടി തഹല്ലുലാവുകയാണോ? പിന്നെ അന്ന് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് തഹല്ലുലാവുന്ന കാര്യവും അതെങ്ങനെയാണത്? അതായത് ദുൽഹജ്ജ് 10-ന് നമ്മൾ ഇവിടുന്ന് വസ്ത്രമൊക്കെ മാറ്റി ഒന്നാമത്തെ തഹല്ലുൽ എന്നാണ് അതിന് പറയാം. വസ്ത്രം മാറ്റിയ തഹല്ലുലായി. പക്ഷേ തവാഫും സഅയും ചെയ്താൽ തഹല്ലുലിൻ്റെ പൂർണ്ണമായ ആനുകൂല്യം കിട്ടും. അതായത് ഭാര്യാഭർത്തൃ ബന്ധം എന്നൊക്കെ പറഞ്ഞത് തവാഫ് ഹജ്ജിൻ്റെ തവാഫും സഅയും ചെയ്താലേ പറ്റുള്ളൂ. അപ്പം അന്ന് തന്നെ നമ്മൾ മക്കത്ത് പോയി തവാഫും സഅയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായി തഹല്ലുലായി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ മിനയിൽ സാധാരണ ചെറിയ തരത്തിൽ വസ്ത്രം മാറ്റി തഹല്ലുലാവാം തവാഫും സഅയും ചെയ്യുന്നത് വരെ. പിന്നെ ഹറമിലേക്ക് കടക്കാൻ നിങ്ങൾ ചോദിക്കുന്ന സംശയം അതാണോ എന്ന് അറിയില്ല. അപ്പോൾ ഇഹ്റാമിൻ്റെ വസ്ത്രം വേണ്ടേന്ന്, അത് ആ ഹജ്ജിൻ്റെ ശേഷമുള്ള തവാഫിൽ ഇഹ്റാമിൻ്റെ വസ്ത്രം ആവശ്യമില്ല. അങ്ങനെയാണ് അവിടുത്തെ സംവിധാനം. അതിന് മുമ്പ് ഈ ഉംറക്കാരെ തിരക്കാൻ വേണ്ടി പോകുന്ന ആളുകൾക്കാണ് ഇഹ്റാമിൻ്റെ വസ്ത്രം അവിടെ ഒരു നിയന്ത്രണം. പണ്ടൊന്നും അതും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ തഹല്ലുൽ എന്ന് പറയുന്നത് വസ്ത്രം മാറ്റലാണ്. അത് മുടിയെടുക്കുന്നതോടുകൂടി അത് കഴിയും. പിന്നെ ഭാര്യാഭർത്തൃ ബന്ധം സൗകര്യപ്പെടൂല. പക്ഷെ അങ്ങനെ ഒരു സൗകര്യപ്പെടുന്ന ഒരു സൗകര്യത്തിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ അതെപ്പോഴേ പാടുള്ളൂ, ഉംറ അല്ല തവാഫും സഅയും കഴിഞ്ഞിട്ടേ പാടുള്ളൂ. അതാണ്. അസ്സലാമു അലൈക്കും.
പിന്നെ നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ എല്ലാവരോടും യാത്ര ചോദിക്കൂലേ? ഇപ്പം യാത്ര ചോദിക്കുമ്പോൾ അവർ ഇങ്ങോട്ട് നമ്മളോടും പറയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം, ഓരോരുത്തരും എല്ലാവരും അത് പറയല്ലോ. അപ്പം നമ്മൾ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ അവരൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം, അല്ലെ എല്ലാവർക്കും കൂടി എന്നുള്ള മനസ്സിൽ നിയത്ത് ചെയ്താൽ മതിയോ? പഠിച്ചോനറിയാലോ. ഇപ്പൊ ഈ വെള്ളിയാഴ്ച ഒക്കെ ഞങ്ങൾക്ക് നമ്മൾ ഈ കുത്തുബ നിർവഹിക്കേണ്ട ആളുകളാണ്. വെള്ളിയാഴ്ച നേരം വെളുത്താൽ വാട്സപ്പിലും നേരിട്ടുള്ള പ്രാർത്ഥന, അവിടെ സോക്കടാണ്, വാപ്പക്ക് സോക്കടാണ്, നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, ഓരോ പേരൊക്കെ കൂടി ഓർത്തൊക്കെ നമുക്ക് കഴിയില്ല. പഠിച്ചോനറിയാലോ. അതുകൊണ്ട് അള്ളാഹുവേ അള്ളാഹുമ്മ ഇഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ഔസാനി ബിദ്വാഇ എന്നൊരു പ്രാർത്ഥന കേൾക്കണം. പഠിച്ചോനെ എനിക്കും നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ മരിച്ചുപോയ ഉമ്മി ഉപ്പി ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കളെ ഒഴിവാക്കി നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുകയും ചെയ്യരുത്. മക്കൾക്കും മാതാപിതാക്കൾക്കും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും വല്ല പേരൊന്നും നമുക്ക് അറിയണമെന്നില്ല. നിങ്ങൾ 100 കുടുംബത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിലെല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് എനിക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം. പഠിച്ചവനെ എന്നോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കെല്ലാം എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റ് പഠിച്ചുകൊണ്ടിരുന്നുണ്ടാവും. ആ ലിസ്റ്റിനനുസരിച്ച് അള്ളാഹ് ചെയ്തോ, നമ്മൾ ഓർക്കണമെന്നില്ല. പിന്നെ ഒരു കാര്യം, നമ്മൾ ദുൽഹജ്ജ് 10-ന് ഭാഗികമായിട്ട് തഹല്ലുലായ അതോടുകൂടി നമ്മൾ തെൽബിയത്ത് നിർത്തും. പിന്നീട് തെൽബിയത്ത് ചൊല്ലണം. നമ്മൾ വേണ്ട, തവാഫിന്റെ സമയത്തും പിന്നെ വേണ്ട, ഒന്നും വേണ്ട. നമ്മളാ കല്ലെറിയുന്നതിന് മുമ്പ് നിർത്തിയില്ലേ, അത് കഴിഞ്ഞു തെൽബിയത്ത്. പിന്നെ നമ്മൾ പെരുന്നാളിന്റെ സലാത്താണ്. അതേപോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് പിന്നെ മറ്റു ഭാഗങ്ങളിലുള്ള മുടി അങ്ങനത്തെ പോലെ പിന്നെ ഒഴിവാക്കണമെങ്കിലും ഈ സഹിയും അതാ നമ്മളെ തലയിൽ നിന്ന് മുടി എടുത്തതോടുകൂടി നമുക്ക് പിന്നെ താടി വെട്ട്, മുടി വെട്ട്, നഖം മുറിക്കുക ഒക്കെ ഒന്നും കുഴപ്പമില്ല, ഒന്നും പ്രശ്നമില്ല. ഈ മദീനയുടെ കാര്യം